ക്ലബ് ഹൗസ് മീഡിയ റൂമിലെ ഇന്നത്തെ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ലബ് ഹൗസ് മീഡിയ റൂമിൽ കഴിഞ്ഞ 6 ആഴ്ചകളിലായി നടന്നുവരുന്ന ലോകമേ തറവാട് പരമ്പരയുടെ 7ാമത്തെ അധ്യായമാണ് ഇന്നിവിടെ നടക്കുന്നത്. ജീവിത സന്ധാരണത്തിനും അത്യാവശ്യങ്ങൾക്കും യാത്ര ചെയ്യുന്ന മനുഷ്യർ നമുക്ക് ചുറ്റും ധാരാളമുണ്ട്. എന്നാൽ സഞ്ചാരം നൽകുന്ന അനുഭൂതിയും സാഹസികതയുടെ ഉൾവിളികൾക്കും ഒക്കെ വേണ്ടി യാത്ര ചെയ്യുന്ന ആളുകൾ, ചരിത്ര അന്വേഷികളായിട്ടുള്ള ആളുകളുണ്ട്, സംസ്കാരത്തെ അടുത്തറിയാനായിട്ട് പോകുന്നവരുണ്ട്, സഞ്ചാര ഭൂപടത്തിൽ കുറിച്ചിടാനായിട്ട് സഞ്ചരിക്കുന്നവരുണ്ട്. അങ്ങനെ പല ലക്ഷ്യങ്ങളാണ് യാത്രികർക്കുള്ളത്. പക്ഷെ യാത്രകൾ പകരുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിത വീക്ഷണങ്ങളെ മാറ്റിമറിക്കുന്നു എന്നുള്ളത് വളരെ വാസ്തവമാണ്. ഒട്ടും സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിൽ കൂടി യാത്ര ചെയ്ത് അപകടം പതിയിരിക്കുന്ന സഞ്ചാരപാതകളിൽ കൂടി സഞ്ചരിച്ച് ആത്മധൈര്യം എന്നതിന്റെ സാധ്യതകൾ തിരിച്ചറിയുന്ന ഒരുപാട് പേരുണ്ട്. വ്യത്യസ്തരായ മനുഷ്യരെയും ജീവിത സാഹചര്യങ്ങളെയും പരിചയപ്പെടുമ്പോൾ ഹൃദയത്തിന്റെ വാതായനങ്ങളും വിശാലമായി തുറക്കുന്നു എന്നതാണ് യാത്രികർ പറയുന്ന അനുഭവം. യാത്രകൾ പകരുന്ന അനുഭൂതികൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെ പ്രവാസവും, പ്രിയപ്പെട്ട വീടും നാടും എല്ലാം വിട്ട് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ നിരവധി പേർ നാട് വിട്ടുപോയിരുന്ന ഒരു കാലം, ആ കാലം കടന്നുപോയിരിക്കുന്നു. ഇത് മെച്ചപ്പെട്ട തൊഴിൽ ജീവിത സാഹചര്യങ്ങൾ തേടിയുള്ള, നിലവാരമുള്ള ജീവിത സാഹചര്യങ്ങൾ തേടിയുള്ള പ്രവാസമാണ് ഇന്നത്തേത്. പുതിയ തലമുറയുടേത് വ്യത്യസ്തമായ ആവശ്യങ്ങളാണ്, ആഗ്രഹങ്ങളാണ്. വിദ്യാഭ്യാസം, മികച്ച തൊഴിൽ, സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹിക സുരക്ഷിതത്വം എന്നിങ്ങനെ നിരവധി പ്രലോഭനങ്ങൾ അവർക്ക് മുൻപിലുണ്ട്. പണ്ട് സിലോൺ, ഇന്നത്തെ ശ്രീലങ്ക, അതല്ലെങ്കിൽ ഫെഡറൽ സ്റ്റേറ്റ്സ് ഓഫ് മലയ, സിംഗപ്പൂർ എന്നൊക്കെയായിരുന്നു ആദ്യ കാലത്തെ ലക്ഷ്യം. പിന്നീട് അത് ഗൾഫിലേക്കായി, അറേബ്യൻ ഗൾഫായി, ചൈന, ജപ്പാൻ, കൊറിയ, UK, US, ഓസ്ട്രേലിയ, ആഫ്രിക്ക, ഇങ്ങനെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും മലയാളി സാന്നിധ്യം ഉണ്ട്. അങ്ങനെ യാത്ര ചെയ്യുന്ന 2 വ്യക്തികളുടെ ജീവിതാനുഭവങ്ങളിലേക്കാണ് നാം ഇന്ന് ചെന്നെത്തുന്നത്. ഇന്നത്തെ വേദി പങ്കിടാൻ, യാത്രയുടെയും പ്രവാസത്തിന്റെയും അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ശ്രീ വിജയൻ മടപ്പള്ളി, ശ്രീമതി അബ്രിത ഭാനു എന്നിവരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. 2 പേരെയും ഇന്നത്തെ ക്ലബ് ഹൗസ് മീഡിയ റൂമിന്റെ ലോകമേ തറവാട് വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മീഡിയ റൂമിലെ പരിപാടികളുടെ ശ്രോതാക്കളായി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും പരമ്പരയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഓതുന്നു. പരിപാടിയിൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിട്ടുള്ള ശ്രീ വിജയൻ മടപ്പള്ളിയെയാണ് ആദ്യം ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം സംസാരിച്ചതിന് ശേഷം ശ്രീമതി അബ്രിത ഭാനുവിലേക്ക് നാം പോകും. ആദ്യം ശ്രീ വിജയൻ മടപ്പള്ളി. ശ്രീ വിജയൻ മടപ്പള്ളി സർ ഒന്ന് പരിചയപ്പെടുത്തിയതിന് ശേഷം, നമസ്കാരം സർ, അങ്ങയെ ഒന്ന് കുറച്ച് വാക്കുകൾ കൊണ്ടൊന്ന് പരിചയപ്പെടുത്തിയതിന് ശേഷം അങ്ങയ്ക്ക് സംസാരിക്കാം. ഓക്കെ. കോഴിക്കോട് ജില്ലയിൽ വടകരയ്ക്കടുത്ത് മടപ്പള്ളിയിലാണ് എന്റെ ജന്മദേശം. ഹലോ സർ, ഞാൻ പരിചയപ്പെടുത്തിയതിന് ശേഷം അങ്ങ് സംസാരിച്ചാൽ മതിയാകും. ശ്രീ വിജയൻ മടപ്പള്ളി സുദീർഘമായ ഒരു കാലഘട്ടം, കൃത്യമായി പറഞ്ഞാൽ 3.5 പതിറ്റാണ്ട് കാലം ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ പ്രവാസിയായിരുന്ന വ്യക്തിയാണ്. സ്വാതന്ത്ര്യ പൂർവ്വകാലത്ത് ഇന്ത്യയിലെ ഭൂപ്രദേശത്ത് നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ സമൂഹത്തിൽ, അതൊരു കുപ്രസിദ്ധി ആർജിച്ച ഒരു ദ്വീപും കൂടിയാണ്. നമുക്കറിയാം, ഇപ്പോഴും കേന്ദ്രഭരണ പ്രദേശമാണത്. കാലാപാനി എന്നറിയപ്പെടുന്ന ജയിൽ സമുച്ചയം രാഷ്ട്രീയ തടവുകാരെ പാർപ്പിച്ചിരുന്ന ഇടം കൂടിയായിരുന്നു. അവിടെ 1968
കുടിപ്പാർപ്പ് തുടങ്ങിയ ഒരു മലയാളിയാണ് ശ്രീ വിജയൻ മടപ്പള്ളി. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തിരുന്ന അദ്ദേഹം 37 വർഷം ആൻഡമാൻസിലാണ് ജീവിതം ചെലവഴിച്ചത്. കോഴിക്കോട് വടകര മടപ്പള്ളി സ്വദേശിയാണ് ശ്രീ വിജയൻ. കുങ്കുമം ഗ്രൂപ്പ് പ്രസിദ്ധീകരണങ്ങളിൽ 1980-90 കാലഘട്ടത്തിൽ ദ്വീപുകളെ സംബന്ധിച്ച് നിരവധി ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെതായി. 1981 ജി ശങ്കരപ്പിള്ളയുടെ അക്കരെ എന്ന വളരെ പ്രശസ്തമായ ഒരു നാടകമാണ് ആകാശവാണി പോർട്ട് ബ്ലെയർ നിലയത്തിൽ അവതരിപ്പിച്ചപ്പോൾ അതിൽ ശബ്ദ സാന്നിധ്യമായി ശ്രീ വിജയൻ. നാടകം, കഥ, ഫീച്ചർ, സംഗീതശില്പം, ലളിതഗാനങ്ങൾ, ലേഖന രചന, സ്റ്റേജ് നാടകങ്ങൾ വരെ ചെയ്തു. പോർട്ട് ബ്ലെയറിൽ കേരള സമാജത്തിന്റെ പ്രസിഡന്റ്, ട്രഷറർ പദവികൾ വഹിച്ചു. ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ ഇപ്പോൾ ബി ഹൈ ഡ്രാമ ആർട്ടിസ്റ്റാണ് അദ്ദേഹം. പോർട്ട് ബ്ലെയറിൽ മാത്രമല്ല, കേരളത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം പ്രവാസം കഴിഞ്ഞ് മടങ്ങിയെത്തിയ അദ്ദേഹം കോഴിക്കോട് ആണ് ഇപ്പോൾ താമസിക്കുന്നത്. അവിടെ യുവ കലാസാഹിതി, സാഹിത്യവേദി എന്നിങ്ങനെ വിവിധ പ്രസ്ഥാനങ്ങളുടെ ഭാരവാഹി കൂടിയാണ്. 11ഓളം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കാലവും കാലാപാനിയും, ആൻഡമാൻ നിക്കോബാറിലെ നാടോടി കഥകൾ, അപാരതയിൽ തിരക്കോളുകൾ, കഥ പറയും കടൽ ദേശത്ത്, ആൻഡമാൻ നിക്കോബാർ ചരിത്രം, ആൻഡമാൻ ജയിലും വീര സവാർക്കറും തുടങ്ങി 11ഓളം പുസ്തകങ്ങൾ. പരസ്പരം വായനക്കൂട്ടം 2021 സഞ്ചാര സാഹിത്യ പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചു. എഴുത്തച്ഛൻ സാഹിത്യ സമിതി നോവൽ ജൂറി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അത് 2022. നാടക പ്രതിഭ എന്ന രീതിയിൽ അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അക്ഷരദീപം സാംസ്കാരിക നോവൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഈ വേദിയിലേക്ക് ശ്രീ വിജയൻ മടപ്പള്ളിയെ പ്രവാസ ജീവിതത്തിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ വിജയൻ മടപ്പള്ളി സംസാരിച്ചതിന് ശേഷം ശ്രീമതി അബ്രിത ബാനുവിനെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. സ്വാഗതം. നമസ്കാരം. ശ്രീ വിജയൻ സർ, നമസ്കാരം. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ കൂപ്പുകൈ. ശ്രീമതി ഹേമ പറഞ്ഞത് ചെറിയൊരു തിരുത്ത് എനിക്ക് നൽകേണ്ടതുണ്ട്. കാരണം 11 പുസ്തകങ്ങളല്ല, 13 പുസ്തകങ്ങൾ ഇതുവരെയായി എൻ്റെതായി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ 1981 പോർട്ട് ബ്ലെയർ നിലയം അവതരിപ്പിച്ച അക്കരെ നാടകം ദേശീയ അവാർഡ് വാങ്ങിയ ഒരു നാടകമായിരുന്നു. 1968 ഏപ്രിൽ മാസത്തിലാണ് ഞാൻ ആൻഡമാനിൽ എത്തുന്നത്. അവിടെ എൻ്റെ അടുത്തൊരു ബന്ധു ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ക്ഷണപ്രകാരമാണ് ഞാൻ ചെല്ലുന്നത്. അവിടെ ആ കാലത്ത് ജോലി കിട്ടാൻ വളരെ എളുപ്പമായിരുന്നു എന്ന ഒരു വിവരം എനിക്ക് ലഭിക്കുകയുണ്ടായി. അതനുസരിച്ചാണ് ഞാൻ ചെന്നൈയിൽ നിന്നുള്ള, അന്ന് മദിരാശിയാണ്, മദിരാശിയിൽ നിന്ന് കപ്പൽ കയറി ആൻഡമാനിൽ എത്തുന്നത്. സ്റ്റേറ്റ് ഓഫ് ബോംബെ എന്ന കപ്പലായിരുന്നു. അവിടെ ആ കാലത്ത് ജോലി കിട്ടാൻ എളുപ്പത്തിന്റെ ഒരു വിശേഷം ഞാൻ പറയാം. ദ്വീപുകൾ പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരമായിരുന്നു. പല വകുപ്പുകൾക്കും ആവശ്യമായ സ്റ്റാഫിനെ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. പ്രത്യേകിച്ച് ടെക്നിക്കൽ സ്റ്റാഫിനെ, എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ സ്റ്റാഫിനൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതേപോലെ സ്റ്റെനോഗ്രാഫർ. അപ്പോൾ മദ്രാസിൽ നിന്നും കൽക്കത്തയിൽ നിന്നും പോർട്ട് ബ്ലെയർ കപ്പലെത്തുന്ന ദിവസം അന്ന് പല വകുപ്പ് തലവന്മാരും ഹാർബറിൽ എത്തുമായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ എത്തുന്നത് അവർക്ക് ആവശ്യമുള്ള സ്റ്റാഫ് കപ്പലിറങ്ങി വരുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. പലരും ആ സമയത്ത് തന്നെ, പല വകുപ്പ് തലവന്മാരും ആ സമയത്ത് തന്നെ കപ്പലിറങ്ങി വരുന്നവരെ കണ്ടുപിടിച്ച് അവർക്ക് അപ്പോൾ തന്നെ അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കുന്ന ഒരു നിയോഗമുണ്ടായിരുന്നു. അത്രയും ബുദ്ധിമുട്ടിയ അവസരമായിരുന്നു അവിടെ പല തസ്തികകൾക്കും
ആവശ്യമായ ഉദ്യോഗാർത്ഥികളെ കിട്ടാൻ. 68 ഏപ്രിൽ ഞാൻ എത്തിയതിനു ശേഷം എനിക്ക് ഈ ജോലി കിട്ടുന്നത് ജൂലൈ മാസത്തിലാണ്. ഏതാണ്ട് 1 മാസം കഴിയുമ്പോഴേക്ക് ആഗസ്റ്റ് മാസത്തിൽ തന്നെ എനിക്ക് നിക്കോബാർ ദ്വീപുകളിലുള്ള കമ്മോട്ട എന്ന ദ്വീപിലേക്ക് എനിക്ക് സ്ഥലമാറ്റം ലഭിച്ചു. കമ്മോട്ട ദ്വീപിലെത്തിയ സമയത്ത് അവിടെ വളരെ വിരലിൽ എണ്ണാവുന്ന മലയാളികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രത്യേകിച്ച് എല്ലാ വിഭാഗങ്ങളിലും മലയാളികൾ ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ വളരെ കുറവായിരുന്നു അവിടെ മലയാളികൾ. മറ്റ് ഗവൺമെന്റ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ മറ്റൊരു വശത്ത് ഉണ്ടായിരുന്നത് നിക്കോബാറി ആദിവാസികളായിരുന്നു. പക്ഷെ നിക്കോബാറി ആദിവാസികളുമായി നമ്മൾക്കൊന്നും യാതൊരു സമ്പർക്കവും പാടില്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് 1 വർഷം കഴിയുമ്പോഴേക്കും എനിക്ക് കൊച്ചിയിൽ ഒരു ഫിഷറീസ് ട്രെയിനിങ് സെന്ററിലേക്ക് ഒരു പരിശീലനത്തിനുള്ള അവസരം കിട്ടി. 1 വർഷം ഞാൻ അവിടെ കൊച്ചിയിൽ ഉണ്ടായിരുന്നു, എറണാകുളത്ത്. അത് കഴിഞ്ഞ് വീണ്ടും ദ്വീപിലേക്ക് മടങ്ങി. അവിടെ നിന്ന് വീണ്ടും പല സ്ഥലങ്ങളിലേക്കും എനിക്ക് സ്ഥലമാറ്റം കിട്ടി. കാർ നിക്കോബാർ എന്ന സ്ഥലത്തായിരുന്നു എനിക്ക് ആദ്യം സ്ഥലമാറ്റം ലഭിച്ചത്. പിന്നീട് ഗ്രേറ്റ് നിക്കോബാർ. ഗ്രേറ്റ് നിക്കോബാർ എന്ന് പറയുമ്പോൾ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഒരു വലിയ ദ്വീപാണ് ഗ്രേറ്റ് നിക്കോബാർ. അവിടെയാണ് ഈ അടുത്ത കാലത്തായി കേന്ദ്ര ഗവൺമെന്റ് 72,000 കോടി രൂപ ചെലവഴിച്ച് വലിയ ടൗൺഷിപ്പും വലിയ ഹാർബറും ഒക്കെ ഉണ്ടാക്കാനുള്ള പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ക്യാമ്പൽ ബേ എന്ന സ്ഥലമാണ് ഗ്രേറ്റ് നിക്കോബാറിലെ ഹെഡ്ക്വാർട്ടേഴ്സ്. അവിടെ 1 കൊല്ലം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം പോർട്ട് ബെയിലേക്ക് വീണ്ടും തിരിച്ചെത്തി 1978. ഏതാണ്ട് ഞാൻ പോർട്ട് ബെയിലെത്തി 10 കൊല്ലക്കാലം ഞാൻ മറ്റു ദ്വീപുകളിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പോർട്ട് ബെയിൽ എത്തിയതിനു ശേഷം അവിടെ എനിക്ക് ആകാശവാണിയുമായി ബന്ധപ്പെടാൻ അവസരം ലഭിച്ചത് 1978 കാലഘട്ടത്തിൽ. പിന്നീട് 78 മുതൽ ഏതാണ്ട് 1990 വരെ ആകാശവാണിയിൽ നല്ല പരിപാടികളൊക്കെ അവതരിപ്പിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. ആ സമയത്താണ് കേരള സമാജത്തിൽ എനിക്ക് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കാനും ഉള്ള അവസരം ലഭിച്ചത്. കേരള സമാജത്തിൽ 1989 കേരളത്തിന്റെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന EK നായനാർ അദ്ദേഹം അവിടെ വന്നിരുന്നു. 89 ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തോടൊപ്പം അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന AC ഷൺമുഖദാസും എത്തിയിരുന്നു. പിന്നെ പോർട്ട് ബെയിൽ എത്തുന്നത് നമ്മുടെ വക്കം പുരുഷോത്തമനാണ്. 1993 അദ്ദേഹം അവിടെ ലഫ്റ്റനന്റ് ഗവർണറായി എത്തി. 96 അദ്ദേഹം കേരളത്തിലെ ഒരു നിയമസഭാ ഇലക്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടി ലഫ്റ്റനന്റ് ഗവർണർ എന്ന പദവി രാജിവെച്ചു നാട്ടിലേക്ക് തിരിക്കുകയായിരുന്നു. ആൻഡമാൻ ദ്വീപിലെ ഏറ്റവും അനുഭവം എന്ന് പറയുന്നത് 2004 എനിക്ക് സുനാമി ഉണ്ടായപ്പോൾ അതിൽ നിന്ന് ഞാൻ ഓടി രക്ഷപ്പെട്ടു. 2004 അന്ന് പോർട്ട് ബെയിലില് കടലേറ്റമാണ് കൂടുതൽ ഉണ്ടായിരുന്നത്. അതേസ്ഥാനത്ത് നിക്കോബാർ ദ്വീപുകളിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നത്. അത് പ്രത്യേകിച്ച് ഇന്തോനേഷ്യയുമായിട്ട് ഏറ്റവും അടുത്ത പ്രദേശം ഗ്രേറ്റ് നിക്കോബാർ ആണ്. നിക്കോബാർ ഗ്രൂപ്പിൽപ്പെട്ട ഗ്രേറ്റ് നിക്കോബാർ, അതേപോലെ മറ്റു ദ്വീപുകളും. പല ദ്വീപുകളിലും 30 മീറ്റർ ഉയരത്തിൽ ആഞ്ഞടിച്ച തിരകൾ ഏതാണ്ട് എല്ലാ വില്ലേജുകളെയും നാമാവശേഷമാക്കിയിരുന്നു. പല വീടുകളെയും ആ വീട്ടിലുള്ള 16 17 അംഗങ്ങളോടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു അന്ന് സുനാമി ആഞ്ഞടിച്ചത് നിക്കോബാർ ദ്വീപുകളിൽ. ആൻഡമാനെ അത് വളരെ കാര്യമായിട്ട് ബാധിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്ന് പറയുമ്പോൾ ആൻഡമാൻ സമൂഹവും നിക്കോബാർ സമൂഹവും പ്രത്യേകിച്ചുള്ള ദ്വീപുകളാണ്. രണ്ടും വിഭാഗങ്ങളാണ്. ആൻഡമാൻ തെക്ക് വിഭാഗത്തും ആൻഡമാൻ വിഭാഗം വടക്കും നിക്കോബാർ വിഭാഗം തെക്കുമാണ്. നിക്കോബാർ വിഭാഗമാണ് ഇന്തോനേഷ്യയുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന ദ്വീപുകൾ. അവിടെയാണ് ഇന്തോനേഷ്യയിൽ ഭൂകമ്പവും സുനാമിയും ഉണ്ടായപ്പോൾ ഏറ്റവും അധികം ബാധിച്ച
ഇന്ത്യൻ പ്രദേശം. അവിടുന്ന് പിന്നീട് കേരളത്തിനും തമിഴ്നാട്ടിലും ഒക്കെ സുനാമി ആഞ്ഞടിച്ചിരുന്നു. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായത് നിക്കോബാർ ദ്വീപുകളിലാണ്. പക്ഷെ അവിടെ അന്ന് ഇന്നത്തെ പോലെ CCTV-യോ അല്ല അതുപോലുള്ള മറ്റ് സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എല്ലാം പ്രത്യേകിച്ച് ആ ദ്വീപുകളിലെ നിക്കോബാരി ഗോത്രവർഗ്ഗക്കാർ, അവർക്കാണ് ഏറ്റവും കൂടുതൽ നാശം ഉണ്ടായത്. കൂട്ടത്തിൽ അവിടെ ജോലി ചെയ്തിരുന്ന മലയാളികൾ അടക്കമുള്ള മറ്റു സംസ്ഥാനക്കാർക്കും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ ആ 2005 നവംബറിലാണ് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. 3 വർഷം എനിക്ക് സർവീസ് ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ BRS എടുത്ത് 2005 നവംബർ മാസത്തിൽ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു. നാട്ടിലെത്തിയതിനു ശേഷം നാട്ടിൽ ചില സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ. പ്രധാനമായും നാട്ടിൽ എഴുത്തും വായനയുമായിട്ടാണ് കഴിഞ്ഞുകൂടുന്നത്. നാട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ കൂടുതൽ പുസ്തകങ്ങൾ എഴുതിയത്. പ്രത്യേകിച്ച് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ പശ്ചാത്തലത്തിൽ അവിടെ ഉണ്ടായ അനുഭവങ്ങളും മറ്റുള്ളവർക്ക് ഉണ്ടായ അനുഭവങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ പല പുസ്തകങ്ങളും എഴുതിയത്. അതിൽ പ്രധാനം തന്നെ സാഗരതാണ്ഡവം എന്ന നോവലാണ്. കൂടാതെ ദ്വീപുകൾ നിലവിളിച്ചപ്പോൾ എന്നത് ശരിക്കും അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ അനുഭവങ്ങൾ വെച്ച് എഴുതിയതാണ് ദ്വീപുകൾ നിലവിളിച്ചപ്പോൾ. സാഗരതാണ്ഡവം കുറെ കൂടെ നോവൽ, കുറെ കൂടെ ഭാവനയൊക്കെ ചേർത്ത് എഴുതിയ നോവലാണ്. അതിന് അവാർഡ് കിട്ടിയിരുന്നു. അക്ഷരദീപ സാംസ്കാരിക സമിതിയുടെ അവാർഡ് കിട്ടിയിരുന്നു. ഇത്രയുമാണ് ഇപ്പൊ തൽക്കാലം പറയാനുള്ളത്. മറ്റു കാര്യങ്ങൾ പിന്നീട് നോക്കാം. ഹലോ ഹലോ. ആ ഓക്കെ സർ, അപ്പോ നമുക്ക് അടുത്ത അതിഥിയിലേക്ക് പോവാം. അതിനുശേഷം സാറിന്റെ അടുത്ത് സാറിന് കൂടുതൽ കാര്യങ്ങൾ പറയണമെങ്കിൽ പറയാം, ഞങ്ങൾക്ക് ചോദിക്കാനുള്ളതും ചോദിക്കാം. ഓക്കെ, നിങ്ങളുടെ ചോദ്യങ്ങളാവട്ടെ, അതിന് ശേഷം പറയാം. അതിന് കുറെ കൂടെ നല്ലത്. അതെ. അബ്രീദയുടെ അനുഭവങ്ങളും കൂടി പങ്കുവച്ചതിന് ശേഷം നമ്മൾ ചോദ്യങ്ങളിലേക്ക് വരാം. ഓക്കെ. ശ്രീമതി അബ്രീദ ബാനു ജാമിയ മിലിയയിൽ നിന്ന്, ഡൽഹിയിലെ ജാമിയ മിലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് LLB കംപ്ലീറ്റ് ചെയ്ത ശേഷം ന്യൂഡൽഹിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അബ്രീദ. ട്രാവൽ ഫീഡ്സ് എന്നത് ഒരു ഗ്രൂപ്പ് ട്രാവലിംഗ് കമ്മ്യൂണിറ്റിയാണ്. അതിന്റെ ഫൗണ്ടർ കൂടിയാണ് അബ്രീദ. 2022 കറക്കം എന്ന പേരിൽ ഒരു യാത്രാ വിവരണം എഴുതിയിട്ടുണ്ട് അബ്രീദ. 2022 അത് പ്രസിദ്ധീകരിച്ചത്. അതിനുശേഷം 2024 ആമിന ടു ആൻഡ് ഫ്രം ഡൽഹി എന്ന ഒരു നോവൽ എഴുതി. ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും നോർത്ത് ഈസ്റ്റ് ഒഴിച്ച് സഞ്ചരിച്ചിട്ടുണ്ട്. അതുപോലെ ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്, ഇവിടെ മാത്രം പോയിട്ടില്ല. വളരെ ബ്രീഫായിട്ടുള്ള ഒരു പ്രൊഫൈലാണ് അബ്രീദ അയച്ചു തന്നത്. കൂടുതൽ കാര്യങ്ങൾ അബ്രീദയിൽ നിന്ന് തന്നെ നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കാം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അബ്രീദയുടെ യാത്രകൾ നമുക്കറിയേണ്ടത്, അബ്രീദ ഒറ്റയ്ക്കാണോ യാത്ര ചെയ്തത്, കൂടെ സംഘങ്ങളായിട്ട്, ഇപ്പൊ ഈ ട്രാവൽ ഫീഡ്സ് എന്ന് പറയുന്ന സംഘടനയുടെ കൂടെയാണോ, എങ്ങനെയൊക്കെയാണ് യാത്രകൾ, അതുപോലെ ഓരോ സ്ഥലത്തും ഇന്ത്യയെ തന്നെ കണ്ടെത്തുന്ന യാത്രകളാണല്ലോ, ആ കണ്ടെത്തലുകളിൽ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളും കൂടി പങ്കുവയ്ക്കാം. കോഴിക്കോട് സ്വദേശിയാണ് അബ്രീദ. ഇപ്പോ ഡൽഹിയിൽ കഴിഞ്ഞ 7 വർഷമായിട്ട് ഡൽഹിയിലാണ് സ്ഥിരവാസം. ഡൽഹിയിൽ ലോ പ്രാക്ടീസ് ചെയ്യാണ്. അബ്രീദയുടെ പാർട്ട്ണറും അവിടെ തന്നെ ഡൽഹിയിൽ തന്നെയാണുള്ളത്. അബ്രീദയെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ സംസാരിക്കാനാവുന്നതിൽ. സോ അതിനാദ്യം തന്നെ എന്നെ ക്ഷണിച്ച അതിൻ്റെ ഭാരവാഹികളോട് നന്ദി അറിയിക്കുകയാണ്. സോ ഹേമ മാഡം
വളരെ ചെറിയ വാക്കുകളിൽ എന്നാൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ എന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നുകൂടെ വിശദമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ പേര് അബ്രീത ബാനു. ഞാൻ ഈ പറഞ്ഞതുപോലെ കോഴിക്കോട് പേരാമ്പ്രയ്ക്ക് അടുത്താണ് സ്വദേശം. ഇപ്പോൾ ഒരു 7 വർഷത്തോളമായിട്ട് ഡൽഹിയിലാണ്. ഞാൻ +2 കഴിഞ്ഞ് എൻ്റെ LLB ഇവിടെ നിന്നാണ് ചെയ്തത്, ജാമിയ മില്ലിയ ഇസ്ലാമിയിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് ഒരു 2 വർഷത്തോളമായിട്ട് ഇവിടെ തന്നെ പ്രാക്ടീസ് ചെയ്ത് വരികയാണ്. സോ ഞാൻ ഇവിടെ ഡൽഹിയിൽ വന്നതിന് ശേഷം ആണ് യാത്രകൾ പോയി തുടങ്ങുന്നത്. ഒന്നുകൂടെ ഒരു പർപ്പസ്ഫുള്ളി യാത്രകൾ ചെയ്യുക എന്നുള്ള ഒരു തലത്തിലേക്ക് എത്തുന്നത് ഡൽഹിയിൽ എത്തിയതിന് ശേഷമാണ്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് അതിന് ഹെൽപ്പ് ചെയ്തത്. ഒന്നുകൂടെ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഷെഡ്യൂൾസ് ഒന്നും അല്ല നമുക്ക് ക്ലാസ്സിനായാലും ഒക്കെ ഉണ്ടാവുക. ഒരു ഉച്ചവരെയുള്ള ക്ലാസ്സുകളും ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഓഫുകളൊക്കെ ഉള്ള സമയത്ത് പോയ ചെറിയ ചെറിയ യാത്രകളിൽ നിന്നാണ് യാത്രകൾ എന്ന് പറയുന്ന ഒന്നിനോട് വലിയ കമ്പം തോന്നി തുടങ്ങുന്നതും പിന്നീട് കുറച്ചെങ്കിലും യാത്രകൾ പോവാൻ സാധിക്കുന്നതും. അപ്പോൾ കൂടുതലും ഇന്ത്യയിൽ തന്നെ ഡൽഹി എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും മധ്യത്തിൽ നിൽക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് മിക്ക സ്ഥലങ്ങളിലേക്കും പോകാൻ എളുപ്പമാണ്. ഒരു രാത്രിയുടെ ദൈർഘ്യമാണ് ഡൽഹിയിൽ നിന്ന് പല സ്ഥലത്തേക്കും ഉണ്ടാവുക. അങ്ങനെ ഏറ്റവും എളുപ്പമുള്ള സ്ഥലങ്ങളിൽ തുടങ്ങി അങ്ങനെയാണ് യാത്രകൾ ചെയ്തു തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്താണ് ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്താണ് CAA സമരം ഉണ്ടാവുന്നത്. അത് ജാമ്യയിൽ നിന്നായിരുന്നു അതിൻ്റെ ഒരു വലിയ തോതിലുള്ള സമരം ത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ് അവിടെ നിന്നാണ് ഉണ്ടായത്. അപ്പോൾ അതിലൊക്കെ പങ്കെടുത്ത് അതിനുശേഷമാണ് നനച്ചിരിക്കാതെ കൊറോണ വരുന്നത്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ലോക്ക്ഡൗണിൽ പെട്ടിരിക്കുന്ന ഒരു സമയത്താണ് ട്രാവൽ ഫീറ്റ്സ് എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നത്. ഞാനും എൻ്റെ പാർട്ട്ണറും കൂടെ ചേർന്നിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആദ്യം അത് 2019 ആ സമയത്താണ്. അപ്പോൾ ആദ്യം അതിൻ്റെ ഒരു ലക്ഷ്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാകുന്നത് ഒരുപാട് ആളുകൾക്ക് ആഗ്രഹമുണ്ട്. ഇപ്പം മണാലിയിലും കാശ്മീരിലും ഡൽഹിയിലും പഞ്ചാബിലും ഒക്കെ വരാനും കാണാനും ഒക്കെ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾക്ക് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ അത്രത്തോളം അറിവ് ആളുകൾക്കില്ല എന്നുള്ളത്, എങ്ങനെ ഇവിടേക്ക് വരും. അല്ലെങ്കിൽ ആളുകൾ കരുതിയിരുന്നത് ഇതിന് വലിയ തുക ചെലവാകും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ പലരും ആഗ്രഹമുണ്ടായിട്ട് പോലും മടിക്കുകയാണ് പതിവ്. അപ്പം അങ്ങനെയല്ല, നമ്മളൊന്ന് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത്ര വലിയൊരു തുക ചെലവാക്കാതെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്യാം എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഇങ്ങനൊരു ട്രാവൽ ഫീറ്റ്സ് തുടങ്ങുന്നത്. അപ്പം ആദ്യം നമ്മൾ ചെയ്തിരുന്നത് കൊറോണ സമയത്താണ് തുടങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് ആ സമയത്ത് യാത്രകളൊന്നും സംഘടിപ്പിക്കാൻ സാധിച്ചിരുന്നില്ല. അപ്പം നമ്മൾ ചെയ്തിരുന്നത് ഇത്തരം സ്ഥലങ്ങളിലേക്കുള്ള ഇറ്റിനറീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്നെങ്കിലും ഈ കൊറോണയൊക്കെ ഒന്ന് അവസാനിച്ച ആളുകൾക്ക് യാത്ര ചെയ്യാൻ തുടങ്ങാൻ പറ്റുന്ന ഒരു കാലത്ത് അവർക്ക് ഇതൊരു ഹെൽപ്ഫുൾ ഗൈഡ് ആവും എന്നുള്ള രീതിയിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം കാശ്മീരിലോട്ടാണെങ്കിലും നമുക്ക് എങ്ങനെ കാശ്മീരിൽ എത്താം, അവിടെ എവിടെ താമസിക്കാം, എന്തൊക്കെ കാര്യങ്ങൾ കാണാം, അങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്കും എങ്ങനെ എളുപ്പത്തിൽ ട്രാവൽ ചെയ്ത് എത്താം, ഇവിടേക്കൊക്കെ എത്ര രൂപ വരെയൊക്കെ ഒരു ഹോട്ടലിന് ചിലവാകും, അല്ലെങ്കിൽ നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ എത്ര ചിലവാകും, ഇവിടെ നമ്മൾ മസ്റ്റായിട്ട് കാണേണ്ട സ്ഥലങ്ങൾ എന്തൊക്കെയാണ്, അത് ഏതൊക്കെ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാം, മസ്റ്റായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഫുഡ് എന്തൊക്കെയാണ്, അവരുടെ കൾച്ചർ എന്തൊക്കെയാണ്, ഇങ്ങനത്തെ പിന്നെ മസ്റ്റായിട്ടുള്ള കുറച്ച് സംഗതികൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. പിന്നെ രണ്ടാമത്തത് അധികം ആളുകൾക്ക് അറിയാത്ത സ്ഥലങ്ങളിലേക്കുള്ള ഒരു ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഉത്തരാഖണ്ഡിലുള്ള നാഗ്ടിബ പോലെയുള്ള അല്ലെങ്കിൽ ഹിമാചലിലുള്ള പ്രഷാർ പോലെയുള്ള സ്ഥലങ്ങളിലോട്ട് ആളുകൾ ഒരുപാട് എത്തിപ്പെടുന്നില്ല. പക്ഷെ വളരെ
എളുപ്പമായിട്ട് വലിയ പൈസയൊന്നും ചെലവാക്കാതെ അവിടേക്ക് എത്തിപ്പെടാമെന്നും അതെങ്ങനെ എത്താമെന്നും ഒക്കെയുള്ള ഗൈഡൻസ് കൊടുക്കലാണ് ആദ്യം ചെയ്തിരുന്നത്. ആ സമയത്ത് ഇൻസ്റ്റഗ്രാമിൽ ഒരു പ്രൊഫൈല് തുടങ്ങിയിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. പിന്നെ കൊറോണയൊക്കെ ഒന്ന് അവസാനിച്ച് ആളുകൾ യാത്ര ചെയ്തു തുടങ്ങിയ സമയത്ത് ഇന്ത്യയിലുടനീളം പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിലേക്കുള്ള പാക്കേജുകൾ നമ്മൾ ആളുകൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ എടുക്കാറുണ്ട്. അതുകൂടാതെ മിന്നൽ എന്നുള്ള പേരിൽ നമ്മൾ കേരളത്തിൽ തന്നെ ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. അപരിചിതരായിട്ടുള്ള ആളുകൾ ചേർന്ന് ഒരു രാത്രിയും 2 പകലുകളുമായിട്ട് അങ്ങനെയുള്ള ക്യാമ്പുകളും നമ്മൾ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പുകളും സംഘടിപ്പിക്കാറുണ്ട്. ഇതാണ് ട്രാവൽ ഫീഡ്സിന്റെ ഒരു ചെറിയ വിശദീകരണം. പിന്നെ അതേ സമയത്ത് തന്നെയാണ് പുസ്തകം എഴുതുന്നത്. അതിനു മുന്നേ നമ്മൾ ചെറിയ ചെറിയ സോഷ്യൽ മീഡിയകളിലും അല്ലാതെ ചെറിയ മാഗസിനുകളിലൊക്കെ എഴുതിയതിൻ്റെ അപ്പുറത്തോട്ട് അങ്ങനെ എഴുത്തിലേക്ക് വലുതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതേ സമയത്ത് ഇതുപോലെ കൊറോണയിൽ ഒന്നും ചെയ്യാനില്ലാതിരിക്കുന്ന സമയത്താണ് മുന്നേ പോയ യാത്രകളിൽ ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഏറെ ഇഷ്ടമുള്ള 10 സ്ഥലങ്ങൾ കൂട്ടിയിണക്കി കറക്കം എന്ന പേരിൽ ഒരു പുസ്തകം എഴുതുന്നത്. അതിലുണ്ടായിരുന്ന സ്ഥലങ്ങൾ രാജസ്ഥാനിലെ പുഷ്കർ മേള കാണാൻ പോയത്, പിന്നെ പഞ്ചാബ്, പിന്നെ കുംഭമേള, നേപ്പാൾ, വാലി ഓഫ് ഫ്ലവേഴ്സ്, ദൂദ് സാഗർ, കീർഗംഗ, പ്രഷാർ, പിന്നെ മുംബൈ, രാജസ്ഥാൻ. ഇങ്ങനെ 10 യാത്രകൾ ചേർത്ത് എഴുതിയ പുസ്തകമാണ് കറക്കം. അത് 2022 ഓഗസ്റ്റ് 6 പ്രസിദ്ധീകരിക്കുന്നത്. കോഴിക്കോട് ബേസ്ഡ് ആയിട്ടുള്ള ലിറ്റാഡ് ബുക്സ് ആണ് അത് പ്രസിദ്ധീകരിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് 2024 കഴിഞ്ഞ നവംബറിലാണ് രണ്ടാമത്തെ പുസ്തകം വരുന്നത്. അതൊരു നോവലാണ്, ആമിന ടു ആൻഡ് ഫ്രം ഡൽഹി എന്നാണ് അതിൻ്റെ പേര്. ഇപ്പൊ പുറത്തേക്ക് പഠിക്കാൻ വരുന്ന ഒരു പെൺകുട്ടി കൂടുതൽ ജീവിതത്തിൽ വലിയ ലൈക്ക് ഒരുപാടൊന്നും എക്സ്പ്ലോർ ചെയ്തില്ലാത്തൊരു പെൺകുട്ടി ആദ്യമായി ഒട്ടും പരിചിതമല്ലാത്ത ഒരു സ്ഥലത്ത് ഒരു കൾച്ചറിലോട്ട് ഇൻഫ്യൂസ്ഡ് ആവുമ്പം അവള് നേരിടുന്ന കുറേ അനുഭവങ്ങളും ആ ചാലഞ്ചസും എക്സ്പീരിയൻസുകളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ അവൾക്ക് ഹെൽപ്പായിട്ട് വരുന്ന കുറേ മനുഷ്യരും ഒക്കെയാണ് ഈ പുസ്തകത്തിൽ. അപ്പോൾ ഒരു യാത്രയിൽ തുടങ്ങി മറ്റൊരു യാത്രയിൽ അവസാനിക്കുന്ന ഒരു കുഞ്ഞു നോവലാണ് ആമിന ടു ആൻഡ് ഫ്രം ഡൽഹി. സോ ഇത് രണ്ടുമാണ് പബ്ലിഷ്ഡ് വർക്ക് ആയിട്ടുള്ളത്. അല്ലാതെ മനോരമ, മാതൃഭൂമി പോലെയുള്ള പ്ലാറ്റ്ഫോംസിൽ അവരുടെ ആഴ്ച പതിപ്പിലും ഒക്കെ ആയിട്ടും സ്ഥിരമായിട്ട് എന്നല്ല എഴുതി വരാറുണ്ട്. അല്ലാതെയുള്ള ഓൺലൈൻ മാഗസിനുകളിലും വീഡിയോകളായിട്ടും ചെയ്യാറുണ്ട്, എഴുതിയും വരുന്നുണ്ട്. പിന്നെ അല്ലാതെ ഞാനിപ്പോൾ ഡൽഹിയിൽ അഡ്വക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. എൻ്റെ സീനിയർ ഒരു സുപ്രീം കോടതി AOR ആണ്. പുള്ളിയുടെ അസോസിയേറ്റ് ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. സോ ഇതാണ് എൻ്റെ ഒരു വളരെ ചെറിയ ഒരു ബ്രീഫ് എന്ന് പറയുന്നത്. അപ്പം വിജയൻ സാറ് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഒരുപാട് അനുഭവങ്ങളുള്ള അല്ലെങ്കിൽ ഒരുപാട് കഥകൾ പറയാനുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ പെയിലായിട്ടുള്ള അല്ലെങ്കിൽ വളരെ തുടക്കക്കാരിയായിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം സാറിൻ്റെ അനുഭവങ്ങളും കഥകളൊക്കെ കേട്ടപ്പോൾ വലിയ ഇൻസ്പിറേഷനായി. അപ്പം എന്തായാലും സാറിൻ്റെ കൂടെ ഇങ്ങനെ ഒരു വേദി ഷെയർ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. സോ ഇതാണൊരു ബ്രീഫായിട്ട് പറയാനുള്ളത്. ഇതിൽ കൂടുതൽ പറയണം എന്നാണെങ്കിൽ പറയാം, അല്ലെങ്കിൽ ലൈക്ക് ചോദ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ പോലെയാണ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്താണ് മാം പറഞ്ഞാൽ മതി. ഓക്കെ താങ്ക് യു അബ്രിദ. അബ്രിദയുടെ വളരെ ചുരുങ്ങിയ വിവരണം മാത്രമാണ് നമുക്കിപ്പോൾ കിട്ടിയത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഓരോരുത്തരുടെയും യാത്രാനുഭവങ്ങളും പ്രവാസാനുഭവങ്ങളും ഒക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതിൽ വലിപ്പച്ചെറുപ്പം ഇല്ല, പ്രായ വ്യത്യാസം ഇല്ല. ഓരോരുത്തരും യാത്രകളിൽ അനുഭവിച്ചറിയുന്നത് അവനവന്റെ ഇപ്പൊ കുറെയൊക്കെ എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. രേഖപ്പെടുത്താത്ത ഒരുപാട് അനുഭവങ്ങൾ വേറെ ഉണ്ടാവും. രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ അത് വായിച്ചിട്ടില്ല. പിന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഈ മിന്നൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. അതൊന്നും എന്താണ് അങ്ങനെ ആ ക്യാമ്പിന്റെ പ്രത്യേകത എന്താണ്? ആരൊക്കെയാണ് അതിൽ പങ്കുചേരുന്നത്? എവിടെയൊക്കെയാണ് നിങ്ങൾ സന്ദർശിക്കുന്നത്? അങ്ങനത്തെ കാര്യങ്ങളും കൂടി ഞങ്ങൾക്ക് അറിയണമെന്നുണ്ട്. എന്തായാലും ആദ്യം അതുകൂടി പറയാമോ അബ്രീത?
ഉറപ്പായിട്ടും. ഞാൻ മിന്നൽ നമ്മൾ 2020-ലോ 2021-ലോ ആണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് ട്രാവൽ ഫീഡ്സിന്റെ അണ്ടറിൽ മിന്നൽ എന്ന് പറയുന്ന പേരിൽ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാം എന്നുള്ളതിലേക്ക് എത്തുന്നത്. അപ്പം മിന്നൽ എന്ന് പറയുന്നത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്ന എന്നാൽ വലിയ മാറ്റങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ്. അങ്ങനെയാണ് അതിന് മിന്നൽ എന്ന് പേരിട്ടത്. സോ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ക്യാമ്പ് അനൗൺസ് ചെയ്യും. കേരളത്തിൽ ഏതെങ്കിലും ഒരു വളരെ നല്ല പ്രകൃതി ആയിട്ടിണങ്ങിയ ഒരു പ്രോപ്പർട്ടിയിലാണ് നമ്മൾ കൂടുതലും ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുള്ളത്. എന്നിട്ട് നമ്മളത് സോഷ്യൽ മീഡിയ വഴിയാണ് അനൗൺസ് ചെയ്യാറുള്ളത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ അവരുടെ സ്ലോട്ടുകൾ ബുക്ക് ചെയ്യും. അപ്പോൾ കൂടുതലും ഇപ്പോൾ ഒരാളോ 2 പേരൊക്കെ ആയിരിക്കും ഒരു സ്ലോട്ടിൽ ബുക്ക് ചെയ്യുക. അങ്ങനെ ഒരു 10, 30, 40ഓളം ആളുകൾ ഒന്നിച്ച് ചേർന്നിട്ടാണ് നമ്മൾ ക്യാമ്പിന് പോകുന്നത്. അപ്പം ഇതിൽ കൂടുതൽ ആളുകൾക്കും പരസ്പരം അറിയുന്നത് വളരെ കുറവായിരിക്കും. ആ ക്യാമ്പിൽ അവർ ഒരു 5, 6 ആളുകളിൽ അപ്പുറത്തോട്ടുള്ള ബാക്കി ആളുകളെയൊക്കെ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അപ്പം നമുക്ക് കൂടുതൽ ആളുകളെ അറിയാനും പരസ്പരം നമ്മളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ ഒരു എല്ലോ പോലെ പെട്ടെന്ന് നമ്മളുടെ ഒരു ഡെയിലി ലൈഫിന്റെ കുറേ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ആ ഒരു നമ്മൾ വളരെ ക്ഷീണിച്ച് ഒരേ രീതിയിൽ ഒരേ പേസിൽ പോകുന്ന ഒരു ലൈഫ് ഒന്ന് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നമ്മൾ കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു പദ്ധതിയാണ് മിന്നൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ്. ഇതില് പങ്കെടുക്കുന്നവരുടെ പ്രായം അങ്ങനെ എന്തെങ്കിലും നിഷ്കർഷകളുണ്ടോ? ഇല്ല. ഏതു പ്രായത്തിലുള്ള ഇപ്പം നമ്മളുടെ കൂടെ ഉമ്മയും കുട്ടിയും അമ്മയും കുട്ടിയും ഒരുമിച്ച് വരുന്ന ചെറിയ കുട്ടികൾ മുതൽ വലിയ പ്രായമായിട്ടുള്ള ആളുകൾ വരെ വരാറുണ്ട്. അപ്പം നമ്മൾ പ്രായ പരിമിതികളൊന്നുമില്ല. ഏതാളുകൾക്കും വരാം എന്നുള്ള രീതിയിലാണ് അല്ലെങ്കിൽ ഏതാളുകൾക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ അതിന്റെ എല്ലാം ഒരുക്കാറുള്ളത്. ഓക്കെ. എത്ര ദിവസത്തെ യാത്രയായിരിക്കും അത്? ഒരു ട്രിപ്പ് എത്ര ദിവസം നീണ്ടു നിൽക്കുന്നതായിരിക്കും? നമ്മൾ കൂടുതലും ഒരു രാത്രിയും 2 പകലുകളുമാണ് ഉണ്ടാവുക. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ വയനാട്ടിൽ ഒരു ക്യാമ്പ് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു 12 മണി ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് തുടങ്ങി പിറ്റേന്നൊരു ഉച്ചതിരിഞ്ഞൊരു 1 മണി 2 മണി നേരം വരെയാണ് ക്യാമ്പ് ഉണ്ടാവുക. ഇപ്പൊ അതിനിടയിൽ നമുക്കൊരു ഇപ്പൊ കൂടുതൽ നമുക്കൊരു ട്രെക്കിംഗ് പോവാനുള്ള സ്പോട്ട് അവിടെ ഉണ്ടാവും. നമ്മൾ കുറച്ച് ഒരു മെഡിറ്റേഷൻ സെഷൻ അതിലുണ്ടാവും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാനുള്ള ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ ഉണ്ടാവും. കുറച്ച് ഗെയിംസ് ഉണ്ടാവും. ഇതൊക്കെ എല്ലാ ആളുകൾക്കും ഒരുപോലെ എൻജോയ് ചെയ്യാനും ഒരുപോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുക. രാത്രി ഒരു കഥ പറച്ചിൽ എന്നുള്ള രീതിയിൽ ഒരു ക്യാമ്പ് ഫയർ സെഷൻ ഉണ്ടാവും. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ അവർക്ക് വേണ്ട ഫുഡും അക്കോമഡേഷനും എല്ലാം പ്രൊവൈഡ് ചെയ്യും. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും ക്യാമ്പ് ഉണ്ടാവുക. ഇപ്പോഴും ഈ ക്യാമ്പ് നടത്തുന്നുണ്ടോ? നടത്തുന്നുണ്ട്. നമ്മൾ നാട്ടിലുള്ള സമയത്ത് നമ്മളുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചാണ് ക്യാമ്പുകൾ ചെയ്യാറുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു കേരളത്തിൽ വർഷത്തിൽ എത്ര പ്രാവശ്യം പോകുന്നുണ്ടാവും യാത്ര ഒരു വർഷത്തില്? ഇപ്പൊ എന്നെ സംബന്ധിച്ച് അത് കുറവാണ്. കാരണം ഞാൻ നാട്ടിലുള്ള ഇപ്പൊ ഞാനൊരു 1, 2 വട്ടമൊക്കെ എനിക്കത് കണ്ടക്ട് ചെയ്യാൻ പറ്റാറുള്ളൂ. കാരണം ഞാൻ നാട്ടില് അവൈലബിൾ ആയിട്ടിരിക്കുന്ന സമയം കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പക്ഷെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇങ്ങനെയുള്ള ക്യാമ്പ് കൾച്ചറുകൾ ഇപ്പൊ ഞങ്ങൾ തുടങ്ങിയ 2020 കാലഘട്ടത്തിൽ അത് വളരെ കുറവായിരുന്നു. 2, 3 അല്ലെങ്കിൽ 4 ആളുകളൊക്കെ അത് ഓർഗനൈസ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ ആ ക്യാമ്പ് കൾച്ചർ ഒന്നും കൂടെ കൂടുതലാണ്. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള ഇൻക്ലൂഷൻസും ഡിഫറെന്റ് ആയിട്ട് വരും ഓരോ ക്യാമ്പുകളിലും. ഇപ്പം ചിലർ വളരെ ഹൈ ആയിട്ടുള്ള ഇപ്പൊ DJ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ ലൗഡ് ആയിട്ടുള്ള ക്യാമ്പുകളായിരിക്കും. ചിലത് കുറച്ചും കൂടെ ഒരു റിലാക്സിങ് ആയിട്ടുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കും ചില ക്യാമ്പുകൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പം നമ്മളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അത് പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ശരി. ഇപ്പൊ ഈ മിന്നൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിന് നമുക്ക് നേരത്തെ ബുക്കിംഗ് സ്വീകരിക്കുവോ? അതെ. നമ്മൾക്കത് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് കോണ്ടാക്ട് ഡീറ്റെയിൽസ് എങ്ങനെയായിരിക്കും?
നമ്മളത് നമ്മളുടെ സോഷ്യൽ മീഡിയ വഴിയാണ് അത് അനൗൺസ് ചെയ്യുക. എന്നിട്ട് ഉം. താല്പര്യമുള്ള ആളുകൾക്ക് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഒരു അഡ്വാൻസ് പേയ്മെന്റ് ചെയ്തിട്ട് അവരുടെ സ്ലോട്ട്സ് കൺഫേം ചെയ്യാം. അപ്പം നമ്മൾ അതിൽ ഓൾറെഡി മുൻകൂട്ടി തന്നെ ഡേറ്റും നമ്മളുടെ ഉം. ട്രാവൽ ക്യാമ്പ് ഇൻക്ലൂഷൻസും ഡീറ്റെയിൽസും എല്ലാം പറയും. ഇപ്പം ആരെങ്കിലും ഓക്കെ. ഇൻട്രസ്റ്റ് പ്രകടിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അവരുടെ സംശയങ്ങളൊക്കെ ദൂരീകരിച്ച് അവർ അതിൽ ഓക്കെ ആണെങ്കിൽ അവർ അഡ്വാൻസ് പേ ചെയ്ത് സ്ലോട്ട് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ. അപ്പൊ ഇപ്പൊ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ പോവുകയാണെങ്കിൽ എന്ത് ചെലവ് വരും എന്നുള്ളതോ, എവിടേക്കാണ് യാത്ര എന്നുള്ളതോ, ഏത് രീതിയിലാണ് യാത്രാ മാർഗം, മോഡ് ഓഫ് പിന്നെ ടൂർ എങ്ങനെയായിരിക്കും, വാഹനം എന്തായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുൻകൂട്ടി അറിയിക്കാൻ പറ്റുമോ? എത്ര പേരുണ്ടാവും ഒരു ക്യാമ്പിൽ? അതെ അറിയിക്കാൻ പറ്റും. പിന്നെ അത് ഡിഫറെൻ്റ് ആണ്. ഇപ്പം നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രോപ്പർട്ടി പോലെ ഇരിക്കും. ഇപ്പം ചില പ്രോപ്പർട്ടിയിൽ നമുക്ക് 20 ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ചിലതിൽ നമുക്കൊരു 40 ആളുകളെ, ചിലതിലൊരു 30 ആളുകളെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതുപോലെയാണ് നമ്മൾ ആളുകളുടെ സ്ലോട്ടുകൾ ഇടുക. പിന്നെ നമുക്ക് മാനേജബിൾ ആയിട്ടുള്ള ഒരു നമ്പറാണ് നമ്മൾ എപ്പോഴും ഇടുക. എല്ലാ ആളുകളെയും നമുക്ക് പേഴ്സണലി കൺസിഡർ ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിൽ നമുക്ക് മാനേജബിൾ ആയിട്ടുള്ള ആളുകളുടെ എണ്ണത്തിലാണ് നമ്മൾ എപ്പോഴും സ്ലോട്ട് ഇടുക. പിന്നെ കൂടുതലും നമ്മൾ കേരളത്തിന് പബ്ലിക് പുറത്തൊക്കെ ഉണ്ടോ? ഓ കേരളത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യാറുണ്ടോ? കേരളത്തിന് പുറത്തോട്ട് നമ്മൾ ക്യാമ്പുകളല്ല, പാക്കേജുകളാണ് കൂടുതലും സംഘടിപ്പിക്കുക. ഓക്കെ. ഇതില് എങ്ങനെയാണ് യാത്രാമാർഗം? എന്തായിരിക്കും? ബസ്സാണോ, ട്രെയിനാണോ, ഫ്ലൈറ്റ് ആണോ, എങ്ങനെയാണ്? ഇപ്പം നമ്മള് മിന്നല് കേരളത്തിന്റെ ഉള്ളിൽ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മള് കുറച്ച് ക്യാമ്പുകൾ വയനാടിൽ നടത്തിയിട്ടുണ്ട്, കുറച്ച് ക്യാമ്പുകൾ വട്ടവടയിൽ നടത്തിയിട്ടുണ്ട്. അപ്പൊ കൂടുതലും അവിടെ വരെ നമ്മൾ പബ്ലിക് KSRTC തന്നെയാണ് എടുക്കുക. പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമുക്കൊരു പ്രൈവറ്റ് ആയിട്ട് ഒരു ജീപ്പ് സഫാരി, നമുക്ക് പ്രോപ്പർട്ടിയിലോട്ട് എത്താൻ നമുക്കൊരു ജീപ്പ് സഫാരിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും. അപ്പൊ അതും നമ്മൾ അറേഞ്ച് ചെയ്യും. അങ്ങനെയാണ് ഉണ്ടാവുക. ഇതില് പങ്കെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിശദാംശങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചത്. സ്വാഭാവികമായിട്ടും ഇത്തരം ഗ്രൂപ്പുകളുടെ കൂടെ യാത്ര ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവരുണ്ടാവും. അഭിരീതിയുടെ യാത്രകൾ ഒറ്റയ്ക്കായിരുന്നോ, കൂട്ടമായിട്ടായിരുന്നോ, എങ്ങനെയാണ്? ഒരുപാട് സ്ഥലത്തേക്ക് യാത്ര ചെയ്തിട്ടുണ്ടല്ലോ ഇന്ത്യയിൽ തന്നെ. അപ്പൊ അതെങ്ങനെയാണ്? ഒരു സോളോ യാത്രകളാണോ സാധാരണ, അതോ എങ്ങനെയാണ്? കൂടുതലും എനിക്ക് തോന്നുന്നു ഞാൻ യാത്ര ചെയ്യുമ്പോഴൊക്കെ ആരെങ്കിലും ഒരാളെങ്കിലും എൻ്റെ കൂടെ എപ്പോഴും എന്നല്ല, മിക്കപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ സോളോ ആയിട്ടും പോയിട്ടുണ്ട്. പക്ഷെ അത് വളരെ കുറവാണ്. എനിക്ക് എപ്പോഴും ഒരാളും കൂടെ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണ്. ഞാൻ കുറച്ചുകൂടെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഹൈ ആയിട്ടുള്ള ഒരാൾ. അപ്പൊ നമ്മൾക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ഇമോഷൻസ് ഉണ്ടെങ്കിലും അത് ഷെയർ ചെയ്യാന്നുള്ളത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ ഞാൻ എപ്പോഴും ഒരാൾ കൂടെ ഉള്ളതാണ് ഞാൻ പ്രിഫർ ചെയ്യാറ്. ഓക്കെ. അപ്പൊ അമൃതയുടെ അനുഭവങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു വരും. സ്ത്രീകളുടെ യാത്രകള് പ്രത്യേകിച്ച് നമുക്ക് വളരെ ത്രില്ലിംഗ് ആണല്ലോ. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ ചോദിക്കാനുണ്ട്. നമ്മളിപ്പോ വിജയൻ സാറിലേക്ക് പോവാണ്. സാറിന്റെ പ്രവാസ ജീവിതത്തിന്റെ അനുഭവങ്ങളാണല്ലോ സാർ പങ്കുവച്ചത്. ഈ സുനാമി യുടെ ഒരു കാരണം കൊണ്ടാണോ സാർ അവിടുന്ന് വിട്ടു പോന്നത്? സുനാമി ഉണ്ടായതിന്റെ ഒരു സമയത്താണ് VRS എടുത്തതെന്ന് പറഞ്ഞു. അതൊരു കാരണമായിരുന്നോ? അതും ഒരു കാരണമാണ്. പക്ഷെ അതിനു മുമ്പേ ഞാൻ തീരുമാനിച്ചിരുന്നു 2005 VRS എടുക്കണമെന്നുള്ളത്. പക്ഷെ സുനാമി വന്നതിന് ശേഷം ഒരു വല്ലാത്ത എന്താണ് നമ്മൾക്ക് ഒരുതരം ഭയം ഉണ്ടായ സമയമായിരുന്നത്. ആ സമയത്ത് അവിടെ ആൻഡമാനിലുള്ള മിക്ക മലയാളികളും ഒരു VRS എടുത്തിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരേണ്ട സന്ദർഭം ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഞാനും എടുത്തു. എടുക്കുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ എടുക്കാൻ തീരുമാനിച്ചതിനേക്കാൾ കുറച്ചുകൂടെ ലേറ്റ് ആയി. കാരണം സുനാമിയുടെ വന്ന സമയത്ത് നമുക്ക് ആർക്കും ലീവ് എടുക്കാനോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ആനുകൂല്യം എടുക്കാനുള്ള സന്ദർഭമൊന്നും അല്ലായിരുന്നു. ആർക്കും ലീവ് കൊടുത്തിരുന്നില്ല ആ സമയത്ത്. ഓരോരുത്തർ ഡ്യൂട്ടിയിലിട്ടിരുന്നു പല ദ്വീപുകളിലും. അതുകൊണ്ട് എന്റെ VRSനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് കുറച്ച് താമസിച്ചു. ഞാൻ ആദ്യമായി ഏപ്രിലിൽ തിരിച്ചു വരണം എന്നുള്ള ഒരു ഐഡിയ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷെ ഏപ്രിലിൽ മാത്രമേ എനിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. സുനാമി കാരണം. ഈ സുനാമി അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്തോനേഷ്യയിലെ കടൽ ഭൂകമ്പമാണല്ലോ കാരണം. അപ്പൊ അവിടെ നിന്ന് ഇത്ര മണിക്കൂറിന് ശേഷം ആൻഡമാൻസിലായിരിക്കും ആദ്യമായിട്ട് തിരയടിക്കുക
എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നമ്മളിങ്ങനെ വല്ലാത്തൊരു പേടിയോടുകൂടി നോക്കിയിരുന്നത് ഓർമ്മയുണ്ട്. മാത്രമല്ല പല ആ സുനാമി ആദ്യമായിട്ട് തിര അടിച്ചതിന് ശേഷം അവിടെ മലയാളികൾ താമസിച്ചിരുന്ന അവിടുത്തെ ഒരു ഹോസ്റ്റലിൽ നിന്ന് ഒരു മലയാളി പെൺകുട്ടി രക്ഷപ്പെടാൻ നടത്തിയ ശ്രമങ്ങള് ആ ഗേറ്റ് പൂട്ടിയിരിക്കുകയായിരുന്നു. അതിനുശേഷം അവര് അവിടുന്ന് ഗേറ്റ് മതിലും ഒക്കെ ചാടി കടന്നിട്ടാണ് പുറത്തേക്ക് ലഗേജോട് കൂടിയിട്ട് പുറത്തേക്ക് എത്തിയത്. അപ്പോഴേക്കും ആളുകൾ കൂട്ടമായിട്ട് പിന്നെ കടലോരത്ത് കൂടി നടന്നു പോവുമായിരുന്നു. ഈ ഹോസ്റ്റൽ കടലിന്റെ ബീച്ചിന്റെ സൈഡിലായിരുന്നു. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നമ്മൾ ധാരാളം വായിച്ചു. വാസ്തവത്തിൽ സാറിന്റെ ഒരു തീരുമാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ശൂന്യമായ ഒരു അവസ്ഥയായിരുന്നു അല്ലെ? കോവിഡ് പോലെയുള്ള ഒരു അവസ്ഥ തന്നെയായിരുന്നു സുനാമിക്ക് ശേഷം ദ്വീപിൽ ഉണ്ടായത്. തീർച്ചയായും അവിടെ ഒരു വല്ലാത്തൊരു അലങ്കോലപ്പെട്ട അവസ്ഥയായിരുന്നു. എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നുള്ളത്. അത് മാത്രമല്ല, പലപ്പോഴും നമ്മുടെ മീഡിയ വഴി കിട്ടിക്കൊണ്ടിരുന്നത് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ദ്വീപ് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയുള്ള ചില അതെ. അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും സോഷ്യൽ മീഡിയയിലൊക്കെ ശരി. ഒരുപാട് കാര്യങ്ങൾ അന്ന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ശരിയാണ്. ദ്വീപുകൾ മൊത്തം നേവി ഏറ്റെടുക്കാൻ പോവുകയാണ്, അങ്ങനെ എല്ലാവരും ഒഴിവാക്കുകയാണ് എന്നൊക്കെയുള്ള പല അഭ്യൂഹങ്ങളൊക്കെ അന്ന് ആ സമയത്ത് പരന്നിരുന്നു. അപ്പൊ ജനങ്ങളെ പീഡിപ്പിക്കുന്ന ചില ഇതായിട്ട് വന്നുകൊണ്ടിരുന്നത് ആ സമയത്ത്. അതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ നമ്മൾക്ക് ഒരു ഉള്ളിൽ ഒരു ഭയം ഉണ്ടായിരുന്നു. കാരണം അതെ. ദ്വീപല്ലേ. അതെ. അതെ. അത് അതെ. മാത്രമല്ല, ആ ദ്വീപുകളുടെ ഉത്ഭവം തന്നെ ഉം. പിന്നെ കടലിലേക്ക് താണ മലനിരകളാണെന്നുള്ള ഒരു ഒരു എന്താണ് ഭൂമിശാസ്ത്രജ്ഞന്മാരുടെ ഒരു നിഗമനം ഉണ്ടായിരുന്നു. ബർമയിൽ തുടങ്ങി ഇന്തോനേഷ്യ വരെ നീണ്ട ഒരു മലനിര. ആ മലനിര ഈ പ്രകൃതികോപങ്ങൾക്കും ഭൂകമ്പങ്ങൾക്കും അതെ. ഇരയായിട്ട് കടലിലേക്ക് താണതാണ്. ആ ഒരു പിന്നെ ഉള്ള ഒരു ഭയമൊക്കെ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതൽ ഉണ്ടായിരുന്നു. മലയാളികൾ ആ സമയത്താണ് കൂടുതൽ VRS നാട്ടിലേക്ക് തിരിച്ചത്. പോകുന്നത്. പിന്നെ ശരിയാണ്. അതോടുകൂടി തന്നെ ആൾക്കാർക്ക് അവിടെയുള്ള ആളുകൾക്ക് തന്നെ ഒരു ഭയം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പറയൂ. ട്രൈബൽ പോപ്പുലേഷനിൽ ഒരുപാട് പേര് മരിച്ചുപോയി തോന്നുന്നു അല്ലെ ആ സമയത്ത്? ഒരുപാട്. അത് നിക്കോബാറികൾക്കാണ് കൂടുതൽ ബാധിച്ചത്. നിക്കോബാർ ദ്വീപുകൾ, ബാധിച്ചത്. അവിടെ ഈ കടൽ തീരത്താണ് ജനവാസ കേന്ദ്രങ്ങൾ. ആ, ആ, ആ. ഓരോ ശരി. അവ ജനവാസ കേന്ദ്രങ്ങൾ മുഴുവൻ ഇവരുടെ ദ്വീപുകൾ, എല്ലാ നിക്കോബാർ ദ്വീപുകളുടെയും കടലോരങ്ങളിലാണ്. അവർക്ക് മീൻപിടുത്തം ആണ് അവരുടെ പ്രധാന തൊഴിൽ തന്നെ. അതുകൊണ്ട് എല്ലാവരും കടൽ തീരത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം പുലർച്ചെ ഒരു 6 മണി 6:30 മണിക്കൊക്കെ, അതും ക്രിസ്മസിന് പിറ്റേന്നാണ് സംഭവം. ആ, ആ. അപ്പൊ ഇവര് ക്രിസ്മസിനെ എല്ലാരും ആഘോഷിച്ച് രാത്രി വരെ പാട്ടുപാടി നൃത്തമൊക്കെ ചെയ്ത് ആഘോഷിച്ച് കിടന്നുറങ്ങുന്ന സമയമാണ്. പുലർച്ചെ ക്ഷീണം. ശരി. ആ സമയത്തായിരുന്നു സുനാമി അടിച്ചത്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത് പോലും അവർക്കറിയില്ലായിരുന്നു. തൂത്തുവാരി കൊണ്ടുപോവുകയായിരുന്നു കടലോരങ്ങൾ വന്നിട്ട്. തൂത്തുവാരി ഒരു വീട്ടിൽ തന്നെ 16, 17 ആൾക്കാർക്ക് താമസിച്ച വീടുകൾ ഉണ്ടായിരുന്നു. ആ വീടുകൾ ആൾക്കാർ എന്താണ് സംഭവിക്കുന്നത് അറിയുന്നതിന് മുമ്പ് തന്നെ തൂത്തെടുത്ത് കൊണ്ടുപോവുകയായിരുന്നു. അങ്ങനെ എത്രയോ പേര്, ഇങ്ങനെ ഒരു 10,000-കണക്കിന് ആൾക്കാർ മരിച്ചതായിട്ടാണ് അന്നത്തെ അവിടെ ഒരു വാർത്ത വരുന്നത്. സാർ 68 കാലഘട്ടത്തില് ഇവിടുന്ന് പോയതാണ്. അന്നൊക്കെ യാത്രാമാർഗം കപ്പലായിരുന്നല്ലോ അല്ലെ? അന്നത്തെ യാത്ര കപ്പലായിരുന്നു, പ്ലെയിൻ ഇല്ലായിരുന്നു. പ്ലെയിൻ അല്ല. ഉണ്ടായിരുന്നത് 63-ൽ കൽക്കത്തയിൽ നിന്നും പോർട്ട് ബ്ലെയറിലേക്ക് ഒരു ഡെക്കോട്ട വിമാനം ഉണ്ടായിരുന്നു. അത് മാത്രമേ ഉണ്ടായിരുന്നു. അത് ആഴ്ച 2 ദിവസം. ആ, പിന്നെ എല്ലാ യാത്രയും കപ്പൽ വഴിയായിരുന്നു. കൽക്കട്ടയിൽ നിന്നും മദ്രാസിൽ നിന്നുള്ള യാത്ര കപ്പലിൽ തന്നെയായിരുന്നു തിരിച്ചും. എത്ര അപ്പൊ ദിവസം ഡെക്കോട്ട ഇരിക്കണം വിമാനത്തിൽ വളരെ കപ്പലില്? പരിമിതമായ ആൾക്കാരെ കയറ്റ സാധ്യത ഉണ്ടായിരുന്നുള്ളൂ. അതും കൽക്കട്ടയിൽ നിന്ന് പുറപ്പെട്ട് പോർട്ട് ബ്ലെയർ എത്തുന്നതിന് മുമ്പായിട്ട് റംഗൂണിലേക്ക് അത് വിമാനം പോവുമായിരുന്നു, ഫ്യൂരിങ്ങിന് വേണ്ടിയിട്ട്. ചെറിയ ബർമ്മ. വിമാനമാണ്. ഡയറക്റ്റ് കൽക്കത്തയിൽ നിന്നും പോർട്ട് ബ്ലെയർ എത്താനുള്ള ഫ്യൂൽ അതിൽ മതിയാവില്ലായിരുന്നു. അങ്ങനെ ആഴ്ച 2 ദിവസം സാർ ഈ കൽക്കട്ട. കപ്പൽ യാത്ര എത്ര ദിവസമാണ്? കപ്പൽ യാത്ര കപ്പലിലെ യാത്ര കേരളത്തിൽ നിന്ന്? അന്ന് 4 ദിവസം എടുത്തിരുന്നു. 4 പകലും 4 രാത്രിയായിരുന്നു. ഓ, അത് വളരെ പഴയ അത് കപ്പലായിരുന്നു. ഇപ്പോഴേ ഒരു 3 ദിവസം 2 ദിവസം 3 ദിവസം കൊണ്ടൊക്കെ എത്തുന്നുണ്ട്. മദ്രാസിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് കയറണം അല്ലേ? ചെന്നൈയിൽ നിന്നും മദ്രാസിൽ നിന്നും കൽക്കത്തയിൽ നിന്നും ഏതാണ്ട് ഒരേ ദൂരമാണ്. ശരി. ഇപ്പോഴും ഒരുപാട് ഫ്ലൈറ്റ് ഉണ്ട്. ഒരു ദിവസം അത് 14-15 ഫ്ലൈറ്റ് ഉണ്ടാവുന്നുണ്ട് കൽക്കട്ടയിൽ നിന്നും ചെന്നൈയിൽ നിന്നുമായിട്ട് പോർട്ട് ബ്ലെയറിലേക്ക്. ടൂറിസം ആസാമിൽ ഡെവലപ്മെന്റ് നിന്ന് കയറണോ ഇപ്പൊ ഫ്ലൈറ്റ്? എവിടെയാണ്, എവിടുന്നാണ് ഫ്ലൈറ്റ്? ഡൽഹിയിൽ ഉണ്ടോ? ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റ് ഉണ്ട്, കൽക്കട്ടയിൽ നിന്നുണ്ട്. ഡയറക്റ്റ് ഡയറക്റ്റ് കൊൽക്കത്ത. ഫ്ലൈറ്റ് ഉണ്ട്. ഡയറക്റ്റ് ഫ്ലൈറ്റ് 2 മണിക്കൂർ 2.25 മണിക്കൂർ എടുക്കും അത്രേ ഉള്ളൂ. ഫ്ലൈറ്റ്. ഓക്കെ.
സാറ് നേരത്തെ പറഞ്ഞല്ലോ ജി ശങ്കരപ്പിള്ളയുടെ ഉം, ഒരു ഉം. അക്കരെ എന്ന് പറയുന്ന ഒരു ഒരു നാടകം നാടകം. വളരെ ഉം, പ്രശസ്തമായ ഒരു നാടകമാണല്ലോ. അതില് ഉം. സാറ് ശബ്ദം നൽകിയത് ഏത് കഥാപാത്രത്തിനാണ്? അത് സ്റ്റേഷൻ മാസ്റ്ററുടെ ഒരു കഥാപാത്രമുണ്ട്. അതിനായിരുന്നു ഞാൻ ശബ്ദം കൊടുത്തത്. ഓക്കെ. അക്കരെ അതില് നാടകത്തിന് മറ്റ് കഥാപാത്രങ്ങളായിട്ട് ശബ്ദം കൊടുത്തത് കൊടുത്തത് ആരൊക്കെയായിരുന്നു? ഒരു പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് പേരുണ്ടല്ലോ. ഉം. ഉണ്ട്. വി.എം. കുറുപ്പുണ്ട്. ആ. പിന്നെ മോണിക്ക ബാലചന്ദ്രൻ, ഓഹോ. ആ. എലിസബത്ത് പയസ്. ആ. അത് അഭിനയിച്ച് അതിൽ അന്ന് 81 സംഭവമാണ്. അന്ന് അഭിനയിച്ചതിൽ ആ. ആൾക്കാർ മുഴുവനും കൂടുതൽ ആൾക്കാരും ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്ത ആൾക്കാരാണ്. ഇല്ല. ആ, ശരി. 81 സംഭവം. ആ, ആ, 81. അതെ. ആ. ഉം. ഈ പ്രവാസ ജീവിതത്തിന്റെ അനുഭവങ്ങൾ പറയുമ്പോൾ സാറിന് വീണ്ടും അവിടേക്ക് പോകാനുള്ള ഒരു പ്രേരണയുണ്ടോ? അതായത് തീർച്ചയായും ആൻഡമാൻ ഉണ്ട്. നിക്കോബാർ വിട്ട് വന്നതിന് ശേഷം നമുക്ക് അവിടെ ഞാ തിരിച്ചു വിളിക്കുന്നുണ്ടോ നാട്? ഉം. തീർച്ചയായും തിരിച്ചു വിളിക്കുന്നുണ്ട്. എനിക്ക് ഇപ്പോഴും ഞാൻ 20 കൊല്ലം കഴിഞ്ഞ് ഞാൻ ഇവിടെ നാട്ടിൽ വന്നു. പക്ഷെ അവിടെ ആ. അൻഡമാനെ പറ്റി ഓർക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. ഓഹോ. കാരണം എന്റെ നല്ല കാലം എന്തുകൊണ്ടായിരിക്കും അത്? അവിടെയാണ് കഴിച്ചു കൂട്ടിയത്. പല ദ്വീപുകളിലും പല അതെ. സ്ഥലത്തും. പലപ്പോഴും ആ. പല വിഭാഗം ആൾക്കാർ, മലയാളികൾ മാത്രമല്ല, ആ. അവിടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരുമുണ്ട്. അവരുടെ ഉത്സവങ്ങൾ ഉം. അവിടെ ആ. ഉത്സവങ്ങൾ നാടാണ് ശരിക്കും ആൻഡമാൻ എന്ന് പറയുന്നത്. എല്ലാ മാസവും ആ. ഉണ്ടാവും എന്തെങ്കിലും പരിപാടി. എല്ലാ ഓ, ശരി. സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉത്സവങ്ങൾ ആ. 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 അവർക്ക് ആ, ആഘോഷിക്കും. ശരി. ഒരു കോളനിയിൽ ആ. നമ്മൾ താമസിക്കുകയാണെങ്കിൽ ആ കോളനി എല്ലാ ആൾക്കാർക്കും ഉണ്ടാവും. അപ്പൊ ആ ഉണ്ടാവും. കോളനിയിൽ ആ. തന്നെ ബംഗാളികളും തമിഴരും തെലുങ്കരും ആ. മഹാരാഷ്ട്രക്കാരും ആ. കാശ്മീരുകാരും ആസാംകാരും ഒക്കെ ഉള്ള ഒറീസക്കാരൊക്കെ താമസിക്കുന്ന ഒരു കോളനി ആയിരിക്കും. അതെ. ഉം. മലയാളികളും. അപ്പൊ അവർക്ക് എല്ലാവരുടെ ഉം. ആഘോഷങ്ങൾ അവിടെ ഉണ്ടാവും. ഉം. ഉം. അപ്പൊ എല്ലാ മാസവും എന്തെങ്കിലും ഉത്സവം ഉം. ഇല്ലാതിരിക്കില്ല അവിടെ. അത് ഉം. പൊതുവെ ഉം. എല്ലാവരും ചേർന്ന് ആഘോഷിക്കുന്ന പരിപാടിയും കൂടിയാണത്. ആ. സാറിന്റെ ഈ പ്രവാസ ജീവിതത്തിൽ അനുഭവിച്ചതിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു സംഭവവും അതുപോലെ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള സംഭവവും ഒന്ന് ഓർത്തു പറയാൻ പറ്റുമോ? രസകരമായിട്ടുള്ള ഒരു സംഭവം രസകരമായ പറയാമോ? സംഭവം എന്ന് പറയുന്നത്, ഞാൻ ആ. ക്യാമ്പൽ ബേ കാര്യം പറഞ്ഞു, ഗ്രേറ്റ് നിക്കോബാർ. ആ. ആ. അവിടെ 1977, 78 കാലഘട്ടത്തിലാണ് ഞങ്ങൾ അവിടെ കുറച്ച് മലയാളികൾ ചേർന്നിട്ട് 77 ക്രിസ്മസ് ആ. ആഘോഷിച്ചിരുന്നു. ഓ. അവിടെ പറവൂർ ജോർജിന്റെ ദിവ്യബലി നാടകമായിരുന്നു അഭിനയിച്ചത്. ആ. ഞാനവിടെ ആ. കേരള സമാജത്തിന്റെ സെക്രട്ടറി ആയിരുന്ന സമയത്ത് അവിടെ. ആ. ശരി. ആ. ആ. അപ്പൊ ഞങ്ങൾ ഈ ആഘോഷം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരു ടൂർ പോയി. കാട്ടിനുള്ളിലേക്കാണ് ടൂർ പോയത്. ആ. ആ. കാട്ടിനുള്ളിലേക്ക് കുറെ ദൂരം ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത, അപ്പൊ കുറെ ഞങ്ങൾ ഒരു 10, 12 പേരുണ്ടായിരുന്നു. ആ. അവിടെ കാട്ടിനുള്ളിൽ ചെന്ന സമയത്ത് ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളത്തിന് കുറച്ച് ബുദ്ധിമുട്ടി. അപ്പൊ നോക്കുമ്പോൾ ഒരു വീട് ആ. അവിടെ ഉണ്ട്. ഞങ്ങൾ സാധാരണ ആ. കാട്ടിലൊക്കെ അവിടെ ഉണ്ടാകുന്ന റാഞ്ചിയിൽ നിന്നുള്ള ആൾക്കാരാണ്. ആ. ആ. അപ്പൊ ഈ കാട്ടിന് ഒരു വീട് മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. അപ്പം ആ. ഞങ്ങളുടെ കൂടെ ഉള്ള ഒരാൾ പറഞ്ഞു അവിടെ അവിടെ അന്വേഷിക്കാന്ന് പറഞ്ഞു. അത് ഉം. റാഞ്ചിക്കാരുടെ വീടായിരിക്കും എന്ന് പ്രതീക്ഷിച്ചാണ്. ആ. അവിടെ ചെന്ന് നോക്കുമ്പോൾ അതൊരു മലയാളിയുടെ വീടാണ്. ആ. ശരി. ആ. മലയാളിയുടെ വീട് പ്രതീക്ഷിക്കാത്തതാണ്. മലയാളിയുടെ വീടെന്ന് ആ. പറഞ്ഞു ശരി. കഴിഞ്ഞാല് അവിടെ അപ്പൊ ഞങ്ങൾ അന്വേഷിച്ചു അവര്. അപ്പൊ അവര് ആ. തെക്കൻ കേരളത്തിൽ നിന്ന് രണ്ടുപേരും കൂടെ ഭാര്യയും ഭർത്താവും പ്രണയിച്ചിട്ട് ആ. ഒളിച്ചോടി വന്ന ആൾക്കാരാണ് അവര്. ഓ. ഓ, ശരി. ആ. ആ. ആ കാട്ടിനകത്ത് അവിടെ ആരും അന്വേഷിച്ചില്ല. ആ. ആ. ശരി. അങ്ങനെ ആ ഒരു രസകരമായ അനുഭവം ഉണ്ടായി. പിന്നെ വീണ്ടും ആ. ഉണ്ടായിട്ടുണ്ട്. ഞാൻ കുങ്കുമം ആ. കേരളത്തിലൊക്കെ ആൻഡമാനെ പറ്റി ലേഖനം എഴുതിയ ഒരു ആ. കാലഘട്ടം ഉവ്വ്. ഉണ്ടായിരുന്നു. ഉവ്വ്. ഉവ്വ്. ആ. അങ്ങനെ ഞാൻ എഴുതിയ ഉം. CK മടപ്പള്ളി എന്ന പേരിലാണ് എഴുതിക്കൊണ്ടിരുന്നത്. ആ. അപ്പൊ എന്റെ ഫ്രണ്ട്സിന് അവിടെ 2, 3 പേർക്ക് മാത്രം അറിയൂ ഞാനാണ് എഴുതുന്നത് എന്നുള്ളത്. ഞാൻ ഉം. അവിടെ ഉം. അതിനൊരു ഒരു പശ്ചാത്തലം എഴുതുന്ന കാര്യത്തില്. ആ. ഞാൻ ആൻഡമാനിൽ എത്തിയ ഉടനെ ഞാൻ കാണുന്നത് ഈ പല റോഡ് വശങ്ങളിലും ഒക്കെ ആയിട്ട് ചെറിയ പ്ലെയിനിന്റെ അസ്ഥികൂടങ്ങളാണ് കാണുന്നത്. ചെറിയൊരു ബോംബർ ആ. പ്ലെയിൻ വിമാനങ്ങളുടെ ആ. ശരി. അസ്ഥികൂടങ്ങൾ. പിന്നെ ഓഹോ. കടൽത്തീരങ്ങളിലൊക്കെ ബങ്കറുകൾ ഉണ്ടായിരുന്നു, ആ. പീരങ്കികളൊക്കെ. ആ. അപ്പൊ ആ. ആ. അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് അവിടെ 2ാം ലോക മഹായുദ്ധകാലത്ത് ഉം. ജപ്പാൻ അവിടെ അധികാരം ആ. സ്ഥാപിച്ചിരുന്നു. അതെ. ഉം. അവരാണ് അവിടെ ഈ ഉം. ബോംബർ വിമാനങ്ങള് ഒക്കെ ഓ. പിന്നെ എന്താണ് ബ്രിട്ടനായിട്ടുള്ള യുദ്ധത്തിൽ തകർന്നു വീണത്. ആ. പിന്നെ ശരി. പല പീരങ്കികൾ സ്ഥാപിച്ചു കഴിഞ്ഞു. അതൊക്കെ ഉം. ജപ്പാന്റെ ഭരണകാലത്ത് ഉണ്ടായ കാര്യങ്ങളാണ്. ആ. ആ. അപ്പൊ ആ. ഇതിനെപ്പറ്റി എനിക്ക് ശരി. അറിയാൻ താല്പര്യമുണ്ടായി. കൂടുതൽ അറിയാൻ ഉം. താല്പര്യമുണ്ടായി. അങ്ങനെയാണ് അവിടുത്തെ ഉം. ലൈബ്രറിയിലും അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ നിന്നൊക്കെ ഞാൻ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങിയത്. ഉം. വായിച്ചു തുടങ്ങിയ സമയത്ത് ഒരുപാട് കാര്യങ്ങളാണ് എനിക്ക് അവിടുത്തെ ഉം. ആദിവാസികളും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള യുദ്ധം ഒക്കെ അതിൽ ഉം. സബ്ജക്റ്റ് ആയിരുന്നു. ഉം. അങ്ങനെ അതൊക്കെ ഞാൻ ചെറിയ ലേഖനമായിട്ട് ഞാൻ വിചാരിച്ചു കുങ്കുമത്തിലേക്ക് അയക്കാന്നുള്ള ധാരണ. കുങ്കുമത്ത് അന്ന് ഉം. NV കൃഷ്ണവാര്യരായിരുന്നു അതിന്റെ എഡിറ്റർ. അതെ. ആ. അതെ. ഉം. ഞാൻ അന്ന് ചെറിയൊരു ലേഖനം എന്ന് പറഞ്ഞാൽ കുങ്കുമത്തിന്റെ പകുതി പേജ് പോലും വരില്ല. 2, 3 എന്റെ കൈയക്ഷരത്തിൽ 2, 3 പേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയൊരു ലേഖനം. ഉം. അപ്പൊ ഇത് പ്രസിദ്ധീകരിക്കുന്ന താല്പര്യം എനിക്ക് ഒരു സംശയം എനിക്ക് ഉണ്ടായിരുന്നു. അത്രയും ചെറുതായിരുന്നു.
എന്നിട്ട് ഞാൻ കുങ്കുമത്തിന് അയച്ച് 2 ആഴ്ച കഴിയുമ്പോഴേക്കും എനിക്കൊരു കത്ത് കിട്ടി. കൃഷ്ണവാര്യരുടെ കത്ത് കിട്ടി. അത് കുങ്കുമത്തിൽ ചേർക്കുന്നതാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യമായിരുന്നു അത്. പിന്നീട് ഞാൻ ഈ കുങ്കുമത്തിലെയും കേരള ശബ്ദം അതുപോലെ കുങ്കുമ പ്രസിദ്ധീകരണം കുമാരി എന്നൊക്കെ പറഞ്ഞ ലേഖനം ഇതുണ്ടായിരുന്നു. കുമാരി കുങ്കുമ പ്രസിദ്ധീകരണം. അപ്പൊ അതിലൊക്കെ ലേഖനങ്ങൾ വരാൻ വേണ്ടി എല്ലാ NV കൃഷ്ണവാര്യരുടെ കത്ത് കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ ഇങ്ങനെ ചരിത്ര രേഖകളൊക്കെ തേടി പിടിച്ച് വായിച്ച് ചെറിയ കുറിപ്പുകളാക്കാൻ തുടങ്ങി. അങ്ങനെ ആ സമയത്തായിരുന്നു എനിക്ക് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു കത്ത് കിട്ടുന്നത്. ആൻഡമാൻ നിക്കോബാറിനെ പറ്റിയുള്ള സമഗ്രമായ ചരിത്രം എഴുതണമെന്നും പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ സന്തോഷപൂർവ്വം ഏറ്റെടുത്തു. പിന്നീട് ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ തേടി പിടിക്കാൻ തുടങ്ങി. ബ്രിട്ടീഷുകാരുടെ സമയത്തുള്ള ചരിത്ര രേഖകളും റിപ്പോർട്ടുകളൊക്കെ പല വകുപ്പുകളിൽ നിന്നും പല സ്ഥലങ്ങളിലും പോയി, ലൈബ്രറിയിലും സില്ലറജിയിലൊക്കെ പോയി അവരുടെ ഓഫീസിൽ നിന്നൊക്കെ തേടി പിടിച്ചു. അങ്ങനെ ആൻഡമാൻ നിക്കോബാർ ചരിത്രം ഞാൻ എഴുതി. ആൻഡമാൻ നിക്കോബാർ ചരിത്രം അത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അയച്ചു കൊടുത്ത് അവർ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അത് 1987 സംഭവം. ഞാൻ ഏതാണ്ട് 10 വർഷക്കാലം ഞാൻ അതിന് പിന്നാലെ ഉണ്ടായിരുന്നു. ഗവേഷണം എന്ന് തന്നെ പറയാം. 2003 പുസ്തകം പ്രസിദ്ധീകരിച്ചത്. അങ്ങനെ പിന്നെ അതിനുശേഷം ഞാൻ ആ പുസ്തകം എഴുതാൻ വേണ്ടി ഞാൻ ചരിത്ര രേഖകൾ തേടി പിടിക്കുന്ന സമയത്ത് വീണ്ടും എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്. ഒരുപാട് ചരിത്ര കാര്യങ്ങൾ മലയാളികളെ പറ്റിയുള്ളത്. അപ്പൊ അതാണ് ആൻഡമാൻ 1920 എന്താണ് മലബാർ കലാപത്തിൽ പങ്കെടുത്ത ഒരുപാട് ആൾക്കാർ അവിടെ നാട് കടത്തിയിരുന്നു. അവരാരും ജീവിച്ചിരിപ്പില്ലായിരുന്നു ആ സമയത്ത്. പിന്നെ അവരുടെ മക്കളുടെ മക്കളൊക്കെ കണ്ട് സംസാരിച്ചു. അങ്ങനെ എഴുതിയ പുസ്തകമാണ് കാലവും കാലാപാനിയും കിടന്നത്. അത് കോഴിക്കോട് പൂർണ്ണ പബ്ലിക്കേഷൻസ് ആണ് പ്രസിദ്ധീകരിച്ചത്. പണ്ടത്തെ സൈബീരിയ ആയിരുന്നല്ലോ ആൻഡമാൻ നിക്കോബാർ. ഞാൻ ആൻഡമാനിൽ പോകാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ പല നിരുത്സാഹപ്പെടുത്തിയിരുന്നു. കാരണം അന്ന് എനിക്ക് ആൻഡമാനെ പറ്റിയുള്ള ധാരണ എന്താണെന്ന് വെച്ചാൽ ഈ നാട് കടത്തപ്പെടുന്ന നാടെന്ന് മാത്രമേ ഉള്ളൂ. ആൻഡമാനിൽ മലയാളികളെ നാട് കടത്തപ്പെടുന്ന നാട്. പിന്നെ മറ്റു യാതൊരു ധാരണ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ പറ്റി ഇല്ലായിരുന്നു എനിക്ക്. പിന്നെ സെല്ലുലാർജിയിലൊക്കെ ഉണ്ടായിരുന്നത് പിന്നീടാണ് അറിയുന്നത്. പക്ഷെ ആദ്യത്തെ ധാരണ ഇതാണ്, വളരെ അപരിഷ്കൃതമായ ഒരു നാട് കടത്തപ്പെട്ട ആൾക്കാരുടെ നാട് എന്നൊരു ഇതായിരുന്നു. പിന്നെ എനിക്കൊരു ആവേശം തോന്നി, എന്തുകൊണ്ട് പോകണം തോന്നി, അങ്ങനെ പോയി, അത്രയേ ഉള്ളൂ. സാർ ഫിഷറീസിലായിരുന്നല്ലോ അവിടെ വർക്ക് ചെയ്തിരുന്നത്. ഏത് സെക്ഷനിലാണ് വർക്ക് ചെയ്തിരുന്നത്? ടെക്നിക്കൽ സെക്ഷനിലായിരുന്നു. ടെക്നിക്കൽ സെക്ഷൻ ആയിരുന്നു. ഓക്കെ. ഞാൻ അവിടെ എത്തിയതിനു ശേഷം എനിക്ക് എന്റെ ഈ എഴുത്തിന്റെ കാര്യം കൊണ്ട് ഞാൻ അവിടെ ആകാശവാണിയായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടു. മിക്കവാറും ഞാൻ അവിടെ ആകാശവാണി കോളനി തന്നെയായിരുന്നു എന്റെ താമസം. എന്റെ സ്ഥിരതാമസം മീൻസ് അവിടെ ഞാൻ രാവിലെ പോകും കോളനിയിലേക്ക്, വൈകിട്ട് വരെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. ഈ അവിടുത്തെ എക്സിക്യൂട്ടീവ് ആയിരുന്നു പിന്നെ ബാലകൃഷ്ണൻ കൊയ്യാൽ, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ KM മുരളീധരൻ, D പരമേശ്വരൻ പോറ്റി, പിന്നെ സജൻ വെണ്ണിയൂര്, ഇവരൊക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവര് വിളിക്കുമായിരുന്നു. അവിടെ ആകാശവാണി എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ എന്നോട് പറയുമായിരുന്നു. ഒരു വിഷു വരുന്ന സമയത്ത് വിഷുവിനെ പറ്റി ലേഖനം എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സംഗീത ശില്പം, ഓണം വരുന്ന സമയത്ത് ഓണം, അല്ലെങ്കിൽ ക്രിസ്മസ് വരുന്ന ക്രിസ്മസ്, ഒരുപാട് ധാരാളം പരിപാടി ഞങ്ങൾ അവിടെ അവതരിപ്പിക്കുമായിരുന്നു. പിന്നെ നാടകം എഴുതി കൊടുത്തിരുന്നു. പറയുന്ന ഈ നാടകം, കഥ, ഫീച്ചർ, സംഗീത ശില്പം, ലളിതഗാനങ്ങൾ ഇതെല്ലാം ആകാശവാണിക്ക് വേണ്ടി എഴുതിയതാണോ? ആകാശവാണിക്ക് അവർക്ക് വേണ്ടി എഴുതിയാണ്. അവർ ആവശ്യപ്പെടുന്നതനുസരിച്ച് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കൊടുക്കൽ വാങ്ങൽ ഒരു പരിപാടിയായിരുന്നു അവിടെ. ശരി. ഈ ലളിതഗാനങ്ങളൊക്കെ ഇപ്പൊ ഞാൻ റേഡിയോ നാടകങ്ങൾ ഞാൻ ഈ സുനാമിയുടെ സമയത്ത് ഞാൻ ആ പുസ്തകങ്ങൾ, ആ കഥകളൊക്കെ, നോവലൊക്കെ ശേഖരിച്ചിട്ട് റേഡിയോ നാടകങ്ങൾ ഉണർത്തുപാട്ട് എന്ന പേരിൽ ഒരു പുസ്തകം ഞാൻ പ്രസിദ്ധീകരിച്ചു. പിന്നെ അതുപോലെ 2 നാടകങ്ങൾ വേറെ പൂർണ്ണ പബ്ലിക്കേഷൻസ് ഒന്ന് പ്രസിദ്ധീകരിച്ചിരുന്നു. പിന്നെ കോഴിക്കോട് മൾബറി പബ്ലിക്കേഷൻസ് വേറെ പ്രസിദ്ധീകരിച്ചിരുന്നു നാടകം. അവിടെ ആകാശവാണി അവതരിപ്പിച്ച നാടകമാണ്. പിന്നെ കഥകൾ ഞാൻ കുങ്കുമത്തിലൊക്കെ കൊടുത്ത് അവിടെ പ്രക്ഷേപണം ചെയ്യുന്ന കഥകളൊക്കെ ഞാൻ മലയാളത്തെ ആനുകാലികൾക്ക് കൊടുക്കുമായിരുന്നു. കുങ്കുമം, കുമാരി, വാരികളൊക്കെ ആ കഥകൾ വന്നിരുന്നു. ഈ ജോലിയുടെ ഇടയിൽ ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾക്ക് സൗകര്യം കിട്ടിയിരുന്നു അന്ന്, അല്ലേ? ജോലി എന്ന് പറയുന്നത് ജോലിക്ക് എനിക്ക് കൂടുതൽ താല്പര്യം ഇതായിരുന്നു, ഈ കലാ സാഹിത്യ പ്രവർത്തനങ്ങളായിരുന്നു. കൂടുതലായിട്ട് ഞാൻ ഇതിനു വേണ്ടി സമയം ചെലവഴിച്ചത്. അവിടെ നാടകങ്ങൾക്കൊക്കെ ഉള്ള വേദി ഉണ്ടോ അവിടെ? കേരള സമാജം ഉണ്ടായിരുന്നു. കേരള സമാജം സ്റ്റേജ് നാടകങ്ങൾ കേരള സമാജം ഉണ്ടായിരുന്നു.
പിന്നെ ഓക്കെ. ഓണവും ക്രിസ്മസും വരുന്ന സമയത്ത് മലയാളികൾക്കുള്ള ഒരു അസുഖമാണല്ലോ എന്ത് അവതരിപ്പിക്കുക എന്നുള്ളത്. അതെ, അതെ. അങ്ങനെ അവിടെ ചെറിയ ഒരു ഭാവന തിയേറ്റേഴ്സ്, യങ് ആ, ചാലഞ്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഈ താല്പര്യമുള്ള ആൾക്കാർ കൂടെ ചേർന്നിട്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കും. ആ, ആ, ആ. ഈ നാടകത്തിലൊക്കെ ശരി. അഭിനയിക്കാനുള്ള താല്പര്യമുള്ള ആൾക്കാർക്ക് ആ, ഉണ്ടാവുമല്ലോ. അവര് ഉണ്ടാവും. ചേർത്തൊരു കൂട്ടായ്മ ഉണ്ടാക്കും. യങ് ചാലഞ്ചേഴ്സ്, ഭാവന തിയേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് തൽക്കാലത്തേക്കുള്ള ഒരു ഓണം വരുമ്പോൾ, ക്രിസ്മസ് വരുമ്പോൾ നാടകം അവതരിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ താല്പര്യം. ശരി. കേരള സമാജം വളരെ സാറ് ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു. ആഹാ. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ സാറ് രാത്രി കാടില് കയറാനായിട്ടുള്ള ഒരു അവസരം ഉം. ഉണ്ടായി. അതുപോലെ ഈ അവിടുത്തെ അബോറിജിൻസിനുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ടൊക്കെ പറ്റിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഇപ്പൊ ഈ അബോറിജിനസുമായിട്ട് സെന്റിനൽസ് കോണ്ടാക്ട് ചെയ്തിരുന്നു. ഉം. ആ, അവിടെ ഈ ആൻഡമാനികൾ എന്നും പറഞ്ഞിട്ട് ഒരു ട്രൈബൽ വിഭാഗമുണ്ട് ആദ്യമായിട്ട്. അവിടെ ആ, ആൻഡമാനിൽ ശരിക്കും അവരാണ് അതിന്റെ ആ, ആൻഡമാൻ ദ്വീപുകളുടെ ആ, എന്താണ് അവിടുത്തെ ഒറിജിനൽ താമസക്കാര്. ആ, 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 ആൻഡമാനികള്. ശരി. പിന്നെ അവിടെ ആ, ഓങ്കി എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഓങ്കി എന്ന് പറയുന്നത് അവിടെ ലിറ്റിൽ അൻഡമാൻ ഒരു ദ്വീപുണ്ട്. ഒരു സെപ്പറേറ്റ് ആ, ദ്വീപാണ്. ആ, ആ, അവിടെ ശരി. അവര് മാത്രമേ ഉള്ളൂ ഓങ്കികള്. ആ, ആ, പിന്നെ ജാരവാസ് ഉണ്ട്. ജാരവാസം ശരിക്കും കാട്ടിലെ ജീവികൾ, ആ, കാടന്മാരെന്ന് ശരിക്കും പറയാം. ഒരു അമ്പും വില്ലും ആ, കൊണ്ട് നടക്കുകയാണ്. ആ, ശരി. ആ, അവരാണ് ആ, മിക്കവാറും നെയ്ക്കേറ്റിട്ട് നടക്കുന്നവരാണ് അവര്. ആ, ആ, ആ. ഈ അവര് വിഷം പുരട്ടിയ കാട്ടില് അമ്പൊക്കെ കൊണ്ട് നടക്കുന്നവര് അവരാണോ? അവരാണ് ജാരവാസ്. ഓഹോ, അപ്പൊ അത് ശരി. അവര് ആ, പിന്നെ കാട്ടില് ആ, താമസിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ ആരും സമ്മതിക്കില്ലായിരുന്നു. ഈ അടുത്ത കാലത്താണ് സമ്മതിക്കില്ല. മാറ്റം വന്നു തുടങ്ങിയത്. ആ, അവരുടെ ആ, ഒരു മേഖലയുണ്ടല്ലോ, അവിടത്തേക്ക് ആര് കടന്നിരുന്ന അവർക്ക് ഇഷ്ടമില്ലായിരുന്നു. ചെല്ലുന്ന സമയത്ത് ആ, അവര് ആ. അമ്പെയ്ത് കൊല്ലുമായിരുന്നു. ഓ, അത് ശരി. ആ, ആ. ചെല്ലുന്നവര്. ഇപ്പോൾ ഉം. ഒരുപാട് ആ, മാറ്റം വന്നുപോയി. പിന്നെ ആ. അവിടെ അത് സെന്റിനൽ എന്ന് ആരാണ്? പറഞ്ഞിട്ട് ആ, ഈയിടെ കഴിഞ്ഞ വർഷമാണ് ആ, തോന്നുന്നുണ്ട് നമ്മുടെ ആ. അമേരിക്കയിൽ നിന്നുള്ള അതെ. ഒരു ഒരാളെ കൊന്നത് ആ, അവിടെ ആൻഡമാനിൽ ആ, ആ. വെച്ചിട്ട്. ഉവ്വ്. ഉവ്വ് ഉവ്വ്. അത് ആ, സെന്റിനൽ എന്ന് വാർത്ത. പറഞ്ഞു. സെന്റിനൽ ദ്വീപ്. അവിടെ സെന്റിനൽ ദ്വീപിലെ കുറച്ച് ആൾക്കാരുണ്ട്. ഒരു ഏകദേശം ആ, 60-70 പേരുണ്ടാവും. അതെ. കുറച്ച് കാടന്മാർ. വർഷങ്ങളായി അത് സംഭവിച്ചിട്ട്. ആ, ഉം. ആ. അത് എനിക്ക് തോന്നുന്നു ഉം. അല്ല എന്താണ് ആ. 2018 തോന്നുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരിക്കാം. ആ, ഈ 2018. കോവിഡിനൊക്കെ മുമ്പാണ്. ഉം. ആ, ആ. 2018 ഉം. ചൗ ചൗ എന്ന് മറ്റൊരാളുടെ പേര്. അവരുടെ ആ, ഒരു ക്രിസ്തുമത പ്രചാരകനാണ്. അതിനു വേണ്ടിയാണ് അയാളെ അതെ, അതെ. ദ്വീപിലേക്ക് പോയത്. ആ, അതെ, അതെ. അപ്പൊ അവിടെ ആ ദ്വീപിൽ അവരല്ലാതെ വേറൊരു കൂട്ടര് അത് സമ്മതിക്കില്ല അങ്ങോട്ട് കടന്നു ചെല്ലാൻ വേണ്ടിയിട്ട്. അതെ. ആ, അപ്പൊ ശരി. ആ, ബോട്ടിലൊക്കെ നമ്മൾ ആരെങ്കിലും അങ്ങോട്ട് അടുക്കുന്ന കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹെലികോപ്റ്റർ പറക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർ ആ ഹെലികോപ്റ്റർ ഉം. അമ്പെയ്യുമായിരുന്നു. വേറെ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടോ? ഇതുപോലെ പല ഉണ്ടായിരുന്നു അവിടെ. ഈ മ്യൂസിയം നിക്കോബാർ ഉണ്ട്. ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. ആ, ആ, നിക്കോബാർ ആ. ഗ്രൂപ്പിൽ അവിടെ ഉം. ആദിവാസി അവിടുത്തെ ട്രൈബൽസ് ഉണ്ടായിരുന്നില്ല ഒരു കാലത്ത്. ആ, ആ, ആ. 16-ാം നൂറ്റാണ്ട് മുതൽ അവിടെ ഇതുണ്ടായിരുന്നു. ക്രിസ്തുമത പ്രചരണത്തിന് വേണ്ടിയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. ആ, പക്ഷെ ആ, ആ. അതൊന്നും ആ, അവിടെ വേര് ശരി. പിടിച്ചില്ല. വേര് ആ, പിടിക്കാതെ കണ്ട് പിന്നെ അത് പലരും മടങ്ങിപ്പോയിരുന്നു. പിന്നീട് ഉം. ആ, 1960 മുമ്പാണ് ആ. ഈ വേദപ്പൻ സോളം എന്നുള്ള ഒരു മദ്രാസിൽ നിന്നുള്ള ഒരു ആ, പ്രചാരകൻ അവിടെ ആ, ശരി. ദ്വീപിലെത്തി. ആ, അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അവിടെ ആ, പിന്നീട് അവിടുത്തെ ഒരു ട്രൈബലിനെ അവര് സെലക്ട് ചെയ്തിട്ട് അവർക്ക് ബർമയിലേക്കൊക്കെ അയച്ചു. വിദ്യാഭ്യാസം ആ. കൊടുത്തു. ഓ, ശരി. ആ, ആ. ഒരു അങ്ങനെ അവിടെ കണക്കിന് സെറ്റായി. അവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അവരുടെ നിലനിൽപ്പിന് അതാണ് ഏറ്റവും നല്ലത്. ഉം, ഉം. ആ, ആ. അല്ല അവരവിടെ തന്നെ നമ്മുടെ ശരിക്കുള്ള അവിടുത്തെ ദ്വീപുകളുടെ ഉം. അവകാശം എന്ന് പറഞ്ഞാൽ അവരാണ്, ട്രൈബൽസ് ആണ്. ആ, അതെ, അതെ. ഉം. അപ്പൊ അവിടെ അധിനിവേശം കൊണ്ടാണ് മറ്റുള്ള ബ്രിട്ടീഷുകാർ അതെ, ചെന്നത്. അതെ. അപ്പൊ അതുകൊണ്ട് ആ, അവരുടെ സ്ഥലത്തേക്ക് വേറൊരു കൂട്ട് ചെല്ലുമ്പോൾ അതെ. അവർ തീരെ താല്പര്യപ്പെടില്ലല്ലോ. അതെ, അതെ. അങ്ങനെയാണ് അതിന്റെ അവരെ ആ കൊല്ലുന്നത്. ആ, ജീവിത പരിസരങ്ങളൊക്കെ മാറുമ്പോഴേ അവർക്ക് അത് ഉം, ഉം. ശാരീരികമായിട്ടും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമല്ലോ. പിന്നെ അവിടെ സാറ് ആ, ആ, പറയൂ പറയൂ. പറയാം. ഇല്ല, സാറ് സംസാരിച്ചോളൂ. അല്ല അവിടെ ഒരുപാട് ഇവിടെ തുടക്കത്തില് ബ്രിട്ടീഷുകാർ 1789 അവിടെ എത്തിയത്. ആ. ബ്രിട്ടീഷുകാര് ഓ. ആ, ആ, ആ. 1789 അവിടെ കൽക്കട്ടയിൽ നിന്ന് കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്ന് അവിടെ ഒരു 18-ാം നൂറ്റാണ്ട്. കോളേജ് സ്ഥാപിക്കാനുള്ള പരിപാടിയായിരുന്നു. പക്ഷെ അവിടെ ഉം, 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 കൊടും കാടും. ഉം. ആ, മഴ എന്ന് പറഞ്ഞാൽ വർഷത്തിൽ എല്ലാ ദിവസവും മഴയാണ് അവിടെ ആ ആ, കാട്ടില്. ആ. അവിടെ ആ ഓക്കെ. ജീവിത പരിസരങ്ങൾ ഒരുപാട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവിടെ ഒരുപാട് ആൾക്കാർ ഉം. മരിക്കാൻ തുടങ്ങി. ആ, അതെ. ഉം. പിന്നെ ആ കോളനി പൂട്ടി അവർ പോയി ഒരു 6 വർഷത്തിന് ആ, ശേഷം. പിന്നെ ആ, ആ, ആലോചിക്കുന്ന 1857 നമ്മുടെ ആ, സ്വാതന്ത്ര്യ സമരം ഉണ്ടല്ലോ, ഒന്നാം സ്വാതന്ത്ര്യ സമരം. ആ, 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 ആ. അതിൽ പങ്കെടുത്തവരെ നാട് കടത്താൻ വേണ്ടിയുള്ള ഉപകരണമായിട്ടാണ് പിന്നെ 1859 മുതൽ 60 മുതൽ നാട് കടത്തി ആ, തുടങ്ങിയത്. ആ, ശരി. ആ. ഓ.
അപ്പൊ ശരി. ശരിക്ക് അവിടുത്തെ ട്രൈബൽസ് തന്നെയാണ് അവിടുത്തെ ഉടമകള്. പിന്നെ അതെ. അവരുടെ മേഖലകളിൽ അവരുടെ സ്വന്തം സ്ഥലത്തേക്ക് കടന്നു ചെല്ലുമ്പോഴ് ആ. അവരിഷ്ടപ്പെടില്ലല്ലോ ആരായാലും. അതെ, അങ്ങനെ അതെ, അവര് അതെ. പിന്നീട് അവരെ പറ്റിയുള്ള ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ മനുഷ്യരെ കൊന്നു തിന്നുന്നുള്ള ആൾക്കാരാണെന്നുള്ള ധാരണ ആ, ഉണ്ടായിരുന്നു. അതെ, പലരും എന്നോട് അതെ, അതെ. ചോദിച്ചിരുന്നു. അതെ. പക്ഷെ അങ്ങനെ ശരിക്കുള്ളതല്ല. അതിൽ ആൻഡമാൻ വർഗം എന്ന് പറയുന്നത് അവരുടെ ഒരു ആചാരമാണ്. അവരുടെ കുടുംബത്തിൽ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാല് ആ, അത് ശരി. ആ. ശവമടക്കിയതിനു ശേഷം കുറെ മാസങ്ങൾ കഴിഞ്ഞ ശേഷം അവര് എല്ലെടുത്തിട്ട് എല്ലും തലയോട്ടൊക്കെ ആ. എടുത്ത് മാല കോർത്ത് കഴുത്തി കെട്ടി തൂക്കും. ഓ, ഓ, ഓ. അപ്പൊ ശരി. ഇത് ദൂരെ നിന്ന് നോക്കുന്ന സഞ്ചാരികൾ കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇത് ആരെ കൊന്ന് തിന്ന് ഉം. അതിന്റെ ആ. തലയോട്ട് കെട്ടി തൂക്കുകയാണ്, ആ, അല്ലെ മാല അതെ, അതെ, കോർത്ത് അതെ. കൊടുക്കുകയാണ്. അത് ആ ഒരു അവരുടെ ധാരണ. പൂർവികരുടെ ഭാര്യയാണ്. അതെ. ആ, ആ. പിന്നെ ഉം, അവിടേക്ക് ആദ്യകാലത്തൊന്നും ആളുകളെ അടുക്ക സമ്മതിക്കില്ലായിരുന്നു. കാരണം അവിടെ ഉം. മലേഷ്യയിൽ നിന്നും പിന്നെ ആ, സിംഗപ്പൂരിൽ നിന്നുള്ള കടൽ കൊള്ളക്കാർ വരുമായിരുന്നു ആ ദ്വീപിൽ. ആ, ആ, ആ. അപ്പൊ മറ്റുള്ള ഓ. ആരും വരാതിരിക്കാൻ വേണ്ടി ഇവര് തന്നെ ഒരുപാട് പുകഴ്ത്തി ആ ദ്വീപുകളെ പറ്റിയുള്ള ഒരു അപഖ്യാതി പറഞ്ഞു വരുത്തുന്നുള്ള അവർക്ക് ഒരു ചടങ്ങായിരുന്നു. ആ, അവിടെ ആ, കടൽ തീരത്ത് ശംഖ്, ചിപ്പി, അതുപോലെ ഒരു കടൽ ആ, വെള്ളരിക്ക എന്ന് പറഞ്ഞ ഈ ഒരു കടൽ ജീവിയുണ്ട്. ആ, ഒരുപാട് ആ, വില പിടിച്ച സാധനങ്ങളാണ്. അതൊക്കെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരുമായിരുന്നു അവിടെ. ആ, ആ, ആ. അവരൊക്കെ പറഞ്ഞു ശരി. വരുത്തും അവിടെ അന്തമാൻ ദ്വീപില് അവിടെ ആൾക്കാരെ ആ, കൊന്നു തിന്നുന്ന ആ, ട്രൈബൽസ് ഉണ്ടെന്ന് അവര് തന്നെ പറഞ്ഞു വരുത്തുമായിരുന്നു. ആ, ആ, ആ. പക്ഷെ ഇവര് വിഷം പുരട്ടി അമ്പൊക്കെ പിന്നെ അയച്ച് കൊല്ലുക ആ. എന്നുള്ളത് അവര് ചെയ്യുന്ന കാര്യം തന്നെയാണല്ലോ അവർ ചെയ്തിരുന്നു. ഒരു കാലത്ത് അവർ ചെയ്തിരുന്നത്. ചെയ്തിരുന്നു. ആ, കാരണം അവരുടെ അതെ, നിലനിൽപ്പിന് പ്രശ്നമായിരുന്നു. അതെ, അതെ, അതെ. അവര് നിലനിൽപ്പിന് അവര് പ്രശ്നമായിരുന്നു. ശത്രുഭയത്തിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് അവരത് അതാണ് ചെയ്തിരുന്നത്. ആ, അവരുടെ സ്വന്തം സ്ഥലത്തേക്ക് ആരും കടന്നു ചെന്നാൽ അവര് അനുവദിക്കില്ലായിരുന്നു. അതാണ്. അതെ, അതെ, അതെ. ഈ ആ, കാരണം ഇവിടെ ബ്രിട്ടീഷുകാരും ഒക്കെ ചെല്ലാൻ തുടങ്ങിയ സമയത്താണ് കാടൊക്കെ വെട്ടിത്തെളിക്കാൻ തുടങ്ങിയത്. കോളേജ് സ്ഥാപിക്കാൻ വേണ്ടി. ഗൾഫിൽ. അപ്പൊ ഏക്കർ ആ, ശരി. കണക്കിന് സ്ഥലം വെളുപ്പിക്കുന്ന സമയത്ത് ആ, ഇവരുടേതായിരുന്നില്ല. അവര് സ്വന്തം വിഹരിച്ച അതെ, നാടായിരുന്നല്ലോ. അതെ. ആ, മറ്റു യാതൊരു കാടായിരുന്നല്ലോ. ബുദ്ധി അതെ. മറ്റു യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ കണ്ട് ആ, വെറും അതെ. കാട്ടിൽ വിഹരിച്ച് ഇവരെ സ്ഥലങ്ങളൊക്കെ ഉം. വെട്ടി വെളുപ്പിച്ച് ആ, പിന്നെ സെറ്റിൽമെന്റ് നടത്തുന്ന സമയത്ത് ആ, ഇവർക്ക് അതെ. സ്വാഭാവികമായിട്ട് ഇവർ ഇഷ്ടപ്പെട്ടില്ല അത്. അതെ. ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഇപ്പോ അതുകൊണ്ട് പിന്നെ അവർ മറ്റുള്ള കാണുമ്പോ അവര് ആ, അമ്പെയ്ത് കൊല്ലുമായിരുന്നു. അല്ല, പല സ്ഥലങ്ങളിലും ഇതുപോലെ അബോറിജിൻസിന്റെ മേലെ കടന്നാക്രമണങ്ങളും ആ, പലതരത്തിലുള്ള അവരെ എക്സ്പ്ലോയിറ്റേഷൻ ഒക്കെ ഉണ്ടല്ലോ. അത്തരം ഉണ്ടായിട്ടുണ്ട്. എക്സ്പ്ലോയിറ്റേഷൻസ് കമ്പാരിറ്റീവ്ലി കുറവല്ലേ അവിടെയൊക്കെ? അവിടെ ഈ കുറവെന്ന് പറഞ്ഞാൽ ഭയം കുറവാണ്. ഉള്ളതുകൊണ്ട്. പക്ഷെ അത് വേറൊരു കാര്യം, ആ, നമ്മൾ അന്ന് ആദ്യം അൻഡമാനെ പറ്റിയുള്ള ആരും അറിയുന്നില്ലല്ലോ. പുറം അതെ, ജീവിതക്കാർ അതെ, അതെ. ആ, അൻഡമാനെ പറ്റി ആരും പുറം ലോകത്ത് ആരും അറിയുന്നില്ലായിരുന്നു. ആ, ആ, പിന്നീടാണ് ഈ അറിഞ്ഞു തുടങ്ങിയത് തന്നെ. ആ, ആ, ഈ ആ, ശരി. അൻഡമാനിലെ ട്രൈബൽസും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒരു യുദ്ധം നടന്നിരുന്നു അവിടെ. അതൊന്നും ആരും ആ, അറിയില്ലല്ലോ. ആ, ആ, ആ. അവിടെ ഓ, ട്രൈബൽസും അബർജീനി ബ്രിട്ടീഷുകാരും. ട്രൈബൽസും ഓക്കെ. ആ, ബ്രിട്ടീഷുകാരും തമ്മിൽ. കാരണം ആ, ഒരു ആ, കാലത്ത് ശരി. അവിടെ ബ്രിട്ടീഷുകാർ അവിടെ യുദ്ധം ചെയ്യാൻ വേണ്ടി അവർ സന്നാഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആ, ട്രൈബൽസ് ആ, അവരെ യോഗം ചേർന്ന് ഒരു തീരുമാനം എടുത്താണ് ഇവരെ എതിരിടാൻ ആ, വേണ്ടിയിട്ട്. കാരണം അവര് ആ. നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതെ, 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 കാരണം അതെ. ഇവരെ പിന്നെ ഒന്നൊന്നായിട്ട് കൊല്ലുമായിരുന്നു ബ്രിട്ടീഷുകാർ ഈ ആ, ആ, ട്രൈബൽസിനെ. ശരി. ഓ, ഓ, ഓ. അതുകൂടാതെ കണ്ട് ഈ പല അസുഖങ്ങളും ഇവർക്ക് ആ, അവരെ അതെ, എന്താണ് ഇമ്മ്യൂൺ പവർ വളരെ കുറവാണല്ലോ ട്രൈബൽസിന്. അതെ, അതെ, അതെ. അപ്പൊ ഈ ബ്രിട്ടീഷുകാരിൽ നിന്ന് ഒരുപാട് അസുഖങ്ങൾ അവർക്ക് പരന്ന് കിട്ടുമായിരുന്നു. ഓ, ക്ഷയം, അത് ശരി. അസൂയി, ആ, അതുപോലെ അതെ, അതെ, ഇങ്ങനെ പല അസുഖങ്ങൾ, ആ, ലൈംഗിക രോഗങ്ങൾ പോലും അവർക്ക് കിട്ടിയിരുന്നു. അതെ, അതെ, അതെ. പ്രത്യേകിച്ച് ഈ ട്രൈബൽസ് ഒക്കെ ലൈംഗികമായിട്ട് മീൻസ് ആ, സെക്സ് ഇതെന്താണ് നഗ്നമായിട്ട് ആ, നടക്കുന്ന കാര്യത്തില്ലേ. അതെ, ആ അതെ. നഗ്നമായിട്ട് നടക്കുമ്പോൾ ഈ ബ്രിട്ടീഷ് സൈനികർക്കൊക്കെ അങ്ങനെ ആവേശം ഉണ്ടാവും. ഉം. അതെ, അവർ അതെ. ഇവരെ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്യുമായിരുന്നു. അതെ, ആ അതെ. ദുരുപയോഗം ചെയ്യുന്ന സമയത്ത് തന്നെ ഇവർക്ക് പല അസുഖങ്ങളും ലൈംഗിക രോഗങ്ങളൊക്കെ അതെ, കിട്ടുമായിരുന്നു. ഈ വരും. ട്രൈബൽസിന്റെ അറിയില്ല സംഗതി നടന്നത്. ആ, ആ, ആ. ഈ അസുഖത്തെ അതെ. പറ്റി അവർക്ക് യാതൊരു ബോധവും ഇല്ലല്ലോ അവർക്ക്. അറിയില്ല. അങ്ങനെ അവരുടെ അതെ. കൂട്ടമായിട്ട് കൂടി ഒന്ന് ചേർന്ന് കിടന്നുറങ്ങുന്ന ആൾക്കാർക്കാണ് ഇങ്ങനെ ഉം. പല അസുഖങ്ങൾ അവർ അതെ. പകർന്നു കിട്ടി. അങ്ങനെ ആ, അവരുടെ ആ, ഉം. വംശനാശം സംഭവിക്കുന്ന ഒരു രംഗം വന്നിരുന്നു. ആ, ആ. അതെ, അതെ. ഓ, ഇപ്പൊ ആൻഡമാൻ ആദിവാസികൾ തന്നെ ഒരു 4-5 ഗ്രൂപ്പ് ഉണ്ട്. അതില് പല ഗ്രൂപ്പുകളും നാമാവശേഷമായി. ആ, ശരി. ആ, ആ, ആ. പിന്നെ മനസ്സിലായി. അവര് ഒരു പ്രത്യേക ദ്വീപിൽ, സ്ട്രേറ്റ് ഐലൻഡ് എന്ന് പറയുന്ന പ്രത്യേക ദ്വീപിൽ അവരെ കുടിയിരുത്തിയിരിക്കുകയാണ്. ഒരു ആ, ഗവൺമെന്റ് ആണ് ശരി. എല്ലാ ആ, സഹായങ്ങളും കൊടുക്കുന്നത്, ചെയ്തേണ്ടിട്ടുണ്ട്. ഭക്ഷണവും ആ, എല്ലാ ശരി. കാര്യങ്ങളും. പക്ഷെ അവിടത്തേക്ക് മറ്റുള്ള ആ, ആ, ആരെ അവർ കടന്നു ചെയ്യാൻ അനുവദിക്കുന്നില്ല ഗവൺമെന്റ് മറ്റുള്ളവർ. ആ, ആ. സാർ, ഈ കാലാപാനിയില് ധാരാളമായിട്ട് പിന്നെ ഉം. അതിനെ പറ്റിയിട്ട് പല പുസ്തകങ്ങളിലും പറയുന്നുണ്ടല്ലോ. പല ഉം. പുസ്തകങ്ങളും അതിനെ ബേസ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. കാലാപാനി ഏകദേശം ഒരു 18-ാം നൂറ്റാണ്ടിൽ തന്നെ നിർമ്മിച്ച ഒരു ജയിലാണല്ലോ.
ഈ കാലാപാനി എന്ന് പറയുന്നത് ആ, തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് സെല്ലുലാർ ജയിൽ എന്ന് ആ, പറയുന്നത്. ആ, ആ, കാരണം കാലാപാനി എന്ന് പറഞ്ഞ കറുത്ത ജലം, അത് ആൻഡമാൻ ദ്വീപുകൾക്ക് ചുറ്റുമുള്ള ജലം ഉണ്ടല്ലോ, അവിടെ അവരെ ആ, ആ നാട് കടത്തുക എന്നുള്ളത് കാലാപാനി കടത്തുക എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ, 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 കറുത്ത ജലം കടത്തുക എന്നുള്ളത്. സെല്ലുലാർ ജയിൽ ആ, 1906 പണിതിരിക്കുന്നത്. ആ, 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 ശരി. അതിനെ പണിയ അത് കാരണം എന്താ, നമ്മുടെ സ്വാതന്ത്ര്യ സമരമാണ്. ആ, അതെ. ഇവിടുത്തെ അവിടെ അത് വിപ്ലവകാരികളെ. പണിയെടുത്തത് ആ, ഒരു ആ, കാലത്ത്. ആ, പിന്നെ ഈ ബംഗാളിൽ നിന്നുള്ള വിപ്ലവകാരികളായി അവിടുത്തെ ബോംബേറും, ഉണ്ട്. ആ, ആ, പിന്നെ വിപ്ലവകാരികളായി തീർന്ന അവിടുത്തെ പ്രധാനപ്പെട്ട ഉം, കൈദികൾ. അതെ. അപ്പൊ അവരെ പിന്നെ തടവിലിടാൻ വേണ്ടിയാണ് പിന്നീട് സെല്ലുലാർ ജയിൽ ഉപയോഗിച്ചത്. അപ്പൊ ഓ, അങ്ങനെ സെല്ലുലാർ ജയിൽ ശരി. ആദ്യം ഇല്ലായിരുന്നു. അൻഡമാൻ ദ്വീപിലൊക്കെ നാട് ആ, കടത്താൻ പോലെ തുറന്ന ജയിൽ തന്നെയായിരുന്നു, വെറും ദ്വീപല്ലത്. അതെ, അതെ. ആദ്യകാല നാട് കടത്തപ്പെട്ടവര് അങ്ങനെ. പിന്നീടാണ് ഈ നമ്മുടെ സ്വാതന്ത്ര്യ സമരം തുടങ്ങിയതിനു ശേഷം ആ, വിപ്ലവകാരികളൊക്കെ നാട് കടത്താൻ വേണ്ടിയുള്ള ഒരു പുതിയൊരു പദ്ധതി തയ്യാറാക്കിയത്. ആ, ആ, ശരി. അതനുസരിച്ചിട്ടാണ് സെല്ലുലാർ ജയിൽ ഉണ്ടാക്കിയത് തന്നെ. അവര് ആ, ആ, സെല്ലുലാർ ജയിൽ ശരി. ഒരു അറയിൽ ഏകാൻ തടവിൽ ഇടണം എന്നുള്ള ഒരു ആ, ആ, നിയമം. ദൗത്യം ആ, കൊണ്ട് വന്നത്. ആ, 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 അങ്ങനെ 1896 മറ്റാണ് സെല്ലുലാർ ജയിലിന്റെ പണി തുടങ്ങിയത്. ആ, 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 പിന്നെ 1906 അത് അത് പണി ആ, തീർന്നു. അതായത് ഓ, ശരി. 1858 നമ്മൾ സ്വാതന്ത്ര്യ സമരം തുടങ്ങിയതിനു ശേഷവും എത്രയോ വർഷം കഴിഞ്ഞ ആ, ശേഷമാണ് സെല്ലുലാർ ജയിൽ ഉണ്ടാക്കിയത്. ഉണ്ടാക്കുന്നത്. ഓ, ശരി. പിന്നെ കാലാപാനി എന്ന സിനിമയാണ് ഈ സെല്ലുലാർ ജയിലിന്റെ പേര് കൊടുക്കാൻ കാരണം. ആ, ശരിക്കും അത് കാലാപാനി ശരി. അല്ല, സെല്ലുലാർ ആ, ജയില്. ആ, ആ, ആ. പിന്നെ ആൾക്കാർക്ക് കാലാപാനി കാലാപാനി എന്ന് പറഞ്ഞ ഒടുവിൽ സെല്ലുലാർ ജയിലായി കാലാപാനി. അപ്പൊ ശരി, അങ്ങനെയാണ്. അങ്ങനെ വന്നതാണ് അതെ. സംഭവം. അതായത് ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് പ്രിസൺ ആണ് പോർട്ട് ബ്ലെയറില് ആ ആ അവര് ആ നിർമ്മിച്ചത്. അതെ. അതെ. അന്ന് അപ്പൊ അവർക്ക് സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക ജയിലുണ്ടാക്കിയിരുന്നു. സ്ത്രീകൾക്ക് വേണ്ടി ആ, പ്രത്യേക ജയിലുണ്ടായിരുന്നു. സ്ത്രീകളെ നാട് കലാപ ആ, കടത്തിയിരുന്നില്ല ഓ, അവിടേക്ക്. ആ, അതെ, അതെ. ആ. സ്ത്രീകളെ സ്ത്രീ നാട് വിപ്ലവ കടത്തിയിരുന്നു. അന്ന് നാടുകടത്തപ്പെട്ട വിപ്ലവകാരികളായിട്ടുള്ള സ്ത്രീകളെ പറ്റി എന്തെങ്കിലും പുസ്തകങ്ങളോ എന്തെങ്കിലും വന്നതായിട്ട് അറിയാമോ? പുസ്തകങ്ങൾ അതിൽ ഇല്ല. അങ്ങനെ പ്രത്യേകിച്ച് ആ, അതിനെ പറ്റി ഒന്നും അറിയില്ല. പക്ഷേ ആ, ഈയിടെ ഞാനൊരു പുസ്തകം വായിച്ചു. ആ, പിന്നെ എന്താണ്, നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആ, നേതാജിയുടെ ഒരു അസിസ്റ്റന്റ് ആയിട്ട് ആ, ആ, മീര എന്ന് പറയുന്ന സ്ത്രീ, ആ, ഫുൾ ആ, പേര് ഓർക്കുന്നില്ല. ആ, ആ, അവരെ എന്താണ്, നേതാജിയെ പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ, ബ്രിട്ടീഷുകാര് വളരെ ശ്രമിച്ചിരുന്നു. ആ. ഓ, ഓ, എന്നിട്ട് ഇവര് അനുസരിച്ചില്ല. ആ, ആ, ആ സ്ത്രീ ആ, ആ ആ, സ്ത്രീ ശരി. അനുസരിച്ചില്ല. എന്നിട്ട് ആ, അവരെ ആ, അറസ്റ്റ് ചെയ്തിട്ട് അൻഡമാനിലേക്ക് നാട് കടത്തി. ഓ, എന്നിട്ട് ആ, നാട് ശരി. കടത്തി സെല്ലുലാർ ജയിലിലിട്ട്. ജയിലർ പോലും ആ സ്ത്രീയെ വളരെ ദ്രോഹിച്ചിരുന്നു. ആ, ശരി. ഓ, അവരുടെ പിന്നെ ബ്രസ്റ്റൊക്കെ ഛേദിച്ചെന്നാണ് ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ കണ്ടത്. ആ, ഓ, 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 ആ, അത് അന്നത്തെ സ്വാതന്ത്ര്യ സമരത്തെ ലേഡീസിന്റെ ആ, 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 പേര് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അങ്ങനെ ഒരുപാട് സ്ത്രീകൾ ആ, ഇട്ടിരുന്നു. പഞ്ചാബിൽ നിന്നുള്ള ആ, പല ശരി. ലേഡീസിനെ ഇട്ടിരുന്നു സെല്ലുലാർ ജയിലിൽ. ഇട്ടിരുന്നു. ഓ, ഓ, പഞ്ചാബിൽ ഓ, നിന്ന്. ആ, ആ, ആ. അതിനെപ്പറ്റി കൂടുതൽ പഠനം വരേണ്ടതാണ് അല്ലേ? അത് അന്ന് വരേണ്ടതാണ്. ഈ പക്ഷേ അതാണ് ആ, കാരണം, വളരെ ഇതിനെപ്പറ്റി ലിമിറ്റഡ് ആയിട്ടുള്ള ലേഡീസിനെയാണ് കൊണ്ടുവന്നിരുന്നത്. കൊണ്ടുവന്നിട്ടുള്ളൂ. ആ, ആ, അതും ഉം, വളരെ എന്താണ്, പിന്നെ ഹീനസ് ക്രൈം നടത്തിയ ആ, ആൾക്കാരൊക്കെയാണ് നാട് കടത്തിയിരുന്നത്. ആ, ആ, പ്രത്യേകിച്ച് ഈ ഭർത്താക്കന്മാരെ കൊല ആ, ചെയ്യുക, ഉം, ആ, അല്ലെങ്കിൽ ഇങ്ങനെ അതുപോലെ തന്നെ ഹീനകൃത്യങ്ങൾ നടത്തിയ ആൾക്കാരാണ് നാട് കടത്തിയിരുന്നത് ആ സമയത്ത്. ആ, ആ, ശരി. ഉം. ഇങ്ങനെ ഓരോ പറയാൻ സാറ് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ അതെ, ഓരോ അതെ. സംശയങ്ങൾ നമുക്ക് ചോദിക്കുമ്പോൾ സമയത്താണ് നമ്മുടെ അതെ. ഉം, ഞാന് അബ്രിദയുടെ കുറച്ച് അനുഭവങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഓക്കെ അപ്പൊ ഓക്കെ. അബ്രിദ പിന്നെ ഇന്ത്യയിലെ മിക്കവാറും സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആസാമിലൊക്കെ ആണ് പോവാത്തത്. അല്ലേ? അതെ, അതെ. ആ, ആ, ഇതില് ഏറ്റവും ആകർഷിച്ച പ്രദേശം ഏതാണ്? അതെന്തുകൊണ്ടാണ്? അതിന്റെ സാംസ്കാരിക പൈതൃകം കൊണ്ടാണോ? അവിടുത്തെ ജനങ്ങളാണോ? എന്താണ് അവിടെ അട്രാക്ഷൻ ആയത്? ഏറ്റവും ഇനിയും പോകണം എന്ന് തിരികെ വിളിക്കുന്ന സ്ഥലം ഏതാണ്? ഉം. അങ്ങനെയൊന്നുണ്ടോ? എനിക്ക് തോന്നുന്നു വളരെ ഫിലോസഫിക്കലി പറയുകയാണെങ്കിൽ ഈ പോയിട്ടുള്ള ആ, എല്ലാ സ്ഥലങ്ങളും ആ, ഒന്നല്ലെങ്കിൽ മറ്റൊരു കാരണം കൊണ്ട് നമുക്ക് വളരെ പ്രിയപ്പെട്ട സ്ഥലങ്ങളാണ്. അല്ലെങ്കിൽ ആ, ഏറ്റവും
മനോഹരമായിട്ടുള്ള ഓർമ്മകൾ തന്ന ആ, ഇടങ്ങളാണ്. അത് ആം, ശരി. പക്ഷെ എനിക്ക് തോന്നുന്നു ആ, ഇപ്പം രാജസ്ഥാൻ എനിക്ക് ആ, വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. ആഹാ. ഞാൻ പലവട്ടം രാജസ്ഥാനിൽ പോയിട്ടുണ്ട്. ഓ, ശരി. അപ്പൊ എനിക്ക് തോന്നുന്നു അതിൽ തന്നെ പ്രത്യേകിച്ചും ജയ്സാൽമീർ ആ, എനിക്ക് ഭയങ്കര ആ, ഇഷ്ടമായിട്ടുള്ള, അല്ലെങ്കിൽ ആ, അവിടുത്തെ ശരി. ആളുകളായാലും അല്ലെങ്കിൽ അന്ന് കിട്ടിയ മെമ്മറീസ് എല്ലാം ഇപ്പൊ ആദ്യത്തെ വട്ടം നമ്മൾ പോയപ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന ഓർമ്മകളും എല്ലാം ആ, ഏറ്റവും മനോഹരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉം, ഞാൻ പിന്നെയും ഒരുപാട് വട്ടം പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 6 7 വട്ടമൊക്കെ ഞാൻ രാജസ്ഥാനിലെ പല ആവശ്യങ്ങൾക്കായിട്ടും അല്ലാതെയും ഉം, ആഹ് ഉം, അല്ലെങ്കിൽ വെറുതെ ആയിട്ടൊക്കെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പൊ രാജസ്ഥാൻ എനിക്ക് എപ്പോഴും വളരെ ഇഷ്ടമുള്ള ഒരു സ്ഥലമായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ രാജസ്ഥാൻ എന്നുള്ളതല്ല, എനിക്ക് തോന്നുന്നു ഞാൻ പോയിട്ടുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങളും ഉം. എനിക്ക് വളരെ ഇഷ്ടമുള്ള സ്ഥലങ്ങളാണ്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ പോയിട്ടുണ്ടാവുക ഒരു പക്ഷേ മണാലിയിലായിരിക്കും. ആ, കുളു അതിനൊരു മണാലി. കാരണം എന്ന് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്ത് സുഹൃത്തിന് മണാലിയിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ ആ, നമ്മള് എപ്പോഴും പോയാലും നമ്മളെ വെൽക്കം ചെയ്യാനും, അല്ലെങ്കിൽ നമുക്ക് ആ, എത്ര കാലം വേണമെങ്കിലും ഉം, താമസിക്കാനൊക്കെ അവിടെ സാധ്യത ഉള്ളതുകൊണ്ടാണത്. അപ്പൊ ഞാൻ ഉം, ശരി. എനിക്ക് തോന്നുന്നു കൊറോണയുടെ വലിയ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചിട്ടും ആ, ഇവിടെ ഓൺലൈൻ ക്ലാസ്സുകളായിരുന്ന സമയത്ത് ഞാൻ 2 ഉം, മാസം 3 മാസക്കാലങ്ങളൊക്കെ തുടർച്ചയായിട്ട് മണാലിയിൽ നിന്ന സമയമുണ്ട്. അപ്പൊ ഓ, നമ്മള് ശരി. എവിടെയെങ്കിലും വെറുതെ ഒന്ന് പോയി ഒരാഴ്ചക്കോ 2 ആഴ്ചക്കൊക്കെ നിന്ന് വരുന്നതിനേക്കാൾ കൂടുതലായി നമ്മൾ 1 മാസം 2 മാസമൊക്കെ ഒരു ആ, സ്ഥലത്ത് നിൽക്കുമ്പം കുറച്ചും കൂടെ അവിടെയുള്ള അറ്റ്ലീസ്റ്റ് നമുക്ക് തൊട്ടടുത്തുള്ള ആളുകളൊക്കെ ആയിട്ട് നമ്മൾ ആ, നല്ല ബന്ധങ്ങൾ ബന്ധുക്കള്. സൃഷ്ടിക്കും എന്നുള്ളതാണ്. അങ്ങനെ ആ, മണാലിയിൽ തന്നെ അവിടെയുള്ള ലോക്കൽസ് ആയിട്ടുള്ള ഒരുപാട് ആളുകളായിട്ട് നല്ല ബന്ധങ്ങൾ ആ, ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോഴും പോകുമ്പോഴും നമ്മളെ വളരെ ചിരിച്ചുകൊണ്ട് വെൽക്കം ചെയ്യുന്ന കുറേ മനുഷ്യര് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു മണാലിയും അങ്ങനെ വളരെ ഇഷ്ടമുള്ള സ്ഥലം. ഇപ്പൊ നമ്മൾ മണാലി എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് വളരെ റഷ് ആയിട്ടുള്ള ഭയങ്കര ടൂറിസ്റ്റ് പ്ലേസ് എന്നതിൻ്റെ അപ്പുറത്തോട്ട് മണാലിയുടെ ഉള്ളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള കുറേ ഉം, ഗ്രാമങ്ങളുണ്ട് അതിൻ്റെ ഉള്ളില്. അല്ലെങ്കിൽ നമുക്ക് ആ, വളരെ ഇഷ്ടപ്പെടുന്ന കുറെ, അല്ലെങ്കിൽ തന്നെ ഭയങ്കരമായ പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ് മണാലി. പക്ഷെ അതിന്റെ അപ്പുറത്തോട്ട് ആ ആ, റഷും അല്ലെങ്കിൽ ആ ആ, തിരക്കുകൾക്കൊക്കെ അപ്പുറത്തേക്ക് വളരെ ശാന്തസുന്ദരമായ കുറെ ഗ്രാമങ്ങളും കുറെ ആളുകളും ഉം, അവരുടെ ഈ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ ഉം, ഉം, നോക്കുമ്പോഴും മണാലി ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. അപ്പൊ അത് ഉം, ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്നുള്ളതിനേക്കാൾ അപ്പുറത്തോട്ട് ഇപ്പം ഞാൻ കറക്കത്തിന്റെ കുറെ ആ, ആമുഖം എഴുതുന്നത്, അതിന്റെ ഡ്രാഫ്റ്റ് എഡിറ്റിംഗ് കംപ്ലീറ്റ് ആക്കുന്നതൊക്കെ മണാലിയിൽ വെച്ചിട്ടാ. അപ്പം ഓ, അത് ശരി. അങ്ങനെയൊക്കെ ഉം. എനിക്ക് മണാലിയുമായിട്ടൊരു പേഴ്സണൽ കണക്ഷൻ ഉണ്ട്. നമ്മളുടെ പ്രമുഖ കഥാകാരൻ എം.ടി. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കൃതികളിലൊന്നും അവിടുത്തെ യാത്രയിൽ കൂടിയാണ് ഉണ്ടായിട്ടുള്ളത്, മഞ്ഞ്. അതെ അതെ. അതെ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കുളു മണാലിയിൽ പോയി അവിടെ താമസിക്കണം. എന്നാലേ പുതിയ പുതിയ സാഹിത്യ കൃതികൾ മലയാളത്തിൽ ഉണ്ടാവുള്ളൂ. എഴുത്ത് മലയാളത്തിൽ തന്നെയാണോ അതോ മറ്റു ഭാഷകളിൽ എന്തെങ്കിലും എഴുതുന്നുണ്ടോ? ആ, കൂടുതലും മലയാളത്തിൽ തന്നെയാണ്. പിന്നെ ആ, ഇവിടെ ഉള്ള ഒന്ന് രണ്ട് മാഗസിനുകളുടെ ആവശ്യങ്ങൾക്കുമൊക്കെ ആയിട്ട് എഴുതാറുണ്ട്. ആവശ്യപ്പെട്ട ആ, സമയങ്ങളിൽ മാത്രം വളരെ കുറച്ച് തവണ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. അല്ലാതെ ആ, സോഷ്യൽ മീഡിയയിൽ എഴുതുമ്പം രണ്ടിലും എഴുതാറുണ്ട്. ചില കോണ്ടന്റുകൾ ഇംഗ്ലീഷിലും ചിലത് മലയാളത്തിലും അങ്ങനെ എഴുതാറുണ്ട്. പക്ഷെ കൂടുതലും എനിക്ക് തോന്നുന്നു എനിക്ക് ഒന്നും കൂടെ വായിക്കാനും എഴുതാനൊക്കെ ഇഷ്ടം ആ, മലയാളം തന്നെയാണ്. തന്നെയാണ്. ഞാൻ ചോദിക്കാൻ വരുന്ന മറ്റൊരു കാര്യം, നമ്മൾ സ്ത്രീകൾ യാത്ര ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? പുരുഷന്മാര് യാത്ര ചെയ്യുന്നതും സ്ത്രീകൾ യാത്ര ചെയ്യുന്നു അതുപോലെ തന്നെയല്ലേ? വ്യത്യാസം എന്താണ് അനുഭവപ്പെട്ടത്? സ്ത്രീകൾ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് എന്ത് തയ്യാറെടുപ്പ് നടത്തേണ്ടത്? ഓക്കെ. ആ, സോ ഞാൻ എന്നെ പറ്റി പറയുമ്പോൾ ഞാൻ വളരെ പ്രിവിലേജിൽ ജീവിക്കുന്ന ഒരാളാണെന്നാണ് ഞാൻ എപ്പോഴും എന്നെപ്പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാറ്. പക്ഷേ ആ, ഞാൻ പ്രിവിലേജ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളുടെ രാജ്യത്ത് എല്ലാ ആളുകൾക്കും
എന്താ പറയാ വളരെ നോർമലായിട്ട് ലഭിക്കേണ്ട അവകാശമാണ് ഞാൻ പ്രിവിലേജ് എന്ന് പറയുന്നത്. ബിക്കോസ് അത് എല്ലാ ആളുകൾക്കും അതേപോലെ ലഭിക്കുന്നില്ല കിട്ടുന്നുണ്ട്. എന്നത് കാരണമാണ് അത് പ്രിവിലേജ് ആവുന്നത്. ഒരു റൈറ്റ് ഒരു പ്രിവിലേജ് ആവുന്നത് അതുകൊണ്ടാണ്. എല്ലാ ആളുകൾക്കും വളരെ ഈസിയായി അത് ലഭിക്കുന്നില്ല. അത് എന്താണോ ഇപ്പൊ നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുന്ന സമയത്ത് അംബേദ്കറും ബാക്കിയുള്ള ആളുകളും എന്താണോ ഉദ്ദേശിച്ചിരുന്നത് ആ ഉദ്ദേശത്തോടു കൂടി അത് എല്ലാ ആളുകൾക്കും ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും അത് ലഭിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ആ അവകാശം അതൊരു പ്രിവിലേജ് ആയിട്ട് മാറുന്നത്. അപ്പം ഒന്നുകൂടെ ഇപ്പം പെൺകുട്ടിയാണ് അല്ലെങ്കിൽ യാത്രകൾ എന്ന് പറയുന്നത്, യാത്രകൾ, പുസ്തകങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും നമുക്ക് വളരെ ലക്ഷറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരിക്കലും അതൊരു നെസസിറ്റി അല്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾക്ക് അത്രയും ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചെയ്യുന്ന ഒരു സംഗതിയാണ്. അത് പുറത്തു നിന്ന് നോക്കുന്ന ആളുകൾക്ക് അത് ഇപ്പോഴും ലക്ഷറിയാണ്. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോന്നാണ് എപ്പോഴും പുസ്തകങ്ങൾ വാങ്ങുമ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ അത് കേട്ടിട്ടുള്ള രണ്ട് സന്ദർഭം, ഒന്ന് ഞാൻ പുസ്തകങ്ങൾ പൈസ കൊടുത്ത് വാങ്ങുമ്പോഴും പൈസ മുടക്കി യാത്ര ചെയ്യുന്നു എന്നുള്ള ഈ രണ്ട് കാര്യങ്ങളിലാണ് ആളുകൾ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, ശരിക്കും അതൊക്കെ ഒരു അനാവശ്യ ചെലവല്ലേ എന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇപ്പോഴും ആളുകൾക്ക് അത് രണ്ടും അതിനെ കൂടുതലുണ്ട്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഇത് രണ്ടും ആളുകൾക്ക് ലക്ഷറിയാണ് ഇപ്പോഴും. പ്രത്യേകിച്ചും അതൊരു പെൺകുട്ടി ചെയ്യുന്നു എന്ന് പറയുമ്പം സ്വാഭാവികമായ എതിർപ്പുകൾ ഉണ്ടാകാം. അതിന്റെ അപ്പുറത്തോട്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മളുടെ പാരന്റ്സ് ഒക്കെ അത് പറയുമ്പം അതിൽ എതിർപ്പിനേക്കാൾ അപ്പുറത്തോട്ടൊരു ഭയം എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉള്ളത് കൊണ്ടാണ്. അതിൽ നമ്മൾ അവരെ തെറ്റ് പറയാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത്. കാരണം അതൊരു സ്നേഹക്കുറവ് നിന്നുണ്ടാവുന്നതല്ല, ഒരു സ്നേഹ കൂടുതലിൽ നിന്നുണ്ടാവുന്ന ഭയമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ എതിർക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. ഒരാള് സ്നേഹപൂർവ്വം നമ്മളോട് ചെയ്യരുത് എന്ന് പറയുമ്പം നമുക്കത് ഒറ്റവെട്ടിന് എതിർക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം. പക്ഷെ എനിക്ക് അതൊന്നുകൂടി ഈസി ആയിരുന്നു. ഇപ്പൊ എൻ്റെ വീട്ടിലായാലും ഉമ്മയായാലും പപ്പയായാലും ഒക്കെ നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യുന്നു, അത് മറ്റൊരാളെ വേദനിപ്പിക്കുന്നില്ല, അയാളുടെ യാതൊരു തരത്തിലും അത് ബാധിക്കുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല. എല്ലാ കാര്യങ്ങളിലും എൻ്റെ കാര്യങ്ങളിലെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ആ അതോറിറ്റി ഇതുവരെ ആരും എടുത്തിട്ടില്ല. അപ്പൊ അതെനിക്ക് ഒന്നുകൂടെ എളുപ്പമായിരുന്നു. പക്ഷേ നമ്മളുടെ ഒരു സോഷ്യൽ സിനാരിയോയിൽ എല്ലാ ആളുകൾക്കും എല്ലാ വീടുകളും അത്തരത്തിലുള്ളതല്ല. അപ്പം പെൺകുട്ടികൾ യാത്ര ചെയ്യാന്ന് പറയുന്നത് അത് ഇപ്പോഴും സ്പെഷ്യൽ തന്നെയാണ്. കാരണം അവരത് വളരെ ഈസിയായി വളരെ നോർമലായിട്ട് ചെയ്യുന്ന ഒരു സംഗതിയല്ല. പലപ്പോഴും ദിവസങ്ങളോളം സമരം ചെയ്ത് പട്ടിണി കിടന്ന് ചീത്ത കേട്ട് നേടിയെടുക്കുന്നത് തന്നെയാണ് ഓരോ പെൺകുട്ടി നടത്തുന്ന യാത്രകളും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്പെഷ്യലാണ്. അത് വളരെ സ്വാഭാവികമായിട്ട് കാണേണ്ട ഒരു സംഗതിയാണെങ്കിൽ പോലും ഇന്നും നമുക്കത് വളരെ സ്വാഭാവികമായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് നമുക്കതിനെ സ്പെഷ്യൽ ആക്കി തന്നെ പറയേണ്ടി വരുന്നു എന്നതാണ് അതിന്റെ കാര്യം. പക്ഷെ അതെ എനിക്ക് തോന്നുന്നു അബിത, നമ്മള് സ്ത്രീകള് യാത്ര ചെയ്യുമ്പോഴേ പുരുഷന്മാരെക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം സ്ത്രീകൾക്കുണ്ട് എന്നൊരു തോന്നല് മറ്റുള്ളവർക്ക് ഉണ്ട് തോന്നുന്നു. അതെ. അതായത് പുരുഷൻ പിന്നെ രണ്ട് കൈയും വീശി യാത്രയ്ക്ക് ഒരു ബാഗ് പോലും എടുക്കാതെ ഇറങ്ങി പോവുകയും, അതേസമയം ഒരു സ്ത്രീ ആണെങ്കിൽ, പ്രത്യേകിച്ച് കുടുംബസ്ഥയൊക്കെ ആണെങ്കിൽ പറയേണ്ട കാര്യമില്ല, ഒരുപാട് ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുടെ ഇടയിൽ നിന്ന് അവർക്ക് ഇറങ്ങി പോകേണ്ടതായിട്ട് വരുന്ന ഒരു ഫീലിംഗ്, അത് ശരിയാണോ? അതുണ്ടാവുന്നുണ്ടോ? എങ്ങനെയാണോ എനിക്ക് കംഫർട്ടബിൾ ആ രീതിയിലാണ് ഞാൻ ഇപ്പോഴും ട്രാവൽ ചെയ്യുന്നത്. അതിപ്പം എൻ്റെ കല്യാണം കല്യാണം കഴിക്കുന്നതിന്റെ മുന്നേയും യാത്ര ചെയ്യുന്നുണ്ട്, ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലൊരു വ്യത്യാസമോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ വളരെ ഫ്രാങ്ക്ലി എൻ്റെ പാർട്ട്ണറോട് ആ സംഗതികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ പറയാതെ തന്നെ കുറേ സംഗതികൾ അവൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവനത് മനസ്സിലാവാത്ത, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുത്താലേ മനസ്സിലാവൂ എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് എന്താണോ ട്രാവൽ ടൂർസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ടല്ലോ, മിന്നൽ ക്യാമ്പുകൾ പോലെ അതെ ഓർഗനൈസ് ചെയ്യുന്ന ക്യാമ്പുകളും ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഓർഗനൈസ് ചെയ്യുമ്പോൾ മറ്റു സ്ത്രീകളുടെ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ടാവും. അതെ അവർക്ക് അത്രത്തോളം എളുപ്പമാണോ? അബ്രീതയെ പോലെ
ചിലപ്പോ അതൊരു പ്രത്യേക ഇതില് സാഹചര്യത്തിൽ അബ്രീത രക്ഷപ്പെട്ടിരിക്കുന്നു. അതെ. മറ്റുള്ളവർക്ക് അത്രത്തോളം എളുപ്പമാണോ? അല്ല അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് സ്പെഷ്യൽ ആണ്. ഓരോ പെൺകുട്ടികളും യാത്രയ്ക്ക് ഇറങ്ങിത്തിരിക്കുമ്പോ അവര് കയ്യടികൾ അർഹിക്കുന്നു എന്ന് ഞാൻ പറയുന്നത്. കാരണം അതെ. ഒത്തിരി സമരങ്ങൾക്കൊടുവിലാണ് ഏറ്റവും ചെറിയ ഇടങ്ങളിൽ പോലും അവരെത്തുന്നത് എന്നുള്ളതാണ്. ലക്ഷ്യസ്ഥാനത്ത് ചിലപ്പം ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ ലക്ഷ്യസ്ഥാനത്തിൽ എത്തുന്നുണ്ടാവും. പക്ഷെ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ അവരെടുക്കുന്ന പാതകൾ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ആ പാതകളിൽ അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ചലഞ്ചുകള് അല്ലെങ്കിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകള് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതുകൊണ്ടാണ് ഒരേ ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോഴും ഇപ്പോഴും പെൺകുട്ടികൾ കൂടുതൽ കയ്യടികൾ അർഹിക്കുന്നു എന്ന് ഞാൻ പറയുന്നത്. അതൊരിക്കലും ആൺകുട്ടികളുടെ ശ്രമം തള്ളിക്കളയുന്നത് കൊണ്ടല്ല, പെൺകുട്ടികൾ കുറച്ചുകൂടെ അതിന് ശ്രമിക്കേണ്ടി വരുന്നത് കൊണ്ടും അവർക്കത് ആ ബുദ്ധിമുട്ട് അവരനുഭവിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്നതും കൂടെ കൊണ്ടാണത്. ഓക്കെ. അബ്രിതയുടെ അടുത്ത് ചോദിക്കാൻ ഇനിയും ചോദ്യങ്ങളുണ്ട്. പക്ഷെ നമ്മളുടെ അതിഥികൾക്കും ചോദിക്കേണ്ടതായിട്ടുണ്ട്. അവര് ഹാൻഡ് റൈസിംഗ് ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യാം. ശ്രീ ശ്രീ ജെയിംസ് വിക്ടർ. സംസാരിക്കാം സർ. ശ്രീ ജെയിംസ് വിക്ടർ ഓക്കെ, താങ്ക് സംസാരിക്കാം. യു. ഓക്കെ, ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, നേരിട്ട് ചോദ്യത്തിലേക്ക് പോകാമല്ലോ. ചോദ്യത്തിലേക്ക് പോവാം. ആദ്യം ഇപ്പൊ ഈ ചർച്ച നടന്നുകൊണ്ടിരുന്നത് ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് ദൂരയാത്രയിലുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറയുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ ആൺകുട്ടികൾക്കായിരുന്നാലും ഇതേ വിഷയം വരുന്നുണ്ട്. ഇപ്പോ നമ്മുടെ വിജയൻ മടപ്പള്ളി സാറ് 78-ൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ 68. ജോലിക്ക് പോകുന്ന ആ കാലം 68-ല്. അതെ. അപ്പൊ അതും കഴിഞ്ഞൊരു 10 വർഷം കഴിയുമ്പോൾ 78-ലാണ് എനിക്ക് അലഹബാദ് അഗ്രികൾച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ കിട്ടുന്നത്. അപ്പൊ ഈ പാരമ്പര്യത്തിന്റെ ഇത് വരുമ്പോ എന്റെ ഫാദർ അല്പം നേരത്തെ മരിച്ചിരുന്നു. അപ്പൊ അമ്മയുടെ സഹോദരൻ ഈ പേപ്പേഴ്സ് എല്ലാം തന്നെ അമ്മയോട് സംസാരിച്ച് മാറ്റിക്കളഞ്ഞു. ഇത്രയും ദൂരെ പോയി കഴിഞ്ഞാൽ വഴിപിഴച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് യാത്ര എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ 3 വർഷം മാർവേനസിൽ പഠിച്ചു. ആ കാലത്ത് ഞാൻ ഇവരാരും അറിയാതെ തന്നെ അലഹബാദിലേക്ക് തന്നെ അപ്ലൈ ചെയ്തു, അഡ്മിഷനായി, അവിടെ തന്നെ പോകുന്നു, പഠിക്കുന്നു. അങ്ങനെയാണ് ഞാൻ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട്. കാരണം ഞാൻ ആ പഠിക്കുന്ന കോഴ്സിന് ആദ്യത്തെ വർഷം 2 മാസം ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യാം, പല പല സംസ്ഥാനങ്ങളിലും ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട്. രണ്ടാമത്തെ വർഷവും 2 മാസം യാത്ര ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇന്ത്യ മുഴുവൻ ഏറെക്കുറെ യാത്ര ചെയ്യാനുള്ള അവസരം കിട്ടിയിരുന്നത്. ഞാനിത് ഇടയ്ക്ക് സന്ദർഭത്തിൽ പറഞ്ഞതേ ഉള്ളൂ. കാരണം ഞാനത് ഇന്ത്യൻ ഡയറി ഡിപ്ലോമ, അതൊരു നാഷണൽ ഡിപ്ലോമ കോഴ്സ് ആയിരുന്നത്. ഒരു ഇന്റൻസീവ് ട്രെയിനിങ് കോഴ്സാണ്. അപ്പോ ഇനി ഞാൻ വിജയൻ സാറിനോട് ആണ് ആദ്യത്തെ ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ശരിക്കും സാറ് അവിടെ സുനാമിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഗൂഗിൾ മാപ്പിലേക്ക് നോക്കി. കാരണം നിക്കോബാർ ഐലൻഡ്സിനോട് ചേർന്നാണ് സുനാമിയുടെ ദുരന്തം കൂടുതൽ ഉണ്ടായതെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ചിന്ത, ഇത് ഫിലിപ്പീൻസിന് അടുത്തുള്ളതാണല്ലോ ഈ പറയുന്ന ഇന്തോനേഷ്യ. അപ്പൊ ഞാൻ മാപ്പ് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ഇതൊരു മാല പോലെ ഒരു സ്ട്രെച്ചിങ് വരുമ്പോ നിക്കോബാർ ഐലൻഡ്സ് വരെ നീണ്ടു കിടക്കുന്നു, മലേഷ്യയുടെയും സിംഗപ്പൂരിന്റെയും ഇപ്പുറത്ത്. അപ്പൊ എന്റെ മനസ്സിൽ വരുന്നത്, ഈ ആൻഡമാൻ നിക്കോബാറിലെ അതേ അബോറിജിൻസ് അല്ലെങ്കിൽ ആദിവാസികള് ഇന്തോനേഷ്യൻ ഐലൻഡ്സിലേക്കും വ്യാപിച്ചിട്ടുണ്ടോ? അതിനെ കുറിച്ച് അങ്ങേക്ക് അറിയാമോ? അവിടുത്തെ ഭൂപ്രകൃതി അനുസരിച്ചിട്ട് ആൻഡമാൻ ദ്വീപുകൾ യഥാർത്ഥത്തിൽ ബർമയോട് ബന്ധപ്പെട്ടാണ് മ്യാൻമാർ. അതേപോലെ നിക്കോബാർ ദ്വീപുകൾ ഇന്തോനേഷ്യയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അവിടുത്തെ സസ്യങ്ങളും ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്തോനേഷ്യയോട് ബന്ധപ്പെട്ടതാണ് നിക്കോബാർ ദ്വീപുകൾ. അപ്പൊ അവിടുത്തെ ജീവിത രീതി തന്നെ, ഇപ്പം നമ്മൾ നിക്കോബാറികളെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ വേഷഭൂഷാദികളും അവരുടെ ചലന രീതിയൊക്കെ നോക്കിക്കണ്ടാൽ നമുക്ക് മനസ്സിലാകുമ്പോൾ എന്താണ് ഇന്തോനേഷ്യക്കാരാണോ നമ്മൾ സംശയിച്ചു പോകും. അവരുടെ ഡ്രസ്സിന്റെ രീതി അങ്ങനെയാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും നിക്കോബാറിലുള്ള സസ്യങ്ങളൊക്കെ ഇന്തോനേഷ്യയിലുണ്ട്. അതേപോലെ ബർമയിലുള്ള സസ്യജാലങ്ങളൊക്കെ ആൻഡമാൻ ദ്വീപിലുണ്ട്. ഇപ്പൊ ശരിക്ക് ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്തോനേഷ്യയുമായിട്ട് ബന്ധപ്പെട്ടതാണ് നിക്കോബാർ ദ്വീപുകൾ. അപ്പൊ എനിക്ക് തോന്നിയ സംശയം വളരെ ശരിയായിരുന്നു. അതോടൊപ്പം തന്നെ അങ്ങ് കാര്യങ്ങളെല്ലാം വളരെ വിശദമായി പറയുന്നത്. ശരിക്കും ആൻഡമാനിൽ കുറെ നാൾ ജീവിച്ചതിന്റെ ഒരു അനുഭവം കിട്ടി ആ സംസാരത്തിലൂടെ. എനിക്ക് ചോദിക്കാനുള്ള, ഇപ്പോ അവിടുത്തെ കാടിനെ കുറിച്ച് അല്ലെങ്കിൽ സസ്യജാലത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അത് കുറച്ചുകൂടെ അറിയാമെങ്കിൽ, സസ്യജാലം നമ്മുടെ ആ കാട്, അത് ശരിക്കും ഇന്തോനേഷ്യയിലെയും അല്ലെങ്കിൽ ബർമയിലെ ബ്രൂണെ അല്ലേ,
അത് ബർമയാണോ അങ്ങ് പറഞ്ഞത്? ബർമ മ്യാൻമാർ ബർമ ബർമ മ്യാൻമാറിൽ മ്യാൻമർ മ്യാൻമാർ മ്യാൻമർ. പറയും. അപ്പൊ അവിടുത്തെ കാടുകളെ കുറിച്ച് എനിക്കറിയില്ല, ഞാൻ സിനിമയിൽ കണ്ടിട്ടുള്ളതേ ഉള്ളൂ. അപ്പൊ ഈ സസ്യജാലങ്ങളെ കുറിച്ചും ജന്തുജാലങ്ങളെ കുറിച്ചും കുറച്ച് ഷെയർ ചെയ്യാൻ കഴിയുമോ? താങ്കൾ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ വെറൈറ്റി ആണോ? വെറൈറ്റി, അതായത് ശരിക്കും നമ്മൾ ഇപ്പൊ അഗസ്ത്യകൂടത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വെസ്റ്റേൺ ഗാർഡ്സിനെ കുറിച്ച് നമുക്കറിയാം. അപ്പൊ അതുപോലെ ഇനി ഇവിടുത്തെ മൃഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരടിയും ആനയും കടുവയും പുലിയും അങ്ങനെയൊക്കെയാണ്. അതുപോലെയുള്ള ജന്തുജാലങ്ങൾ അവിടെ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് ഏതാണ്? അവിടെ മൃഗങ്ങളൊന്നും ഇല്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു കാട്ടുപന്നികള്, മയിലൊക്കെ ഉണ്ടായിരുന്നു അതുകൂടെ. പിന്നെ അവിടെ ആൻഡമാനിലെ ഇവിടെ കാടുകളിൽ ആനയുണ്ട്. ആനയുള്ളത് തന്നെ അവിടെ പ്രൈവറ്റ് ഒരു കമ്പനി ഉണ്ടായിരുന്നു, തടി കമ്പനി ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാരുടെ സമയത്ത്. അവര് തടി കമ്പനിയിലേക്ക് ജോലി ചെയ്യാൻ വേണ്ടി ആനയെ കൊണ്ടുവന്നിരുന്നു. ആനകളെ കൊണ്ടുവന്നു. അതിനുശേഷം അവര് എന്താണ് അവര് പണി നിർത്തി പോകേണ്ട വന്ന സമയത്ത് അവര് കാട്ടിലേക്ക് വിട്ടു ആനകളെ. ആ ആനകള് പിന്നെ പെറ്റുപെരുകി വന്നതാണ് ഇപ്പോൾ അവിടെയുള്ള ആനകൾ. മറ്റുള്ളൊക്കെ അവിടെ ഈ സിംഹവും മറ്റുള്ള ഹിംസ്ര ജന്തുക്കളൊന്നും അവിടെ ഇല്ല ഇപ്പോഴും. അവിടെ ഉള്ളത് ഈ മാനും കൂടുതൽ. അവിടെ സ്വാഭാവികമായിട്ടുണ്ടായിരുന്നത് മാൻ, മയില്, കാട്ടുപന്നികൾ ഉണ്ടായിരുന്നു. ഇതാണ് കൂടുതലുണ്ടായത്. മറ്റേ അല്ലാണ്ട് ഭീകരജീവികളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. കുരങ്ങുകൾ ധാരാളം ഉണ്ട് പല സ്ഥലങ്ങളിലും. ഓക്കെ. സർ, ഇവിടെ ഈ ആൻഡമാൻ നിക്കോബാറിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്തോനേഷ്യ കാണാം അല്ലെ? കടലിനപ്പുറം ഇന്തോനേഷ്യൻ ദ്വീപ സമൂഹങ്ങൾ കാണാം. അവിടെ പിന്നെ ഗ്രേറ്റ് നിക്കോബാറാണ് ഏറ്റവും തെക്കുള്ളത്. ഗ്രേറ്റ് നിക്കോബാറിൽ ഇന്ദിര പോയിന്റ് എന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഇന്ദിര പോയിന്റ് ഏറ്റവും തെക്കുള്ള. നമ്മുടെ കന്യാകുമാരിക്കും തെക്ക് ആണ് അവിടെ ഇന്ദിര പോയിന്റ് ഉള്ളത്. അപ്പൊ അവിടെ നിന്ന് അവിടെ ലൈറ്റ് ഹൗസ് ഉണ്ട് ശരിക്കും. അവിടെ ഈ എന്താണ് ആഗോള അടിസ്ഥാനത്തിൽ കപ്പൽ ഗതാഗതം നടത്തുന്ന ഏരിയ ആണ് അവിടെ. അപ്പൊ അവിടുന്ന് ഏതാണ്ട് 40 കിലോമീറ്റർ ദൂരമുണ്ട് ഈ ഇന്തോനേഷ്യയിലേക്ക്. ലൈറ്റ് ഓഫ് എന്താണ് ഇന്ദിര പോയിന്റിൽ നിന്ന് ഏതാണ്ട് 40 കിലോമീറ്റർ ഉണ്ടാവും. അതുകൊണ്ടാണ് ഏറ്റവും അധികം പിന്നെ സുനാമി ദുരന്തം അവിടെ ഉണ്ടായത്. ഇന്ത്യയിൽ ഏറ്റവും ആദ്യം സുനാമി ബാധിച്ചത് ആ ഇന്ദിര പോയിന്റിനാണ്. ഇന്ദിര പോയിന്റ് ലൈറ്റ് ഹൗസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ലൈറ്റ് ഹൗസിൽ ബന്ധപ്പെട്ട കുറച്ച് സ്റ്റാഫ് ഉണ്ടായിരുന്നു അവിടെ. ഏതാണ് 40 പേരും ഈ അവിടുത്തെ ഇതൊക്കെ അന്ന് വാഷ് ഔട്ടായി കംപ്ലീറ്റ്. എല്ലാവരെയും തൂക്കിയെടുത്തോണ്ട് പോയി കടലിൽ. എല്ലാവരും മരണപ്പെട്ടു ആ സമയത്ത്. അപ്പൊ കാണാൻ ബുദ്ധിമുട്ടാണ് നേരിട്ട്. പക്ഷെ അവിടെ പിന്നെ ലോട്ടായിട്ടുള്ള അവിടെ കാണാൻ സാധ്യതയില്ല. പക്ഷെ വളരെ അടുത്താണ് ദ്വീപ്. ശരി. അവിടുത്തെ വികസന പ്രവർത്തനങ്ങളൊക്കെ വളരെ നല്ല യൂണിയൻ ടെറിട്ടറി ആണല്ലോ, കേന്ദ്രഭരണ പ്രദേശം. അവിടുത്തെ പണ്ട് സാറ് 68 പോകുമ്പോഴുള്ള സാഹചര്യങ്ങൾ തന്നെയാണോ ഇപ്പോഴും ഉള്ളത്? ഒരുപാട് മാറ്റം വന്നു. ഒരുപാട് മാറ്റം വന്നിരിക്കുകയാണ്. ഞാനിപ്പോ 2018 ഞാൻ പോയ സമയത്ത് ഞാൻ തന്നെ ഞെട്ടിയിരിക്കുകയാണ് അവിടുത്തെ കാര്യങ്ങൾ കണ്ടിട്ട്. സുനാമിക്ക് ശേഷം അവിടെ ഒരു ധാരാളം പണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അലോട്ട് ചെയ്തിരുന്നു, ധാരാളം പണം. അപ്പൊ അവിടുത്തെ നിർമ്മാണ പ്രവൃത്തികൾ. അപ്പൊ ഞാനുള്ള സമയത്തൊക്കെ അവിടെ കാട് ഉണ്ടായിരുന്ന സമയത്ത് കാട്ടിലെ തടി ഉപയോഗിച്ചിട്ടാണ് ആദ്യം വീടുകളൊക്കെ ഉപയോഗിച്ചിരുന്നത്. വീടും അവിടെ സെക്രട്ടേറിയറ്റ് ബിൽഡിംഗ് പോലും തടിയിലുണ്ടാക്കിയായിരുന്നു. ഇപ്പോഴെല്ലാ തടി ഉപകരണങ്ങളും മാറ്റിയിട്ട് ഇപ്പൊ അതിന് കോൺക്രീറ്റ് ബിൽഡിംഗ് ഉണ്ടാക്കിയിരിക്കുകയാണ് എല്ലാം. ഇപ്പൊ ശരിക്കും പോൾബർ എന്ന് പറയുമ്പോൾ ഒരു കോൺക്രീറ്റ് കാടായി തീർന്നിരിക്കുകയാണ്. ഞാനുള്ള സമയത്തൊക്കെ വളരെ മാറ്റം വന്നിരിക്കുകയായിരുന്നു. ഇപ്പൊ അത് പ്രത്യേകിച്ച് ഇപ്പൊ ടൂറിസ്റ്റ് കേന്ദ്രം ആയതുകൊണ്ട് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ഒന്നുമില്ലായിരുന്നു. പക്ഷെ റോഡും എല്ലാ കാര്യങ്ങളും വളരെ വികസിച്ചിട്ടുണ്ട്. മാറ്റം ഒരുപാട് വന്നിട്ടുണ്ട് അവിടെ. അവിടെ ഇപ്പൊ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ആയിട്ടുണ്ട്. അവിടെ ലോകത്തിലെ ഏറ്റവും മുന്നണിയിലുള്ള 4ാമത്തെ സീഷോർ അവിടെയാണ് ഉള്ളത്, അൻഡമാനിലാണ് ഉള്ളത്, അവലോകന ദ്വീപില്. അങ്ങനെ ടൂറിസ്റ്റുകളുടെ കേന്ദ്രം ആണ്. ടൂറിസ്റ്റ് മാപ്പിൽ തന്നെ വലിയ സ്ഥാനം കിട്ടിയ ആണ് അൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. വാസ്തവത്തിൽ ഈ കോൺക്രീറ്റ് ബിൽഡിങ്സ് ഒക്കെ അതിന് അവിടുത്തെ ഒരു പാരിസ്ഥിതികമായിട്ടുള്ള ഒരു രീതിക്ക് ഇണങ്ങുന്നതാണോ? കാരണം എപ്പോഴും ഒരുപാട് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണല്ലോ. സുനാമി അല്ലാതെ തന്നെ ഒരുപാട് എർത്ത് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. അപ്പൊ അവിടുത്തെ ആ പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള ഭാരം കുറഞ്ഞ തടി കൊണ്ടുള്ള കെട്ടിടങ്ങളല്ലേ അതിന് അനുയോജ്യമായിട്ടുള്ളത്? ഭാരം കുറഞ്ഞ കെട്ടിടങ്ങളാണ്. പക്ഷെ അവിടുത്തെ ആൾക്കാരും പിന്നെ ഗവൺമെന്റ് ഒക്കെ അതാണ് നിശ്ചയിക്കുന്നത്. കോൺക്രീറ്റ് ബിൽഡിംഗ് ആണ് കൂടുതൽ.
അതിനുള്ള ഉം, ഉം. സാധനങ്ങൾ മുഴുവനും ചെന്നൈയിൽ നിന്നോ അല്ലെ കൽക്കട്ടയിൽ നിന്നാണ് കൊണ്ടുവരുന്നത്, മെറ്റീരിയൽസ് കൊണ്ടുവരും. മുഴുവനും. ശരി. ഉം. ഇതിനോട് അവിടെ ബന്ധപ്പെട്ട് കിട്ടുന്ന ഞാനൊരു ചോദ്യം തടിയാണ് അവിടെ ചോദിച്ചു. കിട്ടുന്നത്. ആ ആ ആ ആ ചോദിക്കാം. തടി ഇതിനോട് ബന്ധപ്പെട്ടൊരു ബ്രിട്ടീഷുകാരുടെ ചോദ്യം സമയത്ത് ഒരുപാട് ചോദിക്കാനുണ്ട്. കാര്യങ്ങൾ അവരുടെ ആ, എന്താണ് ഈ പിന്നെ ആ, പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യം, നല്ല കാര്യങ്ങൾ അവർ ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് അവർ ഉം, പോയതിനു ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. കോൺക്രീറ്റ് ഉം, ബിൽഡിങ്, ഉം, അത് അതുപോലെ ഞാൻ അവിടെ എന്റെ അനുഭവം. അതായത് അവിടുത്തെ ജനങ്ങളുടെ താല്പര്യം അനുസരിച്ചിട്ട് ഉം. ക്യാരിങ് കപ്പാസിറ്റി ഉണ്ട്. ഓരോ ദ്വീപിലും അവിടുത്തെ വിഭവങ്ങൾ അനുസരിച്ചിട്ട് ഇത്ര ആൾക്കാർക്ക് അവിടെ കൊള്ളാമെന്നുള്ളത്. പക്ഷെ അതിന്റെ ആ ആ ഇരട്ടി ആൾ ജനങ്ങളാണ് ഓരോ ദ്വീപിലും താമസിക്കുന്നത്. ഓ ഓ ഓ അങ്ങനത്തെ ആൻഡമാൻ പ്രോബ്ലം. നിക്കോബാറില് തടി കൊണ്ടുള്ള വീടുകൾ മാറി ഇപ്പോ സിമെന്റ് അല്ലെങ്കിൽ നമ്മുടെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ നിറഞ്ഞു എന്ന് പറഞ്ഞത്, ഞാൻ ആ ഭൂട്ടാനിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അവിടെ മൊത്തം തന്നെ യാത്ര ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അവിടെ ഓക്കെ. ശരിക്കും പറഞ്ഞ തടി കൊണ്ടുള്ള വീടുകളായിരുന്നു. പക്ഷെ ഞാൻ പോകുന്ന സമയത്ത് കോൺക്രീറ്റ് കൊണ്ടുള്ള വീടുകൾ ആരംഭിച്ചിരുന്നു. പക്ഷെ ഒരു കാരണവശാലും അവരുടെ പഴയ പാറ്റേൺ മാറ്റിയിരുന്നില്ല. നമ്മുടെ പഴയ തടി കൊണ്ടുള്ള വീടുകൾ നമ്മുടെ കേരളത്തിൽ കാണുന്നത് പോലെ തന്നെ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് ഭൂട്ടാനിലുണ്ട്. അത് പക്ഷേ അത് സിമെന്റ് ശരി. കൊണ്ടായിരിക്കും അല്ലെങ്കിൽ കോൺക്രീറ്റ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നെങ്കിൽ പോലും ആ പഴയ പാറ്റേണിൽ, അപ്പൊ നമ്മൾ ഭൂട്ടാനിൽ എവിടെ പോയാലും അത് ഭൂട്ടാനാണെന്ന് അതിന്റെ ഒരു മുഖമുദ്ര നമുക്ക് കാണാൻ കഴിയും. ആ, അത് ഇന്നും ശരി. ഏറ്റവും അധികം കാടുകളുള്ള ഒരു നാട് ഭൂട്ടാൻ തന്നെയാണ്. ആൻഡമാൻ ഈ ഒരുപാട് അബ്രീദ് കാടുണ്ട്. പക്ഷെ ഇതാണ് പ്രശ്നം. അവിടെ അവിടെ സുപ്രീം കോർട്ട് പോലും ഇടപെട്ടു. അവിടെ തടികൾ തടികൾ വെട്ടി മാറ്റിയിട്ട് നാട് കടത്തിനെ പറ്റി സുപ്രീം കോർട്ടിന്റെ ഒരു ഓർഡർ ഒക്കെ ഉണ്ടായിരുന്നു. സുപ്രീം കോടതി ഇടപെട്ടിരുന്നു. പ്രത്യേകിച്ച് ട്രൈബൽസിനൊക്കെ ചൂഷണം പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ബ്ലെയറില്, ഇത് പോർട്ട് ബ്ലെയറിൽ അല്ലേ? ഓക്കെ. പോർട്ട് ബ്ലെയറാണ് അതിന്റെ ക്യാപിറ്റല്. അതെ ഇപ്പൊ അതിന്റെ പേര് മാറ്റി ശ്രീ വിജയപുരം എന്നാക്കിയിരിക്കുകയാണ്. പോർട്ട് ഓ ബ്ലെയറിന്റെ പേര് മാറ്റി. അങ്ങനെ ഉണ്ടായോ? പോർട്ട് ബ്ലെയറിന്റെ പേര് മാറ്റി അല്ലേ? അത് പേര് ശരി. മാറ്റി ശ്രീ വിജയപുരം. ശ്രീ വിജയപുരം. അത് ഉം. എങ്ങനെയാണ് ശ്രീ വിജയപുരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കണതൊന്ന് അതില് പറയാമോ സാറിന്? പണ്ട് നിക്കോബാർ ദ്വീപുകളിലൊക്കെ പണ്ട് ചോള രാജാക്കന്മാർ അവിടെ ആധിപത്യം സ്ഥാപിച്ചിരുന്നുണ്ടായിരുന്നു. ഓ ഇപ്പൊ അത് ചോള ശരി. രാജാക്കന്മാരുടെ ശ്രീ വിജയപുരം എന്നുള്ള ഒരു പട്ടണം ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോഴത്തെ ആ, അത് ശരി. നമ്മുടെ അവിടുത്തെ അങ്ങനെയാണ് അതിന്റെ. ഭരണാധികാരികളുടെ തീരുമാനങ്ങള്. അതെ അതെ. എനിക്ക് ശ്രീമതി അബ്രീദയോടൊരു ചോദ്യമുണ്ട്, ചോദിക്കാം. ചോദിക്കട്ടെ? ചോദിക്കാം. അതായത് ശരിക്കും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അതിന് അനുഭവം ഇങ്ങനെ പറഞ്ഞു തരുന്നു. ശരിക്കും നമുക്ക് യൂത്ത് ഹോസ്റ്റൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ സംഘടനയുണ്ട്. അതിനെക്കുറിച്ച് അറിയാമായിരിക്കും. അപ്പൊ ഞാൻ അവരുമായി ബന്ധപ്പെട്ട് അവരുടെ ട്രക്കിംഗ് പ്രോഗ്രാംസ് എല്ലാ സംസ്ഥാനങ്ങളിലും അവർക്കൊരു സെന്റർ ഉണ്ടാവും. പിന്നെ നാഷണൽ ട്രക്കിംഗ് പ്രോഗ്രാംസ് അവർ കണ്ടക്ട് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ നാഷണൽ ഗോവ ട്രക്കിങ്ങിന്റെ ഭാഗമായിട്ട് ദൂസാഗറില്, പിന്നെ ഡെസർട്ട് ട്രക്കിങ്ങില് ജയ്സാൽമർ ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അതിന് ആ രീതിയിൽ പോയിരുന്നോ? അങ്ങനെ ആ ഒരു ഇതിൽ നിന്നാണോ ഇതിലേക്ക് വരുന്നത്, അതോ അല്ലാതെ തന്നെ തുടങ്ങിയതാണോ? അല്ല, അല്ലാതെ തന്നെ തുടങ്ങിയത്. ഞാൻ പറഞ്ഞു, ഞാൻ ഡൽഹിയിലാണ് പഠിച്ചത്. അപ്പം നമുക്ക് ഒന്നും കൂടെ എളുപ്പമാണ് ഇവിടെ എല്ലാ സ്ഥലങ്ങളും എന്നല്ല, ഉത്തരേന്ത്യയിലെ മിക്ക സ്ഥലങ്ങളിലേക്കും പോവാൻ ഒരു രാത്രിയുടെ ദൂരമൊക്കെ ഉള്ളൂ. അങ്ങനെയാണ് ദൂരത്തേക്ക് പോയി തുടങ്ങിയത്. അപ്പം എനിക്ക് തോന്നുന്നു കൂടുതലും ഞാൻ യാത്രകൾ ചെയ്തിട്ടുള്ളത് സ്വയം തന്നെയാണ്. സ്വയം പ്ലാൻ ചെയ്ത് ഐറ്റിനറീസ് ഉണ്ടാക്കി അതിനനുസരിച്ചാണ് ഞാൻ പോയിട്ടുള്ളത്. ഞാൻ മറ്റ് ക്യാമ്പുകളുടെ ഭാഗമായിട്ടും ഒക്കെ പോയത് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. കൂടുതൽ യാത്രകളും സ്വയം പ്ലാൻ ചെയ്ത യാത്രകൾ തന്നെയാണ്. ഓക്കെ. രാജസ്ഥാനിൽ പോയപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായി. കാരണം ഞാൻ ആ ട്രെക്കിംഗ് പ്രോഗ്രാം പൂർത്തിയാകുന്നതിന് മുമ്പ് എനിക്കൊരു പ്രൊമോഷൻ തോന്നുന്നതുകൊണ്ട് എനിക്ക് ഒന്ന് ജോയിൻ ചെയ്യണം എന്നുള്ളത്, നേരത്തെ എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വന്നു. അപ്പൊ ഒരു ഗ്രാമത്തിലൂടെ നടന്നു വരുമ്പോഴേക്കും ആ ഗ്രാമത്തിലേക്ക് അവർ എന്നെ ക്ഷണിച്ചു. അത് രാവിലെയുള്ള സമയമാണ്, സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോ ആ സമയത്ത് അവിടെ കുറെ ഈ ഗ്രാമത്തിന്റെ ആ ഒരു സെന്ററിൽ മരം ഉണ്ടാവും. അവിടെ കുറെ അതിന്റെ പശുക്കളെല്ലാം അവിടെ നിൽക്കുക. അപ്പൊ കുറച്ച് രാജസ്ഥാനിലെ യുവതികളുടെ ആ രൂപമൊക്കെ ഓർമ്മ വരുമല്ലോ. അവര് പാല് കറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ ഗ്രാമത്തിലവനൊക്കെ എന്നോട് വലിയ കാര്യമായിട്ട് അവരുടേതായ ആ രാജസ്ഥാനിലെ ഹിന്ദിയാണ് സംസാരിക്കുന്നത്. എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാകുന്നുണ്ട്, ഞാനും സംസാരിക്കുന്നുണ്ട്. അവിടെ കണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടികളൊക്കെ പിന്നെ മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കണ്ട് മാറുന്നതല്ല, പശുക്കൾ ചുരത്തി നിന്ന് പശുക്കൾ കറങ്ങുക. അപരിചിതനായ ഒരാളെ കണ്ടപ്പോഴേക്കും ആ പശുക്കൾക്ക് ചുരത്തി പാല് കിട്ടുന്നില്ല. ആ ഒരു കാര്യം അവർ പറയുന്നുണ്ട്. പക്ഷെ അത് മനസ്സിലായി വരുമ്പോൾ അല്പസമയം എടുക്കും. അതിനിടയിൽ അവര് എനിക്ക് ദഹിയോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ തരുന്നു. അപ്പൊ എന്ന് പറഞ്ഞാല് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആനമുടി പോയപ്പോൾ വളരെ അതിന്റെ ഹാബിറ്റേറ്റിലേക്ക് പോകുമ്പോൾ പക്ഷികൾ വളരെ തൊട്ടടുത്തിരുന്ന് പറക്കുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. ഇവിടെയാണെങ്കിൽ പരിചയമില്ലാത്ത പശുക്കൾ
അത് അപരിചിതനായ ഒരാളെ കണ്ടപ്പോഴേക്കും അവിടുത്തെ രാജസ്ഥാനിലെ യുവതികൾക്ക് ആ പാല് കറക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു അനുഭവം. ഇതൊക്കെ കണ്ട ഒരു ഓർമ്മ രാജസ്ഥാനിൽ ഇത് വെച്ച് പെട്ടെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതെ അതെ. ഈ രാജസ്ഥാനില് സഞ്ചരിക്കുമ്പോ അബിത അവിടെ ക്യാമ്പ് ചെയ്യാറുണ്ടോ? താമസിക്കാറുണ്ടോ അവിടെ? ഞാൻ ആദ്യം പോയത് ഒരു 10 ദിവസത്തെ യാത്രയായിരുന്നു. ഞാനൊരു സുഹൃത്തും കൂടെയാ പോയത്. അപ്പൊ അതിൽ ഓക്കെ. ഞാൻ ജയ്പൂര് പോയി, അവിടുന്ന് ജോധ്പൂര് പോയി, പിന്നെ ജയ്സാൽമീർ പോയി തിരിച്ചു വരാണ് ഉണ്ടായത്. അപ്പൊ ഞങ്ങള് എല്ലായിടത്തും മിക്ക സ്ഥലങ്ങളിലേക്ക് പോകുമ്പോ ടെന്റും സ്ലീപ്പിംഗ് ബാഗും കരുതാറുണ്ട്. അപ്പൊ കൂടുതൽ ചെലവ് ചുരുക്കിയാണ് ആദ്യമൊക്കെ യാത്രകൾ പോയിരുന്നത്. ഇപ്പൊ കുറച്ചുകൂടെ ജോലിയിലേക്ക് കയറിയതിന് ശേഷമാണ് പിന്നെയും ഹോട്ടലുകളും ഒക്കെ അങ്ങനെ എടുത്തു തുടങ്ങിയത്. അപ്പൊ അതിന്റെ മുന്നേ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് വേറെ വരുമാനം ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ അതെ. ചെലവ് ചുരുക്കിയാണ് യാത്രകൾ ചെയ്തിരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു അന്ന് ആദ്യമായിട്ടാണ് നമ്മൾ ജയ്സാൽമീർ ആണ് ക്യാമ്പ് ചെയ്യുന്നത്. അപ്പോ നമുക്ക് അറിയില്ല ഇവിടെ എങ്ങനെയാ ആളുകൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പൊ ഞാൻ ഡൽഹിയിലും വന്നിട്ട് വളരെ കുറച്ച് സമയമായിട്ടേ ഉള്ളൂ. അപ്പൊ ഹിന്ദി ഒന്നും വലുതായിട്ട് അറിയില്ല. അപ്പൊ ഇവിടെ ഒറ്റയ്ക്ക് ക്യാമ്പ് ചെയ്യുന്നതിൽ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതിന്റെ അടുത്തുള്ള ഒരു കടക്കാരനോട് ഇങ്ങനെ സംസാരിച്ചപ്പം അവരുടെ കൂടെ ഉള്ള ഒരാൾ അവിടെ ക്യാമ്പിംഗ് നടത്തുന്ന ഒരു ടീമിലുള്ള ഒരാളായിരുന്നു അവിടെ. അപ്പം പുള്ളി പറഞ്ഞു ഇന്ന് അവിടെ ക്യാമ്പിംഗ് ഒന്നും ഇല്ല. അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ ഹോസ്റ്റ് ചെയ്യാൻ വളരെ സന്തോഷമാണ് എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ അവരുടെ കൂടെ പോയി അവരുടെ ക്യാമ്പിലാണ് അന്ന് താമസിച്ചത്. അപ്പം അവരുടെ കൂടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. പിന്നെ അവരേറ്റവും നല്ല ഒരു ഇതാണ് ഒരു ടെന്റാണ് നമുക്ക് ഉറങ്ങാനൊക്കെ വേണ്ടി തന്നിരുന്നത്. പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി നമുക്ക് അവിടുന്ന് എപ്പോഴും ജയ്സാൽമീർന്ന് നമുക്ക് വണ്ടി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലം. അപ്പൊ നമുക്ക് അവിടുന്ന് തന്നെ ഒരു വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് തന്നു. അപ്പൊ വളരെ സ്നേഹമുള്ള ആളുകളായിരുന്നു. ലൈക്ക് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആദ്യമായിട്ട് പോകുന്ന ഒരു സ്ഥലത്ത് നമുക്കൊന്നും അറിയാത്ത ആൾക്കാരാണെങ്കിൽ പോലും അവര് നമ്മളെ ഹോസ്റ്റ് ചെയ്യുന്ന രീതിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നി. അപ്പൊ അതാണ് ജയ്സാൽമീർ പോയ ആദ്യത്തെ ഒരു അനുഭവം. പിന്നെ നമുക്ക് ഒന്നും കൂടെ ഒരിക്കൽ പോയ സ്ഥലത്തേക്ക് പിന്നെയും പോകുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒരു ധൈര്യമാണ്. നമുക്കറിയാം അവിടെ എങ്ങനെയാണ് എന്താ കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെയായിരുന്നു. ജയ്സാൽമീറില് ധാരാളം മലയാളികള് എത്തുന്നുണ്ട് എന്ന് എപ്പോഴും ഞാൻ ആരോ പറയുന്നത് കേട്ടു. കാരണം ഇവിടെ ഈ മാർബിൾ അതുപോലുള്ള പിന്നെ ഗ്രാനൈറ്റ് അതെല്ലാം അവിടുന്നാണ് അതെ. പോയി എടുക്കുന്നത്. ഒരുപാട് മലയാളികള് പിന്നെ ലോറിയൊക്കെ കൊണ്ട് അവിടെ പോയി അവിടുന്ന് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ചീപ്പായിട്ട് അവിടെ കിട്ടുമല്ലോ. ഇവിടെ അതെ, കൊണ്ടുവന്ന് അത് കിഷൻ ഘട്ട് എന്ന് പർച്ചേസ് പറയാം. അതെ. അപ്പൊ അങ്ങനെ കേൾക്കാറുണ്ട്. അപ്പൊ മലയാളി സാന്നിധ്യമൊക്കെ അനുഭവപ്പെടാറുണ്ടോ അവിടെ ചെല്ലുമ്പോഴൊക്കെ? നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും എനിക്ക് തോന്നുന്നു ഒരു മലയാളിയെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും കണ്ടിരിക്കുമെന്നുള്ളത്. അതുപോലെ എപ്പോഴും മലയാളികളുടെ മാത്രം ഒരു പ്രത്യേകത, നമ്മൾ എവിടെ പോയാലും ഒന്നുകിൽ അവിടെ വർഷങ്ങളായിട്ട് താമസിച്ചു വരുന്ന മലയാളി, എന്തെങ്കിലും ജോലികളിലൊക്കെ ഏർപ്പെട്ട് അവിടെ താമസിക്കുന്ന ആളുകൾ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മളെ പോലെ ഇതുപോലെ യാത്രകൾ ചെയ്തു വന്ന ആളുകൾ, അങ്ങനെ എങ്ങനെയെങ്കിലും നമ്മൾ മലയാളികളെ എപ്പോഴും കാണാറുണ്ട് ഏത് സ്ഥലത്ത് പോയാലും. മറ്റൊരു ചോദ്യം, വിജയൻ, അമൃത യാത്ര ചെയ്യുമ്പോ ഈ ഭക്ഷണം നമ്മളുടെ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ ഭക്ഷണമാണ് ഏറ്റവും പ്രിയപ്പെട്ടത്? അത് മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം പോയിട്ടും ഇഷ്ടപ്പെടാതെ കേരളത്തിലെ തന്നെയാണ് ഇഷ്ടം എന്ന് പറയുമോ? എന്താണ് പൊതുവേ സത്യം? ഞാൻ ഒരു നാടൻ രീതി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് എപ്പോഴും നമ്മുടെ നാട്ടിലെ ചോറ്, കറി, തട്ടുകറികൾ അതൊക്കെയാണ് ഇഷ്ടം. അപ്പം പിന്നെയും പക്ഷെ ഇപ്പൊ നമ്മൾ എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും നമുക്ക് എപ്പോഴും അവിടെ എത്താൻ പറ്റിക്കോളണമെന്നില്ല. അപ്പൊ എപ്പോഴും നമ്മള് അവിടുത്തെ ഇപ്പൊ നമ്മുടെ നാട്ടിലത്തെ ഫുഡ് നമുക്ക് എപ്പോഴും കഴിക്കാം. അറ്റ കൈക്ക് അതെ. നമുക്ക് ഉണ്ടാക്കിയും കഴിക്കാം. അപ്പൊ നമ്മൾ എവിടെയെങ്കിലൊക്കെ പോയാൽ നമ്മൾ അവിടുത്തെ ഭക്ഷണങ്ങള് ട്രൈ ചെയ്യാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. നമുക്ക് അവരുടെ ഒരു രീതികളൊക്കെ അറിയാം. അപ്പൊ എനിക്ക് തോന്നുന്നു പിന്നെ ഡൽഹിയിലും കൂടെ ആയ സ്ഥിതിക്ക് നമുക്ക് കുറെ കൂടെ ഇപ്പം എന്താ പറയാ കുറച്ചുകൂടെ ഇപ്പം ഹിമാചലിലും അല്ലെങ്കിൽ ഉത്തരാഖണ്ഡിലൊക്കെ കിട്ടുന്ന മോമോസ് ഒക്കെ ഇപ്പം ഡൽഹിയിലും വളരെ സുലഭമായിട്ട് നമുക്ക് കിട്ടും. അപ്പം കിട്ടും. അങ്ങനത്തെ കുറെ സംഗതികളുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ്. പിന്നെ ഒരു വട്ടം ഞാൻ നേപ്പാളിൽ പോയ സമയത്ത് അവരൊരു ഹൽവ പോലെ ഒരു സാധനം തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു പക്ഷെ നമ്മുടെ നാട്ടിലത്തത് പോലെയല്ല. ഒരു രണ്ട്
മൈദ കൊണ്ടുണ്ടാക്കിയ ഒരു ഉം. ഒരു ചപ്പാത്തിയൊക്കെ പോലെയുള്ളൊരു സംഗതിയാണെന്ന് തോന്നുന്നു. അത് ചുട്ടെടുത്ത് അതിൻ്റെ ഉള്ളിലൊരു സ്വീറ്റ് ഫില്ല് ചെയ്തിട്ട് തരുന്നൊരു ആ, സാധനമുണ്ട്. അവര് ആ, ഹൽവ എന്നാണ് അതിന് അന്ന് നമ്മളോട് പറഞ്ഞത്. അപ്പം ആ, അതെനിക്ക് തോന്നുന്നു അന്നെനിക്ക് കഴിച്ചപ്പോ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാനത് ഉം, കഴിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഡൽഹിയില് കുറേ ആ, കാലത്തിന് ശേഷം അത് ഹൽവ പറാത്ത എന്ന് പറഞ്ഞിട്ട് ആ, ഒരു സാധനം കിട്ടും ഇവിടെ. ആ, അപ്പൊ ആ, ആ, അതുമായിട്ടൊരു റിസംബ്ലൻസ് തോന്നി. പക്ഷെ കറക്റ്റ് അതല്ല. പിന്നെ നേപ്പാളത്തെ ഫുഡൊക്കെ എനിക്ക് കുറേയൊക്കെ നമ്മുടെ നാട്ടിലത്തെ ഒരു കൾനറി പോലെ കുറേയൊക്കെ തോന്നി. തോന്നിയിട്ടുണ്ടായിരുന്നു. അവരുടെ ഉം, സ്പൈസസും സംഗതികളൊക്കെ. അപ്പൊ ഉം, എനിക്ക് അങ്ങനത്തെ ഒന്ന് രണ്ട് സംഗതികൾ. പിന്നെ ഈ ഷാഹി ടുക്ഡ, മലായി പോലുള്ള ഉം, സംഗതി എനിക്ക് കുറച്ചും കൂടെ അങ്ങനത്തെ വലിയ സ്വീറ്റ്നെസ് ഇല്ലാത്ത സ്വീറ്റുകൾ ഇഷ്ടമാണ്. അപ്പൊ ഇങ്ങനത്തെ ഉം. സംഗതികളൊക്കെ. പിന്നെ എനിക്ക് തോന്നുന്നു ഡൽഹിയിലെ കുറേ സംഗതികൾ, ഇപ്പൊ കബാബ്, നഹാരി, ആ, ആ, നമ്മൾ കഴിച്ച് ശീലിച്ച് നമ്മളുടെ ടേസ്റ്റ് ബഡ്സ് ആയിട്ട് ഒന്നും കൂടെ ലൈക്ക് അടുത്ത് ബന്ധമുള്ള സംഗതികളായി. അപ്പൊ എനിക്ക് തോന്നുന്നു ആ, നഹാരി, കബാബ്സ് ഒക്കെ ഒന്നും കൂടെ ഇഷ്ടമാണ്. ആ. മറാത്തി ഭക്ഷണങ്ങള് ശീലിച്ചിട്ടുണ്ടോ? ബോംബെ, മഹാരാഷ്ട്ര അവിടെയൊക്കെ പോയിട്ടുണ്ടോ? നമ്മൾ പോകുമ്പോ കഴിക്കും. അതിനപ്പുറത്തോട്ട് നമ്മളങ്ങനെ ടേസ്റ്റ്, അതായത് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ ആ, കഴിച്ചു നോക്കാം എന്നതിന്റെ ആ, അപ്പുറത്തോട്ട് ഇങ്ങനെ ഒരുപാട് ആ, കഴിച്ചൊരിതില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഇല്ല. ഗോവൻ താലിയൊക്കെ എനിക്കൊന്നും കൂടെ ഇഷ്ടപ്പെട്ട ആ, ശരി. അവരുടെ ഫിഷ് താലി ഒക്കെ. ഓക്കെ. ഇനി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാ? എല്ലാ സ്ഥലവും ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും എല്ലാ സ്ഥലവും ഇഷ്ടമാണ്. പക്ഷെ എനിക്കിങ്ങനെ വളരെ ചെറുപ്പം മുതലേ നമ്മളിങ്ങനെ കാണണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു സംഗതി ഈ നോർത്തേൺ ലൈറ്റ്സ് ആണ്. അപ്പൊ അത് ഇപ്പൊ എനിക്ക് തോന്നുന്നു എൻ്റെ കുറേ ഫ്രണ്ട്സ് ഇപ്പം യൂറോപ്യൻ കൺട്രീസിൽ കുറേ സ്ഥലത്തൊക്കെ ഉണ്ട്. ഇപ്പം നോർവേയിലും ഫിൻലാൻഡിലൊക്കെ പോയിട്ടുള്ള ആളുകൾ നമുക്ക് അതിന്റെ ഫോട്ടോസ് ഒക്കെ അയച്ചു തരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇപ്പൊ ഓരോ ആളുകൾക്ക് ഓരോ ഇഷ്ടങ്ങളായിരിക്കും. ഇപ്പൊ ചിലർക്ക് വാട്ടർഫോൾസ് ആയിരിക്കും, ചിലർക്ക് മൗണ്ടൻസ് ആയിരിക്കും, ചില ആളുകൾക്ക് കടലായിരിക്കും. അങ്ങനെ ഓരോ അതെ. ആൾക്കാർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടാവും. എനിക്ക് അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് സ്കൈ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാ. അപ്പൊ എനിക്ക് സ്പിറ്റി വാലിയിലൊക്കെ പോവാൻ അതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മുടെ മിൽക്കി വേയില് സ്കൈ ഒക്കെ വളരെ ക്ലാരിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ എനിക്ക് നോർത്തേൺ ലൈറ്റ്സ് കാണാന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ്. അപ്പൊ അത് കാണണം എന്നുണ്ട്. അതിന്റെ അപ്പുറത്ത് എന്ത് കാണാൻ പറ്റിയാലും എവിടേക്ക് യാത്ര ചെയ്യാൻ പറ്റിയാലും സന്തോഷമാണ്. അതെ. എന്നാലും മനസ്സിൽ വല്ല പ്ലാനും ഉണ്ടാവുമല്ലോ. ഇനി അടുത്ത യാത്ര എവിടേക്കാണ് എന്നുള്ളത്. അങ്ങനെ എന്തെങ്കിലും ആസൂത്രണം എനിക്ക് ചെയ്തു വെച്ചിട്ടുണ്ടോ? ഈ ഇന്ത്യ കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഏത് സ്റ്റെപ്പ്, നമ്മൾ കേരളം പോലും മുഴുവനായിട്ട് കണ്ടു തീർക്കാത്ത ഒരാളാണ്. അല്ലെങ്കിൽ ഉം, നമ്മൾക്ക് ഉം, ബുദ്ധിമുട്ട് അത്രയും ഉം. എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു രാജ്യമാണ് സ്ഥലം. ഇന്ത്യ എന്ന് പറയുന്നത്. ഇപ്പം സന്തോഷ് ജോർജ് കുളങ്ങരയാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുണ്ട്, നമ്മൾക്ക് ഇന്ത്യയിൽ ജനിച്ചു എന്നുള്ളത് നമ്മുടെ ഒരു വലിയ ഭാഗ്യമാണ്. കാരണം അതെ, അതെ. മറ്റേത് രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ളതും അല്ലെങ്കിൽ ഉം, ഉം. കാണാനുള്ളതൊക്കെ നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ട്. അത്രയും അതെ, അതെ. വെൽത്തിയാണ്. അല്ലെങ്കിൽ വൈവിധ്യമാണ്. അതെ. അതെ അതെ. ഉം, അപ്പൊ അങ്ങനെ നോക്കുമ്പോ എനിക്ക് നോർത്ത് ഈസ്റ്റ് വിശാലമായിട്ട് കാണണം എന്നുണ്ട്. അല്ലെങ്കിൽ ഉം, ലക്ഷദ്വീപ് പോണം എന്നുണ്ട്. ആൻഡമാൻ, ഇപ്പൊ ഉം, സാറ് കുറേ കഥകൾ ഉം. പറഞ്ഞു. അപ്പൊ ആൻഡമാൻ അതെ. പോണം എന്നുണ്ട്. അപ്പൊ ഇന്ത്യ തന്നെ കണ്ടു ആ, തീർക്കണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ്. അപ്പൊ അതിനി അതെ. മെല്ലെ മെല്ലെ ജോലിയുടെ ബ്രേക്കുകളിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യണം. അതെ. ആ, വിജയൻ സാറിനോടാണ്. സാർ ഇനിയും ലക്ഷദ്വീപിനെ പറ്റി എഴുതാൻ ബാക്കി വെച്ചിട്ടുള്ളത് എന്താണ്? ഇനി ആൻഡമാൻ ദ്വീപുകൾ. ഹലോ. ലക്ഷദ്വീപിൽ ആൻഡമാൻ. ആൻഡമാൻ, സോറി, ലക്ഷദ്വീപ് അല്ല, ആൻഡമാൻ നിക്കോബാറില് ഇനി സാറിന് ആ. എഴുതാൻ ബാക്കി വെച്ചിട്ടുള്ളത് എന്താണ്? ഇനി എന്ത് പുസ്തകമാണ് ഇനി ഞങ്ങൾ എഴുതുന്ന പുസ്തകം പ്രതീക്ഷിക്കേണ്ടത്? ഞാൻ പറഞ്ഞില്ലേ, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് 2003 പബ്ലിഷ് ചെയ്തൊരു പുസ്തകമുണ്ട്, ആൻഡമാൻ നിക്കോബാർ ചരിത്രം. ആ ആ അത് എനിക്കൊന്ന് ആ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ട്. അത് കാരണം ഓ അന്ന് ശരി. കിട്ടാതിരുന്ന പല ചരിത്രരേഖകൾ എനിക്ക് പിന്നീട് കിട്ടിയിരുന്നു. ആ ആ അതൊക്കെ ചേർത്തുകൊണ്ട് അന്ന് ബ്രിട്ടീഷുകാരുടെ 1881 ബ്രിട്ടീഷുകാർ എഴുതിയ ഒരു റിപ്പോർട്ടൊക്കെ എനിക്ക് പിന്നീട് കിട്ടി. അതെ. ആ പുസ്തകം എഴുതുന്ന സമയത്ത് ഞാൻ അതിന് കിട്ടിയിരുന്നില്ല. എനിക്ക് അന്ന് കയ്യിൽ അതെ. കിട്ടിയ രേഖകളൊക്കെ വെച്ചിട്ടാണ് അന്ന് പുസ്തകം എഴുതിയത്. ഉം. അതിനുശേഷം എന്റെ ഒരു അന്വേഷണത്തിലാണ് പല രേഖകളും കിട്ടിയത്, പുതിയ പല രേഖകളും അതെ. കിട്ടിയത്. അപ്പൊ അതൊക്കെ ഉം. ചേർത്തുകൊണ്ട് പുസ്തകം എനിക്ക് എന്ത് ചെയ്യണമെന്നുണ്ട്, അത് അപ്ഡേറ്റ് ചെയ്യേണ്ട ആഗ്രഹമുണ്ട് എനിക്ക്. അതാണ് പിന്നെ ഇപ്പൊ സാറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഥയാക്കുകയാണെങ്കിലും അതല്ല ഒരു ചരിത്ര പുസ്തകം ആക്കുകയാണെങ്കിലും
ആൻഡമാൻ ആ, ജയിലുകളില് അവസാനിച്ചു പോയ സ്ത്രീകൾ, ഉം, വനിതകൾ അവരെ ഉം. പറ്റിയിട്ടും കൂടി എഴുതിയാൽ ഞങ്ങൾക്ക് വായിക്കാം എന്ന് വിചാരിക്കുന്നു. അല്ല, എഴുതി കഴിഞ്ഞാൽ അതിലുള്ളൊരു അതൊരു വലിയ ഗവേഷണം നടത്തേണ്ട സാധ്യത. വിഷയമാണ് അതെ, വലിയ എഴുതി. ഗവേഷണം തന്നെ വേണ്ടി വരും. എനിക്ക് അബ്രിദയോട് പറയാനുള്ളത്, അബ്രിദ വളരെ വളരെ എന്താണ് നന്നായിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ വിശദമായി അവിടെ യാത്രയെ പറ്റി സംസാരിച്ചു. അതെ. അൻഡമാനിൽ യാത്ര ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്. നല്ല കാലാവസ്ഥയാണ് ഇപ്പോഴും. ജനുവരി മുതൽ ഷുവർ സർ, ഏപ്രിൽ വരെ നല്ല ഷുവർ ഷുവർ. കാലാവസ്ഥയാണ്. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയാണ് ഇപ്പോഴും ഉണ്ടാകുക. ജനുവരി മുതൽ ഏപ്രിൽ വരെ നല്ല കാലാവസ്ഥയാണ്. അപ്പൊ അബ്രിദ ഓക്കെ, ആൻഡമാനൊക്കെ ഒരു യാത്ര ചെയ്യുക. ഷുവർ സർ. ഞാൻ കൂടുതൽ സജഷൻസിന് വേണ്ടി സാറിനെ കോണ്ടാക്ട് ചെയ്യും. കൂടുതൽ സാറ് സഹായിക്കുന്നു വിശ്വസിക്കുന്നു, അല്ലെ കൂടുതൽ ഡീറ്റെയിൽസിനൊക്കെ വേണ്ടി. അത് മാത്രമല്ല, ആൻഡമാനിലേക്ക് ഒരു അവിടെ യാത്ര വെക്കുകയാണെങ്കിൽ അവിടെ എത്തിയാൽ വീണ്ടും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എനിക്ക് ആൾക്കാരുണ്ട് അവിടെ. ഞാൻ ആ, അതും പറഞ്ഞു തരാം. വേണമെങ്കിൽ ഓക്കെ സർ, പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സർ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല, ദ്വീപാണെന്ന് അറിയാൻ പറ്റില്ല. അതുപോലത്തെ വിശാലമായ കടൽ തീരങ്ങളും വല്ല പട്ടണങ്ങളൊക്കെ അവിടെ ട്രെയിൻ ഒഴിച്ച് ബാക്കി എല്ലാ വാഹനങ്ങളും അവിടെ കിട്ടും നമുക്ക്. ഓക്കെ ഓക്കെ ബസ്, ഓട്ടോ, എല്ലാ വാഹനങ്ങളും ഉണ്ടാവും അവിടെ. ഓക്കെ. അതേപോലെ ജീവിതമൊക്കെ വളരെ നല്ല സുഖമുള്ള ജീവിതമാണ് അവിടുത്തെ ആൻഡമാനിലെ. ആ, എനിക്ക് വീണ്ടും ഉറപ്പായിട്ടും പോകണം സർ എന്നുണ്ട്. ഒരു യാത്ര അങ്ങോട്ടേക്ക്. അപ്പം എന്തായാലും എങ്ങനെ പോണം, അല്ലെങ്കിൽ കൂടുതൽ അവിടെ എല്ലാ ആളുകളും കാണുന്നതിന്റെ അപ്പുറത്തോട്ട് ഇപ്പം അവിടെ കുറേ വർഷം ജീവിച്ച ഒരാളെന്ന നിലയ്ക്ക് സാറിന് അറിയായിരിക്കും, നമ്മൾ എല്ലാ സ്ഥലത്ത് പോയാലും മെയിൻ ആയിട്ടുള്ള സ്പോട്ടുകൾക്ക് അപ്പുറത്തോട്ട് കുറേ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ടാവും. അപ്പം അതൊക്കെ സാർ പറഞ്ഞു തരാണെങ്കിൽ തീർച്ചയായിട്ടും സന്തോഷമായിരിക്കും. ഓക്കെ, എനിക്ക് വിജയൻ സാറിനോട് വീണ്ടും തീർച്ചയായിട്ടും ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഓക്കെ. നമ്മള് ചോദിക്കാം. ശരിക്കും കടലിനെ കുറിച്ചും ആകാശത്തെ കുറിച്ചും ഒക്കെ സംസാരത്തിൽ വന്നു. അപ്പോഴും ഞാൻ ആൻഡമാന്റെ കാര്യം ഓർക്കുകയായിരുന്നു. നമ്മൾ ഇന്ത്യയില് ശരിക്കും പറഞ്ഞപ്പോ കോവളത്താകട്ടെ അല്ലെങ്കിൽ ഗോവയിലാകട്ടെ ഏത് കടൽ തീരത്തും നമുക്ക് ഉള്ളിൽ കടലിലേക്ക് ഇറങ്ങാം, വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. അതേപോലെ ആൻഡമാന്റെ തീരത്തിൽ ഇറങ്ങിയാൽ ഇപ്പൊ കടൽപ്പാമ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഷാർക്കിന്റെ പ്രശ്നമുണ്ടോ? നമുക്ക് അങ്ങ് ഉള്ളിലോട്ട് ഇറങ്ങി നീന്താനൊക്കെ കഴിയുമോ? അങ്ങനെ ഷാർക്കിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ആൻഡമാനിലെ പല സ്ഥലങ്ങളുണ്ട് അവിടെ. ചില സ്ഥലത്ത് വളരെ ഡീപ്പ് ഡെപ്ത് ആയിരിക്കും ചില ഷോറിൽ. അവിടെയാണ് കൂടുതൽ ഹാർബർ ഫെസിലിറ്റീസ് ഉണ്ടാവും. അവിടെ കപ്പലൊക്കെ വന്ന് നിൽക്കുന്ന, കപ്പൽ നങ്കൂര ഇടുന്ന സ്ഥലങ്ങളൊക്കെ. അതേ സ്ഥലത്ത് വളരെ ബീച്ച് ഷോർ ഉണ്ട് അവിടെയൊക്കെ. നമ്മുടെ സാൻഡി ഷോർ എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ അവിടുത്തെ ഒരുപാട് ദ്വീപുകളിലൊക്കെ ഉണ്ട്. നല്ല നല്ല വെള്ള മണൽ തീരങ്ങളുള്ള സ്ഥലമുണ്ട്. അതേ സ്ഥലത്ത് നല്ല ആഴമുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ ആൻഡമാനിൽ. ഓക്കെ ഓക്കെ. അല്ല, അപ്പൊ ഞാന് ഈ സാൻഡി ബീച്ചസ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്രമാത്രം നടന്നു പോകുമ്പോഴേക്കായിരിക്കും നമ്മൾ ഒരാളിന്റെ അത്രയും വെള്ളം ആകുക? ഒരു കിലോമീറ്റർ വരെ ഉള്ളിലോട്ട് പോണോ? ഇല്ല, അത് ചില ഏരിയ ഉണ്ട്. അത് വളരെ ഈ കോറൽ റീഫ് ഒക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. കുറെ കോറലൊക്കെ ഉള്ള സ്കൂബ സ്ഥലങ്ങളൊക്കെ ഡൈവിംഗ്. ഉണ്ട്. സ്കൂബ ഡൈവിംഗ് ഒക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്. അവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഇത് 1 കിലോമീറ്റർ അത് നമുക്ക് അത്രയും പോകേണ്ടി വരില്ല, അധികം ആഴം കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ചില അത് ബീച്ച്, സാൻഡി ബീച്ച് ആണെങ്കിൽ തന്നെയും പിന്നെ കടലിലേക്ക് നമ്മൾ ഇറങ്ങി കഴിയുന്ന സമയത്ത് നല്ല ഡെപ്ത് വരുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. മറ്റേ നമ്മളെ നാട്ടിലെ പോലെ എന്താണ് സ്ലോപ്പ് അല്ല അവിടെ. സ്ലോപ്പ് ആയിട്ടുള്ള ഇതുണ്ടല്ലോ ഏരിയ, അതല്ല. ഇവിടെ കടൽ ഡെപ്ത് ആണ് കൂടുതൽ വരുന്നത്, പെട്ടെന്നുള്ള ആഴം. പ്രത്യേകിച്ച് നമ്മുടെ ഒരു കുന്നിന്റെ വശത്ത് നമ്മൾ ഒരു ജലാശയം കൊണ്ട് നമ്മൾ എങ്ങനെ കാണും അതുപോലെ ആയിരിക്കും മിക്കവാറും കാണാൻ. ആൻഡമാനില് ഒരു മലയാളി കുടുംബത്തെ കണ്ടു എന്ന് പറഞ്ഞു. അത് ജസ്റ്റ് പരാമർശിച്ച് പോയതേ ഉള്ളൂ. ശരിക്കും അവർക്ക് അവിടെ എന്തെങ്കിലും ജോലി കിട്ടിയിരുന്നോ, എങ്ങനെയാണെന്ന് അവർ കുറച്ചുകൂടെ പറഞ്ഞാൽ കൊള്ളാം. ഇല്ല, അതിനെപ്പറ്റി കൂടുതൽ അന്ന് അന്വേഷിച്ചിട്ടില്ല. കാരണം ഞങ്ങൾ ഒരു ടീം പോയതായിരുന്നു അവിടെ. പെട്ടെന്ന് ഒരു മലയാളി കുടുംബത്തെ കണ്ടു. എവിടുന്നാണെന്ന് ചോദിച്ചു. എനിക്ക് തോന്നുന്നത് അയാള് കൊല്ലത്ത് നിന്നാണ് പറഞ്ഞത് എന്റെ ഓർമ്മ ശരി. അങ്ങനെ ഓർമ്മ ശരിയാണെങ്കിൽ കൊല്ലം. ഇതാണ് അവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞപ്പോ എങ്ങനെ ജീവിക്കാം ഉള്ള ഒരു അവസരം ഉണ്ടാവും. നിങ്ങൾക്ക് ആൻഡമാൻ ദ്വീപിലൊക്കെ എത്തിക്കഴിഞ്ഞാല് എങ്ങനെ ജീവിക്കാൻ ഇതൊക്കെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. മറ്റും ബുദ്ധിമുട്ടില്ല. പറയൂ. അല്ലല്ല, ഞാൻ ഇപ്പൊ ശരിക്കും ഈ സംഭാഷണത്തെ തുടർന്ന് അബ്രീദയോട് എനിക്കൊരു ആവശ്യമുണ്ട്. കഴിയുമെങ്കിൽ അടുത്തൊരു മിന്നൽ പ്രോഗ്രാം ആൻഡമാൻ നിക്കോബറിൽ വെക്കണം. എനിക്കും അറിയിപ്പ് കിട്ടിയാൽ ഞാൻ സോഷ്യൽ മീഡിയയിലെ വാട്സാപ്പിൽ മാത്രമേ ഉള്ളൂ, മറ്റേതിലൊന്നുമില്ല. അപ്പൊ ഈ ക്ലബ് ഹൗസ് വഴിയോ മറ്റോ അറിയാൻ കഴിഞ്ഞാൽ എനിക്കും അതിനകത്ത് ജോയിൻ ചെയ്യണമെന്നുണ്ട്. കാരണം വർഷങ്ങളായിട്ട് ആൻഡമാനിൽ പോകണമെന്ന് ക്ലബ് ആഗ്രഹിക്കുന്ന ഹൗസ് വഴി അറിയിക്കാവുന്നതാണ്. ക്ലബ് ഹൗസ് തീർച്ചയായിട്ടും
അതെ. താങ്ക് യു. താങ്ക് ഓക്കെ. യു. അങ്ങനെ നല്ല അടുത്തൊന്നും സജഷൻ ഉദ്ദേശിക്കുന്നില്ല. ആണ്. ഒരു മിന്നൽ പെരിയോഡ് എന്താണ് പറയേണ്ടത്? ഒരു മിന്നൽ അതെ യാത്രയാണ്. അതെ യാത്ര. മിന്നൽ യാത്ര. തീർച്ചയായിട്ടും അത് അതായത് അബ്രീദിയുടെ വകയുടെ ആലോചിക്കാവുന്ന ഒരു മിന്നൽ പ്രതീക്ഷിക്കാം നമുക്കല്ലേ? അതെ. തീർച്ചയായിട്ടും സർ. അത് മാത്രമല്ല, ഒരു സജഷൻ കൂടി ഉണ്ട്. ഇതിൽ വരുന്ന ആളുകൾ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ഇതിൽ മിന്നൽ. അതിഥികളായിട്ടും പിന്നെ ശ്രോതാക്കളായിട്ടും വരുന്ന എല്ലാവരെയും കൂടി സംഘടിപ്പിച്ചുകൊണ്ട് നമുക്കൊരു യാത്ര പോകാവുന്നതാണ്. തീർച്ചയായിട്ടും യാത്രയോട് അതീവമായ താല്പര്യമുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ കൂടിയാണല്ലോ ഇത്. നമ്മളുടെ പരിപാടി തുടങ്ങിയിട്ട് ഏകദേശം 2 മണിക്കൂർ ആവാനായിട്ട് ഇനി 11 മിനിറ്റ് ബാക്കിയുണ്ട്. നമ്മളുടെ ശ്രോതാക്കളായിട്ട് എത്തിയിട്ടുള്ള ശ്രീ സുരേഷ് നെല്ലിക്കോട്, ശ്രീ മൻസൂർ, ശ്രീ മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര, എല്ലാവർക്കും ചോദിക്കാനുള്ള അവസരമുണ്ട്. ഞാൻ എല്ലാവർക്കും ഇൻവൈറ്റ് അയച്ചിട്ടുണ്ട്. നമ്മളുടെ പരിപാടി കഴിയുന്നതിന് മുൻപ് ആർക്കെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. നമ്മൾ ഒരുപാട് കാര്യം ഇന്ന് സംസാരിച്ചു. വിജയൻ സാറിന്റെ അനുഭവങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള, നമുക്ക് തീർത്തും പരിചിതമല്ലാത്ത ഒരു ദ്വീപ സമൂഹത്തിലെ ആളുകളാണ്. അവിടെ ഒരുപാട് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രാതിനിധ്യം തീർച്ചയായിട്ടും ഉണ്ട്. അത് കൂടാതെ അവിടുത്തെ തന്നെ ദ്വീപുകളിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആദിവാസികളുമായിട്ടുള്ള അവരുടെ ജീവിതവുമായിട്ടുള്ള ബന്ധപ്പെട്ട കഥകളാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മളെപ്പോഴും ആകർഷിക്കുന്ന ഒരു പ്രദേശം തന്നെയാണ്. ഒരു ടൂറിസ്റ്റ് എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ചരിത്ര അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കൂടി ആൻഡമാൻ നിക്കോബാർ സന്ദർശിക്കണം എന്ന് തന്നെയാണ് നമ്മളുടെയൊക്കെ ആഗ്രഹം. അതുപോലെ അബ്രീദ, തീർച്ചയായിട്ടും അബ്രീദയുടെ യാത്രകൾ നമുക്കൊക്കെ ഒരു വലിയ പ്രചോദനമാണ്. യാത്ര ചെയ്യുക മാത്രമല്ല, യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക കൂടി ചെയ്യുക എന്നുള്ളത് വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് യാത്ര അധികം ചെയ്യാൻ പലതരത്തിലുള്ള പിന്നെ വെല്ലുവിളികളെ നേരിടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയും അവർക്ക് യാത്ര ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കുകയൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും അവരിത് ഡൽഹിയിലല്ല, നാട്ടിലായിരുന്നെങ്കിൽ കൂടുതൽ അവസരങ്ങൾ ഇനിയും ഇവിടുത്തെ യാത്രികർക്ക് ഉണ്ടാകുമായിരുന്നു എന്നുകൂടി പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും അവിടെ ഇരുന്ന് കോർഡിനേറ്റ് ചെയ്യാലോ. ഡൽഹിയിൽ ഇരുന്നിട്ടും വേണമെങ്കിൽ ഇത്തരം യാത്രകൾ കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ ഈ യാത്രാനുഭവങ്ങൾ, നമ്മുടെ ജീവിതമാണല്ലോ യാത്രയിൽ കാണുന്നത്. മനുഷ്യരെ കാണുന്നു, അവരുടെ സംസ്കാരങ്ങളുമായിട്ട് അടുത്ത് ഇടപഴകുന്നു. അവിടെ നിന്ന് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ അബ്രിദയും വിജയൻ സാറും ഒക്കെ കൊണ്ടുവന്നത് എന്താണെന്ന് കൂടി പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ ഈ പരിപാടി നമുക്ക് അവസാനിപ്പിക്കാം. വിജയൻ സാറ് ദീർഘകാലം 36-37 വർഷം ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ താമസിച്ച് നാട്ടിലേക്ക് പോരുമ്പോൾ കയ്യിൽ കരുതിയത് എന്താണ് അവിടെ നിന്ന് കൊണ്ടുവരാനായിട്ട്? അതുപോലെ അബ്രീദ സഞ്ചരിച്ച ഒരുപാട് നാടുകളിൽ നിന്ന് കൂടെ കൂട്ടിയത് എന്തൊക്കെയാണ്? ഇതുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. ഞാൻ വരുമ്പോൾ കൊണ്ടുവന്നത് എന്റെ അനുഭവങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും. ഒരുപാട് നല്ല നല്ല സൗഹൃദങ്ങൾ എനിക്ക് അവിടെ കിട്ടിയിരുന്നു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വീണ്ടും അവിടെ പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഓക്കെ. 2018 ഞാൻ പോയിരുന്നു. നല്ല നല്ല സൗഹൃദങ്ങൾ എനിക്ക് നല്ല എന്റെ ജീവിതത്തിന് നല്ലൊരു ഭാഗം അവിടെയാണ് ഞാൻ കഴിച്ചു കൂട്ടിയത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ. അവിടെ മിക്കവാറും എല്ലാ ദ്വീപുകളുടെയും ഓരോ കോണിലും എനിക്ക് നല്ല പരിചയമുണ്ട്. അവിടെ ഞാൻ യാത്ര ചെയ്തതാണ്. പ്രത്യേകിച്ച് അവിടുത്തെ ചരിത്രങ്ങൾ അറിയാനുള്ള താല്പര്യം എനിക്ക്. പല പുസ്തകങ്ങളും പല നിക്കോബാറിൽ ബ്രിട്ടീഷുകാരും ജപ്പാൻകാരും ഉള്ള സമയത്തുള്ള ആൾക്കാരുമായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തു, അവരുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. അവരുടെ അനുഭവങ്ങളൊക്കെ എന്റെ മനസ്സിലുണ്ട്. അതൊക്കെ ചേർത്ത് എഴുതണം എന്ന് താല്പര്യമുണ്ട്. എപ്പോഴാണ് എഴുതുക എന്നുള്ളത് അതും ഒരു വിഷയമാണ്. നല്ല നല്ല അനുഭവങ്ങൾ, പ്രത്യേകിച്ച് സുനാമിയും എന്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് സുനാമിയുടെ. അത് എനിക്ക് മാത്രമല്ല, എന്റെ പല സുഹൃത്തുക്കളും സുനാമിയിൽ ഇങ്ങനെ മരണപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പല അനുഭവങ്ങളും അനുഭവപ്പെട്ട ആൾക്കാർ എന്നോട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ, സുനാമിയുടെ അനുഭവങ്ങൾ, ഇതൊക്കെ എനിക്കും ഞാൻ കൊണ്ടുവന്ന അനുഭവങ്ങൾ തന്നെയാണ് ഇതൊക്കെ. അതെ. സാറിന്റെ അനുഭവങ്ങള് പിന്നെ അത് പുസ്തകങ്ങളായി മാറട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. അതുപോലെ അബ്രീദയോടും ഇതേ ചോദ്യം ചോദിക്കുന്നു. യാത്ര ചെയ്ത സ്ഥലങ്ങളിൽ നിന്ന് കൂടെ കൂട്ടിയ വികാരങ്ങൾ എന്തൊക്കെയാണ്? അനുഭവങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ സംഭവങ്ങളാണ് ഓർമ്മയില് നിൽക്കുന്നത്?
ഓക്കെ. നമ്മൾക്ക് എല്ലാവർക്കും മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ് നമുക്ക് കുറേ മുൻവിധികൾ ഉണ്ടാവും. കുറേ അതെ സംഗതികളെ പറ്റി. അപ്പം ഞാൻ ബെന്യാമിൻ ഒരു വേദിയിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. നമുക്കെപ്പോഴും അകലെയുള്ള കാര്യങ്ങളോട് ഭയങ്കര ഭീതിയായിരിക്കും. അല്ലെ അകലെയുള്ള കാര്യങ്ങളെ നമ്മളെപ്പോഴും ഒരു ഭീതിയോടെയാണ് നോക്കുക. ഇന്ത്യയിലുള്ള ആളുകൾക്ക് പാകിസ്ഥാനുള്ള ആളുകൾ ഭയങ്കര ഭീകരരാണ്. അല്ലെങ്കിൽ ഇറാനിലുള്ള ആളുകൾ വളരെ ഭീകരത ഉള്ള ആളുകളാണ്. നേരെ തിരിച്ച് പാകിസ്ഥാനികൾക്ക് ഇന്ത്യക്കാരോട് നോക്കുമ്പം അങ്ങനെയാണ്. അല്ലെങ്കിൽ ഒരു കണ്ണൂരുകാരൻ അല്ലെങ്കിൽ ഒരു കോഴിക്കോടുകാരൻ അതെ ഒരു പത്തനംതിട്ടക്കാരനെ തിരുവനന്തപുരംകാരെയൊക്കെ കൊല്ലംകാരെയൊക്കെ പറ്റി ചിന്തിക്കുമ്പം അവർ ഭയങ്കര പ്രശ്നക്കാരാണ്. നേരെ മറിച്ച് ഒരു പത്തനംതിട്ടക്കാരൻ ഒരു കണ്ണൂരുകാരെ പറ്റി ആലോചിക്കുമ്പം അവിടെ എപ്പോഴും ബോംബ് സ്ഫോടനവും പൊളിറ്റിക്കൽ വെൻഡേറ്റ് ഒക്കെയാണ്. അപ്പൊ എപ്പോഴും അകലങ്ങളിൽ ഇരിക്കുന്നതിനെ നമ്മൾ ഭീതിയോടെയാണ് കാണുക അതെ എന്നുള്ളതാണ്. ആ ഭീതിയാണ് യാത്രകൾ എനിക്ക് മാറ്റി തന്നിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് ഞാൻ പറയും. ഇപ്പോ അകലങ്ങളിലുള്ള കാര്യങ്ങളോട് എനിക്ക് ഭീതിയല്ല, ആകാംക്ഷയാണ്. എന്താണ് അവിടെ ഉള്ളത്, അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് എന്നറിയാനുള്ള ഒരു ആകാംക്ഷയാണ്. ആദ്യം അത് എപ്പോഴും പേടിയായിരുന്നു. അവിടെ പോയാൽ നമുക്ക് എന്തെങ്കിലും പറ്റുമോ, അല്ലെങ്കിൽ അത് നമ്മുടെ കംഫർട്ട് സോൺ അല്ലല്ലോ, അല്ലെങ്കിൽ അത് അവിടെ സേഫ് ആയിരിക്കുമോ എന്നുള്ള പേടിയായിരുന്നു. ഇപ്പൊ അത് ആകാംക്ഷയാണ്. അവിടെ എന്തൊക്കെയാ ഉണ്ടാവുക, അല്ലെങ്കിൽ അവിടെ പോയാൽ നമുക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത് അത് മറ്റുള്ള ആളുകളോടും പറഞ്ഞു കൊടുക്കാൻ ഒരു പരിധി വരെ എനിക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അപ്പുറത്തും അവിടെ പോയാൽ ഒന്നുമില്ല, നമ്മളെപ്പോലെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഇഷ്ടമുള്ള ആളുകൾ തന്നെയാണ് അപ്പുറത്തും ഉള്ളത് എന്ന് ഒരു അനുഭവത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് യാത്രകൾ കൊണ്ട് എനിക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ കാര്യം. ആളുകളെ കൂടുതൽ സ്നേഹിക്കാൻ പറ്റുന്നു, അവരറിയാൻ പറ്റുന്നു എന്നത് തന്നെയായിരിക്കും. അത് അദ്വൈത പറഞ്ഞത് കേൾക്കുമ്പോഴേ ഒരു പഴയ ഒരു സിനിമ ഓർമ്മ വരികയാണ്. എനിക്ക് തോന്നുന്നത് ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു ആ ചിത്രം. ഇറാനിലെ ഒരു സാധാരണ കുടുംബത്തിലെ അല്ലെങ്കിൽ കുറെ കഷ്ടപ്പാടുള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ള രണ്ട് കുട്ടികളുടെ കഥയാണ്. അതെ അതെ അപ്പൊ നമ്മൾ ആ സിനിമ കാണുമ്പോ നമ്മളിവിടെ ഇരുന്ന് ഇറാൻ അവിടെ പിന്നെ ഗൾഫ് രാജ്യങ്ങൾ മുഴുവനും സമ്പന്ന രാഷ്ട്രങ്ങളാണ് എന്നുള്ള ഒരു തോന്നലിലാണല്ലോ നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അതൊന്നും അല്ല. അവിടുത്തെ ദാരിദ്ര്യം, അവരുടെ കഷ്ടപ്പാടുകൾ, ജീവിക്കാനായിട്ടുള്ള തത്രപ്പാട്, ഇതെല്ലാം നമ്മൾ ആ സിനിമയിൽ കൂടി കാണുമ്പോഴാണ് നമുക്ക് അവരോട് അലിവും അവരോട് വളരെയധികം അടുപ്പവും ഒക്കെ തോന്നുന്നത്. അപ്പൊ അതെ ഇങ്ങനെ നമ്മൾ അത് സിനിമയിൽ കൂടി മാത്രമാണ് ഞങ്ങള് കണ്ടത്. പക്ഷെ അത്തരം സ്ഥലങ്ങളിലേക്ക് പോകുന്ന യാത്രികര് പറയുന്ന അനുഭവങ്ങളിൽ കൂടിയാണ് നമ്മൾ ആ നാടിനെ കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും യാത്രികര് യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളെ പറ്റി എഴുതണം. അവിടുത്തെ മനുഷ്യരെ പറ്റി, അവരുടെ ജീവിതങ്ങളെ പറ്റി, അവരുടെ സാഹചര്യങ്ങളെ പറ്റി, അവരുടെ സന്തോഷങ്ങളും സന്താപങ്ങളും ഒക്കെ നമ്മൾ എഴുതുമ്പോൾ നമ്മളൊക്കെ വായിച്ച് നമ്മളുടെ മനസ്സ് വിശാലമാവും. SK പൊറ്റക്കാടിന്റെ ഒക്കെ യാത്രകൾ നമ്മൾ വായിക്കുമ്പോഴാണല്ലോ ആ നാട്ടിലെ ജീവിതത്തിനെയൊക്കെ പറ്റിയിട്ട് നമുക്ക് ഒരു ചെറിയ സൂചനയെങ്കിലും കിട്ടുന്നത്. അപ്പൊ അതുപോലെ ഈ യാത്ര എന്നുള്ള അനുഭവം തീർച്ചയായിട്ടും എഴുതേണ്ടതാണ്. ഇവിടെ ഇന്ന് അതിഥികളായിട്ടുള്ള രണ്ടുപേരും, വിജയൻ സാർ ആണെങ്കിലും മാബ്രീത ആയാലും, ആ രണ്ടുപേരും എഴുത്തിലൂടെ നമ്മളെ അത്തരം വികാരങ്ങളുമായിട്ട് അടുപ്പിക്കുന്ന ആളുകളാണെന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ഇതുവരെ കണ്ട അനുഭവങ്ങൾ ഇനിയും പുസ്തക രൂപത്തിലേക്ക് ഇറക്കണം എന്ന് തന്നെ രണ്ടുപേരോടും പറയുന്നു. അതിനായി ആശംസിക്കുന്നു. ഇന്നത്തെ ഈ വേദി സമ്പന്നമാക്കിയ രണ്ടുപേർക്കും ഈ ക്ലബ് ഹൗസ് മീഡിയ റൂമിലെ ഞങ്ങളുടെ മോഡറേറ്റർമാർ, ഇന്ന് പ്രദീപ് സാറ് സ്ഥലത്തില്ല, അദ്ദേഹം ഒരു യാത്രയിലാണ്. അദ്ദേഹത്തിന് വേണ്ടി കൂടിയും ഇവിടെ കേൾക്കാനായിട്ട് ഇരുന്ന ശ്രോതാക്കൾക്ക് വേണ്ടിയും എല്ലാം ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ശുഭരാത്രി ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയതിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. വിജയൻ സാറായിട്ടൊക്കെ സംസാരിച്ചതിലും സംവദിച്ചതിലൊക്കെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനൊക്കെ പറ്റി. അപ്പം ഒരുപാട് സന്തോഷം. നന്ദി. താങ്ക് യു. ഞാൻ പ്രദീപ് സാറിനെ പ്രതീക്ഷിച്ചു, പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന് യാത്രയിലാണെന്ന് സംവദിക്കാൻ പറ്റാത്ത ഒരു യാത്രയിലാണ്. ഈ വൈഫൈ കണക്ഷൻ യാത്രയിലാണ്. ഇല്ലാത്തതുകൊണ്ട്. അതെ, അതാണ് പ്രശ്നം. എനിക്ക് വളരെ സന്തോഷമുണ്ട് എല്ലാവരുമായിട്ട്, പ്രത്യേകിച്ച് ജെയിംസ് സാറിന്റെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ പറ്റിയെന്നത് എനിക്ക് തോന്നുന്നത്. അതായത് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞു.
എനിക്ക് തോന്നുന്നു ആ, അൻഡമാനിൽ വന്ന് ആ ദ്വീപിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഒരു ടീമിനോട് സംസാരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെ എല്ലാ ദിവസവും ഞാൻ അൻഡമാനെ പറ്റി ഓർക്കാറുണ്ട്. ഓർക്കാതെ ഒറ്റ ദിവസം പോലും ഉണ്ടായിട്ടില്ല. അതെ. പിന്നെ പ്രത്യേകിച്ച് അവിടുത്തെ ആൾക്കാർ ഇപ്പോഴും എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് അവിടെ ഉണ്ട്. പലരും എന്നെ അവിടെ ക്ഷണിക്കുന്നുണ്ട് അവിടെ ആൻഡമാനിലേക്ക്. ഫ്രണ്ട്സ് ഇപ്പോഴും എന്റെ പല ബന്ധങ്ങൾ ഇപ്പോഴും ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടെ സന്തോഷം അറിയിക്കുന്നു ജെയിംസ് സാറിനും ഹേമ, താങ്ക് യു സർ, അബ്രീത. താങ്ക് യു. ഓക്കെ, ഗുഡ് നൈറ്റ്. ഈ നല്ല കാലാവസ്ഥയിൽ തന്നെ ഒരു യാത്ര ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കട്ടെ. ബ്രീതിയോടാണ്. തീർച്ചയായും അതിന് ആലോചിക്കാവുന്നതാണ്. അബ്രീത മുൻകൈ എടുക്കട്ടെ അല്ലേ? അതെ 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 അതെ. അടുത്തത് അബ്രീതയുടെ മിന്നൽ, അടുത്ത അബ്രീതയുടെ മിന്നൽ അൻഡമാനിലേക്ക് ആയിരിക്കുമോ? ശ്രമിക്കാം സർ, തീർച്ചയായിട്ടും ശ്രമിക്കാം. ഓക്കെ. എന്തായാലും ഇന്നത്തെ ഈ പരിപാടി വളരെ അധികം പിന്നെ സമ്പന്നമാക്കിയ രണ്ടുപേർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഈ പരിപാടിയുടെ ഇപ്പോ ഇന്ന് കേട്ടിട്ടുള്ള റെക്കോർഡിംഗ് ക്ലബ് ഹൗസിന്റെ യൂട്യൂബ് ചാനലിൽ, മീഡിയ വേവ്സ് എന്ന യൂട്യൂബ് ചാനലിൽ നമ്മൾ 2 ദിവസത്തിനകം അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും കേൾക്കാം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. അതോടൊപ്പം ഈ പരിപാടിയുടെ, ലോകമേ തറവാട് പരിപാടിയുടെ അടുത്ത അധ്യായം അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് കേൾക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി. നമസ്കാരം.